ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദൃശ്യ ന്യൂസ് അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ സംവാദം പരിപാടി ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് പോരാട്ടവുമായി നമ്മൾ എത്തിയിരിക്കുന്നത് കോട്ടയം ജില്ലയിലെ മാഞ്ഞൂർ പഞ്ചായത്തിലാണ്. കഴിഞ്ഞ 5 വർഷ കാലഘട്ടത്തിലെ പഞ്ചായത്തിന്റെ വികസനങ്ങളും നേട്ടങ്ങളും കോട്ടങ്ങളും എല്ലാം ചർച്ച ചെയ്യാനായി നമുക്ക് അല്പസമയം മാറ്റിവെക്കാം. എന്തായാലും ആദ്യമായി നമ്മൾ പ്രസിഡന്റിലേക്ക് കടക്കുകയാണ്. പ്രസിഡന്റ് കോമളവല്ലി രവീന്ദ്രൻ, ഈ ഒരു 5 വർഷ കാലഘട്ടത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു, പഞ്ചായത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു, ചുരുങ്ങിയ വാക്കിലൊന്ന് പറയുക. എല്ലാവർക്കും നമസ്കാരം. അതുപോലെ തന്നെ ദൃശ്യ ചാനൽ ഇങ്ങനെയൊരു പരിപാടി സംഘടിപ്പിച്ച അവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഈ കഴിഞ്ഞ 5 വർഷക്കാലം മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൽ ഞങ്ങൾ അധികാരത്തിൽ കയറുമ്പോൾ ആദ്യമേ തന്നെ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിരവധി പ്രതിസന്ധികളുണ്ടായിരുന്നു. എങ്കിൽ പോലും അത് കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് സർക്കാരിൻ്റെ ഫണ്ട്, പ്ലാൻ ഫണ്ട് ഏതാണ്ട് 47 ലക്ഷം രൂപ ഈ 5 വർഷം കൊണ്ട് ഞങ്ങൾക്ക് വിനിയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ തനത് ഫണ്ട് ഏതാണ്ട് 45 കോടി രൂപ ഈ 5 വർഷം കൊണ്ട് സർക്കാർ തന്നിരിക്കുന്ന പ്ലാൻ ഫണ്ട് ഉൾപ്പെടെയുള്ള മെയിൻ്റനൻസ് ഗ്രാൻറ്റ്, റോഡ് മെയിൻ്റനൻസ് ഗ്രാൻറ്റ് അങ്ങനെ വിട്ടുകിട്ടിയിരിക്കുന്ന എല്ലാം കൂടെ ഏതാണ്ട് 47 ലക്ഷം രൂപയോളം നമ്മൾക്ക് വിനിയോഗിക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ കോടി 47 കോടി രൂപ നമുക്ക് വിനിയോഗിക്കാൻ സാധിച്ചു. അതുപോലെ ഓൺ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ഏതാണ്ട് 11.5 കോടി രൂപ വിവിധ പദ്ധതികൾക്കായിട്ട് നമുക്ക് ഈ പഞ്ചായത്തിൽ വിനിയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ പരിപാടി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ കാർഷിക മേഖലയ്ക്ക് ഏറ്റവും ഊന്നൽ കൊടുത്തുകൊണ്ട്, അത് പച്ചക്കറിയാണെങ്കിലും നെൽകൃഷിയാണെങ്കിലും അതുപോലെ തന്നെ ക്ഷീര സംഘങ്ങൾക്ക്, ക്ഷീര കർഷകർക്ക്, അങ്ങനെ കാർഷിക മേഖലയിൽ നിരവധിയായിട്ടുള്ള പദ്ധതികൾ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് ക്ഷേമ പ്രവർത്തനങ്ങളിലാണേലും നിരവധി കാര്യങ്ങൾ നമ്മൾ ഈ പഞ്ചായത്തിൽ നടത്തി കഴിഞ്ഞു. അതുപോലെ പശ്ചാത്തല മേഖലയിൽ നമുക്ക് ലൈൻ വലിക്കൽ, സ്ട്രീറ്റ് ലൈൻ മെയിൻ്റനൻസ്, അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ആകെ കൂടി തുകകളൊക്കെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഈ 5 വർഷക്കാലം നടപ്പാക്കിയിരിക്കുന്നത് വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ടാണ്. അതുപോലെ ഇപ്പം ഞങ്ങളിവിടെ പുതിയ ഒരു പ്രോജക്റ്റ് വനിതകൾക്ക് വേണ്ടി നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ NREGയുടെ ഇതിലാണ് ഈ പള്ള തെളിക്കാനും ഒക്കെ നമ്മൾ വിനിയോഗിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പുതിയ നിയമം അനുസരിച്ച് നമുക്കങ്ങനെ റോഡുകൾ വൃത്തിയാക്കാനും ഒന്നും സാധിക്കാത്തത് വന്നതുകൊണ്ട് ഒരു പുതിയ പ്രോജക്റ്റ് നമ്മൾ പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിലുള്ള സ്ത്രീകളെ ഉൾപ്പെടുത്തി പുല്ലുവെട്ടി യന്ത്രം കൊണ്ടുവന്ന് അവർക്ക് പരിശീലനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമുക്ക് 365 ദിവസവും നമ്മുടെ വാർഡുകളും നമ്മളെ റോഡുകളും ഒക്കെ ക്ലീനായിട്ടിരിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഹരിതകർമ്മസേന ഏതാണ്ട് 500 രൂപ 300 രൂപയൊക്കെയാണ് ഞങ്ങൾ കയറുമ്പം അവരുടെ വരുമാനം ഉണ്ടായിരുന്നത്. ഇപ്പം അവർക്ക് മോശമല്ലാത്ത രീതിയിൽ, അതായത് ഒരാൾക്ക് ഏതാണ്ട് 10,000, 12,500 രൂപയൊക്കെ വെച്ച് അവർക്ക് മോശമല്ലാത്ത രീതിയിലുള്ള ഏതാണ്ട് 31 വനിതകൾക്ക് നമ്മുടെ പഞ്ചായത്തിൽ വളരെ നല്ല രീതിയിലേക്ക് നമ്മുടെ ഈ മാലിന്യമുക്തമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ. ഹരിതകർമ്മസേനയ്ക്ക് ഞങ്ങൾ വണ്ടി വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡ്രൈവറുടെ നിയമനം കഴിഞ്ഞു. ഇപ്പം നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിൽ വിവിധ പ്രദേശങ്ങളിൽ മാലിന്യം കൂടിക്കിടന്നിരുന്ന ഒരു പഞ്ചായത്തായിരുന്നു. ഇപ്പോൾ അതെല്ലാം വളരെ ക്ലീനാക്കിക്കൊണ്ട്, പോരായ്മകൾ ഉണ്ടായിരിക്കില്ലെന്ന് പറയുന്നില്ല, പക്ഷേ ആ തരത്തിൽ വളരെ നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ SC ST അങ്ങനെയുള്ളവർക്ക് വേണ്ടി വീട് മെയിൻ്റനൻസ്, പഠന മുറി, അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ, സ്കോളർഷിപ്പ്, ലാപ്ടോപ്പ്, അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. കൂടാതെ നമ്മുടെ ഈ പാവപ്പെട്ടവർക്ക് നമ്മുടെ പഞ്ചായത്തിൽ ഏതാണ്ട് 17 കുടുംബങ്ങളാണ് അതിദരിദ്രരായിട്ടുള്ളത്. അത് നാളെ അതിൻ്റെ സംസ്ഥാന തലത്തിലുള്ള പ്രഖ്യാപനമാണ്. അപ്പോൾ
നമ്മുടെ പഞ്ചായത്തിൽ 17 കുടുംബങ്ങളായിരുന്നു. അതിൽ ഏകാംഗ വ്യക്തികളായ 2 ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. 15 കുടുംബങ്ങളുണ്ട്. അവർക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ അവർക്ക് ഭക്ഷണം, മരുന്ന്, അങ്ങനെ എല്ലാ കാര്യങ്ങളും പഞ്ചായത്ത് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് താഴെ തട്ടിത്തൊട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖല എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം 21-22 നമ്മുടെ നാഷണൽ അംഗീകാരം നമ്മുടെ ഞങ്ങൾ കയറുമ്പോൾ PHSC ആയിരുന്നു, ഇപ്പോൾ FSHC ആയി. അപ്പോൾ നാഷണൽ അംഗീകാരം നമ്മുടെ ആരോഗ്യ മേഖലയ്ക്ക് കിട്ടി. തുടർച്ചയായിട്ട് നമുക്ക് ആർദ്രം പദ്ധതിയിലുള്ള അവാർഡ് കിട്ടി. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കായകൽപ്പ അവാർഡ് കഴിഞ്ഞ എൻ്റെ മുമ്പിലത്തെ വർഷം കിട്ടി. ഈ വർഷം നമ്മുടെ 2 സബ് സെൻ്ററുകൾക്ക് ഞങ്ങൾ ഇന്നലെ പോയി അവാർഡ് മേടിച്ചിട്ട് വന്നതാണ്. മാഞ്ഞൂർ സൗത്തിലെ സബ് സെൻ്ററിനും ഓമല്ലൂർ സബ് സെൻ്ററിനും 2 അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അവിടെ 3 ഡോക്ടർമാരുണ്ട്. മരുന്നിന് വേണ്ടി നമ്മൾ ഏതാണ്ട് ഒരു വർഷം 12 ലക്ഷം രൂപയോളം സർക്കാർ കൊടുക്കുന്ന മരുന്നുകൾ കൂടാതെ ഒരു വർഷം 12 ലക്ഷം രൂപയോളം അവിടെ മരുന്നിന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാലിയേറ്റീവ് കെയറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം ഏതാണ്ട് 112 പേര് കിടപ്പ് രോഗികളുണ്ട്. കൂടാതെ 242 പേര് ഭാഗികമായിട്ട് രോഗം ഉള്ളവരുണ്ട്. ഇവരെ എല്ലാം വീടുകളിൽ പോയി ഈ പാലിയേറ്റീവ് കെയറുമായിട്ട് ബന്ധപ്പെട്ട് പരിചയസമ്പന്നയായ നേഴ്സുമാരെ നിർത്തി നമ്മുടെ ആംബുലൻസിൽ പോയി എല്ലാ വീടുകളിലും പോയി ഈ രോഗീ പരിചരണം വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് നടത്താൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ കായിക മേഖലയിൽ എന്തൊക്കെ വികസനങ്ങളാണ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുള്ളത്? കായിക മേഖലയിൽ വികസനം നടത്താൻ പറയാനായിട്ട് നമുക്ക് സ്ഥലമില്ല. ഇപ്പം ഞങ്ങൾ ഏതാണ്ട് 41 ലക്ഷം രൂപ വെച്ച് സ്ഥലം മേടിക്കാനുള്ള പ്രോജക്റ്റുകൾ വെച്ചിട്ടുണ്ട്. അതായത് 2.25 ഏക്കർ സ്ഥലം നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി അതിൻ്റെ വാല്യുവേഷനും ഇതും എല്ലാം കഴിഞ്ഞ് ഇരിക്കുകയാണ്. അതിൻ്റെ അകത്ത് നമുക്ക് MCF അതുപോലെ തന്നെ കളിസ്ഥലങ്ങൾ, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാർക്ക് പിന്നെ ട്രെയിനിങ്ങും പരിശീലനവും അവർക്ക് വരുമാന മാർഗം ഉണ്ടാക്കത്തക്ക രീതിയിൽ അവിടെ അവരെ ജോലി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോൾ ഒരു വിഷയം വന്നത് എന്താണെന്ന് വെച്ചാൽ സ്ഥലത്തിന് അതിൻ്റെ ഫണ്ടെന്ന് പറഞ്ഞാൽ അതല്ല, സർക്കാരിൻ്റെ വില അനുസരിച്ച് അതിനിപ്പോൾ വില തീരെ കുറച്ചാണ് ഇട്ടിരിക്കുന്നത്. ഏതാണ്ട് 20,000 രൂപയാണ് സെൻറ്റിന് ഇട്ടിരിക്കുന്നത്. ആ 20,000 രൂപയ്ക്ക് ആ വ്യക്തികൾ സ്ഥലം തരികയില്ല. ഇപ്പം ഞങ്ങളത് പഞ്ചായത്ത് കമ്മിറ്റിക്ക് അതിൻ്റെ ഏതാണ്ട് 30% കൂട്ടി വെക്കാം അങ്ങനെ തീരുമാനം എടുത്ത് ഇപ്പോൾ സർക്കാരിലോട്ട് കൊടുത്തിരിക്കുകയാണ്. അതിന് നമ്മൾ 41 ലക്ഷം രൂപ വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ ഘട്ടം ഘട്ടമായിട്ട് പൈസ കൊടുത്തിട്ട് സ്ഥലം വാങ്ങിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ മാഞ്ഞൂർ പഞ്ചായത്തിൽ ഏറ്റവും നല്ല ഒരു കളിസ്ഥലവും അതുപോലെ തന്നെ പിന്നെ MCF അങ്ങനെയുള്ള വിപുലമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നടത്താൻ സാധിക്കും. പിന്നെ ഇതുവരെ ലഭിച്ച ഫണ്ടെല്ലാം പൂർണ്ണമായിട്ടും വിനിയോഗിക്കാൻ സാധിച്ചു, എല്ലാം വിനിയോഗിക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ റോഡ് മെയിൻ്റനൻസിൻ്റെ കാര്യം എനിക്ക് പറയാനുള്ളത്, നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഫണ്ട് ഈ കഴിഞ്ഞ വർഷം നമുക്ക് പൈസ കുറവാണ് കിട്ടിയത്. അത് സർക്കാർ ഒരു ആട്രാക്ക് എന്ന് പറയുന്ന ഒരു സർവേ നടത്തി. അപ്പോൾ റോഡുകളുടെ ഡ്യൂപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഇരട്ടിപ്പ് റോഡുകൾക്കുണ്ടായിരുന്നു. ഈ സർവേ നടത്തിയപ്പോൾ റോഡുകളുടെ എണ്ണം കുറഞ്ഞു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പൈസ കുറവാണ് വന്നിരിക്കുന്നത്. എങ്കിൽ പോലും ഞങ്ങൾ പരമാവധി ഇപ്പം നമ്മുടെ കയ്യിലുണ്ട്. ഓരോ വർഷവും നമ്മൾ ചിലവാക്കിയിരിക്കുന്ന പൈസ എത്ര ശതമാനമാണെന്നുള്ള കാര്യങ്ങളും നമ്മുടെ കയ്യിൽ വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ ഇതുപോലെ തന്നെയാണെങ്കിലും കുടുംബശ്രീ ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും ലിങ്കേജ് ലോണുകളാണെങ്കിലും അതിൻ്റെ സബ്സിഡി ആണെങ്കിലും JLG ഗ്രൂപ്പുകൾക്കുള്ള ഇതാണെങ്കിലും ഇവിടെ വനിതകളൊക്കെ നല്ല രീതിയിൽ കൃഷി ചെയ്യുകയും ആ തരത്തിൽ നമുക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ഈ സ്ഥലം ഇല്ലാത്തവർക്ക് കൃഷി ചെയ്യണമെങ്കിൽ നമ്മളിപ്പം 2-3 വർഷമായിട്ട് ചട്ടിയും അതുപോലെ തന്നെ തൈകളും എല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് സ്ഥലമില്ലെങ്കിൽ കൂടിയും അവരുടെ വീട്ടുമുറ്റത്തോ ടെറസിലോ ഒക്കെ കൃഷി ചെയ്യാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ പോത്തുംകിടാവിനെ കൊടുക്കുന്നുണ്ട് കർഷകർക്ക്. ഈ വർഷം നമ്മൾ 9 പോത്തുംകിടാവിനെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ കോഴികളെ കൊടുത്തിട്ടുണ്ട്. ജീവൻ ഒരു വാർഡിലേക്ക് 9 എണ്ണം വെച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജീവന് വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യാൻ പൈസ വാങ്ങിക്കാതെ തന്നെയാണ് ഒരു വാർഡിൽ ഏതാണ്ട് 35 പേർക്കോളം ഈ കഴിഞ്ഞ 2-3 വർഷക്കാലമായിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് നമ്മൾ പ്രതിപക്ഷത്തിലേക്ക് പോവുകയാണ്. സുനു ജോർജ് ആണ് പ്രതിപക്ഷ നേതാവായി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, ഈ ഒരു 5 വർഷ കാലഘട്ടം പഞ്ചായത്തിന്റെ വികസനം എന്തൊക്കെ നേടിയെടുത്തു എന്നാണ് നമ്മുടെ അടുത്ത് പ്രസിഡന്റ് പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു പ്രതിപക്ഷത്തിന്റെ
എനിക്ക് തോന്നുന്നു ഈ സംസ്ഥാനത്ത് തന്നെ ദയനീയമായ ഒരു പ്രകടനം കാഴ്ചവെച്ച ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് ഈ ഭരണസമിതി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം ഈ 5 വർഷം കൊണ്ട് എത്ര കോടി രൂപയാണ് ലാപ്സാക്കി കളഞ്ഞതെന്നുള്ളത് കൃത്യമായ കണക്കുകൾ ഓഡിറ്റ് റിപ്പോർട്ട് എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. റോഡ് മെയിൻ്റനൻസ് ഗ്രാൻഡ് ഇനത്തിലും നോൺ റോഡ് മെയിൻ്റനൻസ് ഗ്രാൻഡ് ഇനത്തിലും ഫിനാൻസ് കമ്മീഷൻ ഗ്രാൻഡിൻ്റെ ബേസിക്കും ടൈഡ് ഫണ്ട് ഇനത്തിലും അതുപോലെ തന്നെ നോൺ റോഡ് വിഭാഗത്തിലും അടക്കം പട്ടികജാതി ക്ഷേമ ഫണ്ടുകൾ വിനിയോഗിക്കുന്ന കാര്യത്തിലും പട്ടികവർഗ ക്ഷേമ ഫണ്ടുകൾ വിനിയോഗിക്കുന്ന കാര്യത്തിലും അതുപോലെ തന്നെ MGNREGയുടെ പദ്ധതി ചെലവഴിക്കുന്ന കാര്യത്തിലുമൊക്കെ ഒരു കാലഘട്ടത്തിൽ MGNREGയുടെ പദ്ധതി നമുക്കറിയാം, ഈ ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിലെ ഏറ്റവും മികച്ച രീതിയിൽ പ്രകടനം നടത്തിയിരുന്ന ഒരു പഞ്ചായത്തായിരുന്നു മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത്. നമ്മളെക്കാൾ വളരെ വാർഡുകൾ കുറവുള്ള, ജനസംഖ്യ കുറവുള്ള കടപ്പളാമറ്റം പോലെ അല്ലെങ്കിൽ മറ്റ് ചെറിയ പഞ്ചായത്തുകൾ നമ്മളെക്കാൾ വലിയ മികച്ച പ്രകടനം കാഴ്ചവെച്ചപ്പോൾ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പോലും ദയനീയമായ രീതിയിൽ പ്രകടനം നടത്തിയ ഒരു പഞ്ചായത്തായി മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് മാറിയിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് കോടിക്കണക്കിന് രൂപയുടെ കണക്കൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. 47 കോടി, 11 കോടിയുടെ ഓൺ ഫണ്ട് ജനറൽ. ഞാൻ വളരെ വിനയാനിതമായി ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഏതെങ്കിലും ഒരു നൂതനമായ ഒരു പദ്ധതി ജനങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമായി ചെയ്തു എന്ന് പറയാൻ കഴിയുന്ന ഏതെങ്കിലും ഒരു പദ്ധതി ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ എന്ന് വളരെ ആത്മാർത്ഥതയോടെ ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നമ്മൾ സംസാരിക്കുന്ന നമ്മുടെ കുറുപ്പന്തറയിലെ നമ്മുടെ ഓഫീസ് സമുച്ചയം അനക്സ് 1, ആ പേരിടുവാനുള്ള കാരണം MLAയുടെ ആസ്തി വികസന ഫണ്ട് പഞ്ചായത്തിൻ്റെ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സാങ്കേതികപരമായ ഒരു പ്രശ്നം കണക്കിലെടുത്തുകൊണ്ടാണ് MLAയുടെ ആസ്തി വികസന ഫണ്ട് 2019-20 കാലഘട്ടത്തിൽ 18-19 കാലഘട്ടത്തിൽ 1 കോടി രൂപ അദ്ദേഹം MLA മോൻസ് ജോസഫ് അനുവദിക്കുകയും ആ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകദേശം 70-75% പൂർത്തീകരിച്ച ആ ഓഫീസ് സമുച്ചയം ഇന്ന് നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. വേറെ എങ്ങോട്ടും ദൂരെ പോകേണ്ട കാര്യമില്ല. ഇതുവരെ ജനങ്ങൾക്ക് സമർപ്പിക്കാൻ ഈ ഭരണസമിതി കഴിഞ്ഞിട്ടില്ല. കാരണം പഞ്ചായത്തിന്റെ ആസ്തിയിൽപ്പെട്ട സ്ഥലത്താണ് ആ ബിൽഡിംഗ് പണിയുന്നത്. ഇപ്പോൾ ഞങ്ങൾ UDFന്റെ നേതൃത്വം ശക്തമായി ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം, കാരണം ഇവര് അധികാരത്തിലേറ്റിയത് 2020-21 കാലഘട്ടം മുതൽ അതിന്റെ യാതൊരുവിധ ഒരു പുതിയതായി എന്തെങ്കിലും പ്രവർത്തിയില്ല. യഥാർത്ഥത്തിൽ നമുക്കത് 75% പണി പൂർത്തീകരിച്ചപ്പോൾ ബുദ്ധിപരമായി ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, അത് പരസ്യ ലേലം കൊടുത്തിരുന്നെങ്കിൽ, പരസ്യ ലേലത്തിന് വിധേയമാക്കിയിരുന്നെങ്കിൽ ആ യഥാർത്ഥത്തിൽ ആ ഓഫീസ് സമുച്ചയം മറ്റുള്ള ആളുകൾ വന്ന് അത് വാടകയ്ക്കെടുത്ത് കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. ഇപ്പോൾ പറയുന്ന ഒരു സാങ്കേതികപരമായി ഇവർ ഉന്നയിക്കാൻ പോകുന്ന കാര്യം MLA പഞ്ചായത്തിലേക്ക് വിട്ടു തന്നില്ല. അതൊരു സാങ്കേതികപരമായി പറയുന്ന കാര്യം. MLA വിട്ടുതരുന്നതിന് അന്നേ തയ്യാറായിരുന്നു. കാരണം പഞ്ചായത്തിന്റെ ആസ്തിയിൽപ്പെട്ട ഒരു ബിൽഡിംഗ് പണിയുന്നതിന് MLA വിട്ടുതരേണ്ട കാര്യമൊന്നും അതിനകത്തില്ല. അത് നമ്മൾ MLA ആയാലും MP ആയാലും ഫണ്ടുകൾ അനുവദിക്കുന്ന ആളുകളോട് നമ്മൾ പോയി പറഞ്ഞ് ഫണ്ടുകൾ അനുവദിപ്പിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് യഥാസമയം ജനങ്ങൾക്ക്, പൊതുജനങ്ങൾക്ക് തുറന്നു കൊടുക്കേണ്ട ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു പഞ്ചായത്ത് ഭരണസമിതിയുടെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ അത് കൃത്യമായ ഒരു അലംഭാവം അതിനകത്തുണ്ടായി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ ഞങ്ങൾ UDF നേതൃത്വം ഇടപെട്ട് 70 ലക്ഷം രൂപ കൂടി MLA അനുവദിക്കുകയും ആ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ ഇപ്പോൾ പൂർത്തീകരിക്കുകയാണ്. അപ്പോൾ അത് തന്നെ ചെറിയൊരു ഉദാഹരണം. ഇതുപോലെ തന്നെയാണ് നമുക്ക് ആ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ പുറകിൽ ഏതാണ്ട് 110 വർഷം പഴക്കമുള്ള നമ്മുടെ കുറുപ്പന്തറ മത്സ്യ മാർക്കറ്റ്. കുറുപ്പന്തറ മത്സ്യ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു മത്സ്യ മാർക്കറ്റാണ്. ഈ കുറുപ്പന്തറ കടവ് പണ്ട് നമ്മുടെ അത്രയും ഗതാഗത സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ കോട്ടയം മാർക്കറ്റ് കഴിഞ്ഞാൽ ഏറ്റവും ചരിത്ര പ്രാധാന്യമുള്ള കുറുപ്പന്തറ മത്സ്യ മാർക്കറ്റിന്റെ അവസ്ഥ നിങ്ങൾ പോയി പരിശോധിക്കണം. ഇന്ന് വേസ്റ്റ് കൂമ്പാരമാക്കി നമ്മുടെ കുറുപ്പന്തറ മത്സ്യ മാർക്കറ്റ് മാറ്റിയിരിക്കുക. ഇവിടുന്ന് സംഭരിക്കുന്ന വേസ്റ്റുകൾ മുഴുവൻ നിർമ്മാർജ്ജനം ചെയ്യുന്ന, സംഭരിക്കുന്ന ഒരു കേന്ദ്രമാക്കി നമ്മുടെ മത്സ്യ മാർക്കറ്റ് മാറ്റിയിരിക്കുക. അതുപോലെ തന്നെ ഇപ്പം നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് നാഷണൽ അവാർഡ് കിട്ടിയത് എനിക്ക് വളരെ സന്തോഷം തോന്നി. ആ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഈ ഭരണസമിതിയുടെ കാലത്ത് എന്താണ് പുതുതായി ചെയ്തത് എന്ന് എനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. ആ കുടുംബാരോഗ്യ കേന്ദ്രം ഇന്ന് കാണുന്ന അവസ്ഥയിൽ വളരെ മനോഹരമായി പണി കഴിപ്പിച്ചത് UDF ഭരണസമിതികളുടെ തുടർച്ചയായിട്ടുള്ള ഒരു മുന്നേറ്റമായിരുന്നു. ആ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ യഥാർത്ഥത്തിൽ ഈ ഭരണസമിതി ഒരു ഉപകാരം ചെയ്തിട്ടുണ്ട്. ആളുകൾക്ക് ഉപകാരം എന്താണ്? OP ടിക്കറ്റ് 5 രൂപയായിരുന്നു 10 രൂപയാക്കി വർദ്ധിപ്പിച്ചു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അവിടെ ഉച്ചയ്ക്ക് വൈകുന്നേരം 6 മണി വരെ OP സമയമുണ്ടായിരുന്നു. UDF ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ചെന്നാൽ വൈകുന്നേരം 6 മണി വരെ ഡോക്ടർ ഉണ്ടായിരുന്നു. കോവിഡ് കാലം മുതലുള്ള കാര്യം ഞാൻ പറയുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ അവിടെ ചെന്നാൽ 1:30-2 മണിക്ക്
ചെന്നാൽ പോലും അവിടെ ഡോക്ടർമാരില്ല. ജീവൻ രക്ഷാമരുന്നുകൾ, വില കൂടിയ ജീവൻ രക്ഷാമരുന്നുകൾ അവിടെ ലഭ്യമാകുന്നില്ല. ഇപ്പൊ പഞ്ചായത്തിലെ ഓൺ ഫണ്ട് അത്യാവശ്യം ഉള്ളത് കൊണ്ട് നമ്മൾ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുന്നു എന്നുള്ളതല്ലാതെ കേരള മെഡിക്കൽ കോർപ്പറേഷനിൽ നിന്ന് ജീവൻ രക്ഷ വില കൂടിയ മരുന്നുകളൊന്നും നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമാകുന്നില്ല. ഇന്ന് കാണുന്ന ഡിജിറ്റൽ സേവനങ്ങൾ ഉൾപ്പെടെ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ലഭ്യമാക്കിയത് UDF-ന്റെ ഭരണസമിതിയുടെ കാലത്താണ്. അതിനപ്പുറത്തേക്ക് പുതിയതായി ഒരു കാര്യവും ആകെ നമ്മൾ അവിടെ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ പറയാൻ പോകുന്നത് അവിടെ ഒന്ന് പെയിന്റ് അടിച്ചു അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമായിരിക്കും പറയാനുള്ള കാര്യങ്ങൾ. ഈ കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെട്ട് ഈ നാഷണൽ അവാർഡ് കിട്ടാനുള്ള കാരണക്കാരെന്ന് പറയുന്നത് UDF-ന്റെ ഭരണസമിതിയുടെ കാലത്ത് ചെയ്തു വെച്ച പ്രവർത്തനങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ്. അതാണ് 2021-22 ഇതിന് നാഷണൽ അവാർഡ് കിട്ടാനുള്ള കാരണം. കാരണം ഇത് 2018-19 19-20 പ്രവർത്തന മികവ് കണക്കിലെടുത്താണ് ഇതിനെ നാഷണൽ അവാർഡ് കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെ നമ്മുടെ പഞ്ചായത്ത് ഓഫീസുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിൽ പണ്ട് വന്നു പോകുന്ന ആളുകൾക്കറിയാം നനഞ്ഞൊലിച്ചിരുന്ന ഒരു കാലഘട്ടം നമ്മുടെ പഞ്ചായത്ത് ഓഫീസിനുണ്ടായിരുന്നു. എന്നാൽ ആ പഞ്ചായത്ത് ഓഫീസ് ഇന്ന് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇരിക്കുന്ന ക്യാബിൻ ഉൾപ്പെടെ കൗൺസിൽ ഹാൾ ഉൾപ്പെടെ പഞ്ചായത്തിന്റെ കൗൺസിൽ ഹാൾ ഉൾപ്പെടെ പഞ്ചായത്ത് പ്രസിഡന്റ് ക്യാബിനും പഞ്ചായത്തിലെ ജീവനക്കാർ, സെക്രട്ടറി, ജയസ്, അസിസ്റ്റന്റ് സെക്രട്ടറി, മറ്റ് ജീവനക്കാര്, അതുപോലെ നമ്മുടെ സ്റ്റോർ റൂം അടക്കം ഇന്നിരിക്കുന്ന LSTD AEയുടെ ഓഫീസ് അടക്കം നമ്മുടെ കുടുംബശ്രീയുടെ ഓഫീസ് അടക്കം അതെല്ലാം വളരെ ആധുനിക രീതിയിൽ പണി കഴിപ്പിച്ച് ജനങ്ങൾക്ക് സമർപ്പിച്ചത് UDF-ന്റെ ഭരണസമിതി കാലത്താണ്. അതിന്റെ മേളിൽ ഇപ്പോൾ നമ്മൾ റൂഫ് ചെയ്ത് നമ്മൾ ഉദ്ദേശിച്ച UDF-ന്റെ ഭരണസമിതി അതിനകത്ത് ഉദ്ദേശിച്ചത് ഒരു മിനി AC കമ്മ്യൂണിറ്റി ഹാളായിരുന്നു. എന്തെങ്കിലും പുതുതായി ഒരു കാര്യം ഉൾപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോൾ അത് ACP വർക്ക് ചെയ്ത്, നമ്മുടെ കാലത്ത് ACP വർക്ക് ചെയ്തു, ആ റൂഫ് അങ്ങനെ നിൽക്കുകയാണ്. അതിനപ്പുറത്തേക്ക് ഈ പഞ്ചായത്ത് ഓഫീസിന്റെ കാര്യത്തിൽ പോലും പുതുതായി ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് അറിയാമല്ലോ, ഏറ്റവും പ്രധാനമായും ജനങ്ങൾ ആശ്രയിക്കുന്നതാണ് അംഗൻവാടികൾ. ഈ അംഗൻവാടികൾക്ക് ഒട്ടനവധി സ്ഥലങ്ങൾ നമുക്ക് വിട്ടുകിട്ടി. പ്രത്യേകിച്ച് ഇറിഗേഷനുമായി ബന്ധപ്പെട്ട് മൈനർ ഇറിഗേഷന്റെ നമ്മുടെ മൂവാറ്റുപുഴ വാലി ഇറിഗേഷന്റെ 2 സ്ഥലങ്ങൾ 2ാം വാർഡിലും 9ാം വാർഡിലും ഒക്കെയായി വിട്ടുകിട്ടിയിട്ട് ഇതുവരെ അതിന്റെ നിർമ്മാണ പ്രവൃത്തികൾ തുടങ്ങാൻ പോലും ഈ ഭരണസമിതി കഴിഞ്ഞിട്ടില്ല. ഞാൻ അഭിമാനപൂർവ്വം പറയുന്നു, മാറി മാറി വന്ന UDF-ന്റെ ഭരണസമിതിയുടെ കാലത്താണ് ഇവിടെ നമ്മുടെ മാഞ്ഞൂർ പഞ്ചായത്തിലെ നമ്മുടെ സ്ഥലങ്ങൾ വിട്ടു തന്നപ്പോൾ അതിനൊക്കെ ബിൽഡിംഗ് പണിത് മനോഹരമാക്കി തീർത്തത് നമ്മുടെ UDF-ന്റെ ഭരണസമിതിയുടെ കാലത്താണ്. ഇവരിപ്പോൾ വളരെ ശ്രമകരമായി പണിപ്പെട്ട് കഴിഞ്ഞ ദിവസം പുതിയ 19ാം വാർഡിൽ പഴയ 18ാം വാർഡിൽ ഒരു അംഗൻവാടി ഉദ്ഘാടനം ചെയ്ത വാർത്ത ഞാൻ പത്രങ്ങളിലൊക്കെ വായിച്ചു. വളരെ ഇപ്പോൾ നിന്ന് പ്രവൃത്തി ദിവസമാണ്. ഇപ്പൊ നമ്മൾ അങ്ങോട്ട് പോയാൽ അവിടെ കുട്ടികളുണ്ടോ? അംഗൻവാടി ഉദ്ഘാടനം ചെയ്താൽ അവിടെ കുഞ്ഞുങ്ങൾ വേണ്ടേ? ആ അംഗൻവാടിയുടെ ശാന്തി നിലയം അംഗൻവാടി ബഹുമാനപ്പെട്ട മണ്ണാറപ്പാറ പള്ളി ദേവാലയത്തിൽ നിന്നും 5 സെന്റ് സ്ഥലം സൗജന്യമായി വിട്ടു നൽകി. അവിടുത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛന്റെയും പള്ളി കമ്മിറ്റി അംഗങ്ങളുടെയും കൈക്കാരന്മാരുടെയും ഒക്കെ വലിയ പിന്തുണയും സഹായവും ആ കാര്യത്തിലുണ്ടായി. അവരുടെ വലിയ പിന്തുണയോടുകൂടി ആ 5 സെന്റ് സ്ഥലം സൗജന്യമായി വിട്ടു നൽകിയത് 5 വർഷം മുമ്പാണ്. അതായത് ഈ ഭരണസമിതിയുടെ കാലാവധി തുടങ്ങിയ സമയത്താണ്. അന്ന് മുതൽ തുടങ്ങി ഇന്ന് ഈ ഭരണസമിതിയുടെ കാലാവധി അവസാനിക്കാൻ 1 മാസം മാത്രം ശേഷിക്കെ അതിന് ഉദ്ഘാടന കർമ്മം നടത്തിയിട്ട് അവിടെ കുട്ടികളെ ഇന്ന് അവിടെ ഇരുത്താൻ പറ്റാത്ത സ്ഥിതിയാണ്. കാരണം സുരക്ഷിതമായ ചുറ്റുമതിലില്ല. അതുപോലെ തന്നെ കുടിവെള്ള സ്രോതസ്, എവിടെയാണ് അവിടെ കുടിവെള്ള സ്രോതസ് ഉള്ളത്? കുടിവെള്ള കിണർ അവിടെ കുത്തിയിട്ടില്ല. കുട്ടികള് ഏറ്റവും പിഞ്ചു കുഞ്ഞുങ്ങളാണ്. ആ പിഞ്ചു കുഞ്ഞുങ്ങൾ ഇതുപോലെ സുരക്ഷിതമല്ലാത്ത ഒരു ചുറ്റുമതിലുള്ള മേഖലയിൽ എങ്ങനെ കുട്ടികൾക്ക് അവിടെ മാതാപിതാക്കന്മാർ കുട്ടികളെ അങ്ങോട്ടേക്ക് പറഞ്ഞു അയക്കും? യാതൊരുവിധ തത്വദീക്ഷയുമില്ലാതെ സാങ്കേതികരമായ എൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ കഴിഞ്ഞ 5 വർഷം ഉണ്ടായിട്ടും ഈ പറഞ്ഞ കാര്യങ്ങളുടെ പണി പൂർത്തീകരിക്കാതെ ഓടിപ്പിടിച്ചൊരു ഉദ്ഘാടനം നടത്താൻ വേണ്ടി അത് ഉദ്ഘാടനം നടത്തി എന്നല്ലാതെ കുട്ടികളെ അംഗൻവാടിയുടെ പ്രവർത്തനങ്ങൾ ഇതുവരെ നടത്താൻ ഇന്നത്തെ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. ഒരു നിമിഷം, ഈ 5 വർഷത്തെ കാലഘട്ടത്തിൽ കാര്യമായ വികസനം നടത്താൻ സാധിച്ചില്ല എന്നാണ് അങ്ങ് പറയുന്നത്? 100% കാര്യമായെന്നല്ല, ഒരു വികസനവും നടത്താൻ കഴിഞ്ഞിട്ടില്ല. അങ്ങയിലേക്ക് തന്നെ തിരിച്ചു വരാം. അടുത്തതായി LDF പ്രതിനിധി ബെന്നി ജോസഫ്, അങ്ങ് എങ്ങനെയാണ് ഈ ഒരു 5 വർഷ കാലഘട്ടത്തെ നോക്കിക്കാണുന്നത്? പ്രിയപ്പെട്ടവരെ, ചുരുങ്ങിയ വാക്കുകൾ പറയാം. ഇവിടെ വികസനത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടുകൾ ഓരോ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും വ്യത്യസ്തമാണ്.
LDFിൻ്റെ വികസന കാഴ്ചപ്പാടല്ല UDFിൻ്റേത്, UDFിൻ്റെ കാഴ്ചപ്പാടല്ല BJPയുടേത്. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വെക്കുന്ന വികസന കാഴ്ചപ്പാട്, 1 രൂപയുടെ വികസനം നാട്ടിൽ നടത്തിയാൽ അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാവണം എന്ന വിശ്വാസത്തോടു കൂടിയാണ് ഓരോ പ്രവർത്തികളും ആസൂത്രണം ചെയ്യുന്നതും നടപ്പിലാക്കുന്നതും. അതിൻ്റെ ഭാഗമായി ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ചിലവഴിച്ച തുകയുടെ കണക്ക് പറഞ്ഞു. ഏതാണ്ട് 47 കോടി രൂപയും പ്ലസ് 11 കോടി രൂപയും 58 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടപ്പാക്കി. അതൊരു പബ്ലിക് ഡോക്യുമെൻ്റാണ്, ആർക്കും ചെന്ന് മനസ്സിലാക്കാവുന്നതും പഠിക്കാവുന്നതുമായിട്ടുള്ള കാര്യമാണ്. ഇവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോഴത്തേന് പറഞ്ഞു ഇതെല്ലാം ഞങ്ങളുടെ കാലത്ത് നടപ്പിലാക്കിയതാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ 58 കോടി രൂപ അനുവദിച്ചത് എന്തായാലും നിങ്ങളുടെ കാലത്തല്ലല്ലോ, UDF ഭരണസമിതിയുടെ കാലത്തല്ലല്ലോ ഈ 58 കോടി രൂപ അനുവദിച്ചു എന്നുള്ളത്. അത് മനസ്സിലാക്കണ്ടേ? ഇനി ഈ വികസന കാഴ്ചപ്പാട് സംബന്ധിച്ചുള്ള ഒരു വ്യത്യാസം ഞാൻ പറയാം. ഇപ്പം UDFിൻ്റെ ഭരണസമിതിയുടെ കാലത്ത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അടക്കം ഈ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇരുന്ന സമയത്താണ് 2.5 കോടി രൂപ മുടക്കി കുറുപ്പന്തറ കടവിൽ ഒരു കുളം കുത്തിയിരിക്കുന്നത്. പോയി കാണണ്ടേ ഈ നാട്, പോയി കാണണ്ടേ? ദൃശ്യ മാധ്യമ പ്രവർത്തകർ തയ്യാറാണെങ്കിൽ ഞങ്ങളുടെ ചെലവിൽ ഒരു 5 മിനിറ്റ് നടന്നാൽ പോയി കാണാവുന്നതാണ്. 2.5 കോടി രൂപ മുടക്കിയത് ഒരു പ്രയോജനവും ഇല്ല എന്നുള്ളത് മാത്രമല്ല, ഈ നാട്ടിലെ സകല മാലിന്യങ്ങളും ഒഴുകിക്കൂടാൻ പറ്റുന്ന തരത്തിലേക്ക് അത് മാറി. മാൻവട്ടത്ത് ഈ പഞ്ചായത്തിന്റെ അങ്ങേ അതിർത്തി, കല്ലറ പഞ്ചായത്തുമായി അതിർത്തി പങ്കിടുന്ന ഒരു സ്ഥലമുണ്ട് തച്ചേരിമുട്ട്. അവിടെ ഒരു പകൽ വീട് പണിത് വെച്ചിട്ടുണ്ട്. ഒരു പകൽ വീട് പ്രായമായ മനുഷ്യർക്ക് പോയി ഇരിക്കാനും വിശ്രമിക്കാനും ആനന്ദിക്കാനും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. കാട് പിടിച്ച് സാമൂഹ്യ വിരുദ്ധന്മാരുടെ താവളമായിട്ട് അത് മാറി. ഒരു മനുഷ്യൻ അങ്ങോട്ട് ചെല്ലുന്നുണ്ടോ? ഞാൻ പറഞ്ഞത് ഇതാണ് വ്യത്യസ്തമായ വികസന കാഴ്ചപ്പാടുകൾ. വ്യത്യസ്തമായ വികസന കാഴ്ചപ്പാടുകൾ ഇതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് അനുഭവവേദ്യമാവും. ഈ 2 ദിവസം മുൻപ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് പ്രഖ്യാപിച്ച സാമൂഹ്യക്ഷേമ നിലപാടുകൾ, നടപടികൾ മാത്രം കേട്ട പോരെ. ഈ മുന്നണിയുടെ വികസന കാഴ്ചപ്പാട് എന്താന്ന്? 35 ലക്ഷം വരുന്ന 30-നും 60-നും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് 1000 രൂപ വീതം വെച്ച് പെൻഷൻ കൊടുക്കാൻ കേരളത്തിലെ ആകെ ജനസംഖ്യയുടെ പകുതിയിലേറെ പേർക്ക് ഈ വികസനം കയ്യിലെത്തുകയാണ്. അതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാഴ്ചപ്പാട്. ഇവിടെ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എടുത്തു കാണിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഉണ്ടോ? കുറുപ്പന്തറ കവലയിൽ വില്ലേജ് ഓഫീസിന്റെ ഇപ്പുറം വരെ ഒന്ന് ചെല്ല്. അവിടെ ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന ഒരു സംഭവം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. സുനു ഒരു കാരണവശാലും അത് അവരുടേതാണെന്ന് അവകാശപ്പെട്ടില്ല. ഇവിടെ ഈ ഉയർത്തിക്കെട്ടിയിരിക്കുന്ന ഈ സാധനം, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, എത്ര ലക്ഷം രൂപ ഈ മാഞ്ഞൂർ പഞ്ചായത്തിന് ഇതിന്റെ വാടക ഇനത്തിൽ കിട്ടേണ്ടത് നഷ്ടപ്പെട്ടിട്ടുണ്ട്? എന്ന് തുടങ്ങിയതാണ് ഈ പദ്ധതി? ഇതെന്തെങ്കിലും അവസാനിക്കുമോ? എത്രയോ തവണ ഈ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി MLAയുടെ അടുക്ക പറഞ്ഞില്ല ഇത് വിട്ടുതാ, ഇതിന്റെ പണി പൂർത്തീകരിച്ച് ഈ നാടിന് സമർപ്പിക്ക്. ഇപ്പോഴും വിട്ടുകൊടുക്കുവോ? എന്താ വിട്ടുകൊടുക്കാത്തത്? അടുത്തെങ്ങാനും നിർഭാഗ്യവശാൽ UDFിന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ അന്നൊന്ന് ഉദ്ഘാടനം ചെയ്യണം. അതിനപ്പുറത്തേക്ക് വേറെ എന്തെങ്കിലും ഉണ്ടോ? ഇത് വിട്ടു തന്നു കഴിഞ്ഞാൽ എത്രയോ 2 വർഷം മുമ്പ് ഇതിന്റെ പണി പൂർത്തീകരിക്കുകയില്ലായിരുന്നോ? പൂർത്തീകരിച്ച് പഞ്ചായത്തിന് ഇതിന്റെ വരുമാനം, മാസ വാടക എന്ന നിലത്തിൽ എത്ര ലക്ഷം രൂപ കിട്ടേണ്ടതാ? ആ കിട്ടുന്ന പൈസ ഈ നാട്ടിലെ ഓരോ വികസന പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്നല്ലേ? ഇവിടെ SC/STയുടെ ഫണ്ട് ലാപ്സാക്കി എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷം, ശക്തമായ പ്രതിപക്ഷമല്ലേ ഈ പഞ്ചായത്തിൽ? ഒരു പരാതി ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിൽ കൊടുത്തിട്ടുണ്ടോ? ഒരു പരാതി കൊടുത്തിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു SC/ST വിഭാഗം ഈ പഞ്ചായത്തിന് മുന്നിൽ വന്ന് നിന്ന് 2 മുദ്രാവാക്യം വിളിച്ച ഒരു ചരിത്രമുണ്ടോ? ചുമ്മാ ഇവിടെ വന്ന് അങ്ങോട്ട് അത് പോയി ഇത് പോയി. എന്തിനാ അങ്ങനെ പറയുന്നേ? വികസനത്തെ സംബന്ധിച്ച് ഈ നാടിനൊരു കാഴ്ചപ്പാടുണ്ട്. മാഞ്ഞൂർ പഞ്ചായത്തിലെ ഏറ്റവും കുടിവെള്ളക്ഷാമം ഉള്ള പ്രദേശമാണ് മാഞ്ഞൂർ സൗത്ത്. എത്രയോ കാലമായി UDFിന്റെ നേതാക്കന്മാരാ ഭരിക്കുന്നത്. ഈ പഞ്ചായത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം ജെയ്നി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പർ 6 ലക്ഷം രൂപ ഒരു കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ആ വാർഡിൽ മാറ്റിവെച്ചു. ആ കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി മാറ്റിവെച്ച 6 ലക്ഷം രൂപ ബിനോയ് സക്കറിയ എന്ന് പറയുന്ന മറ്റൊരു കോൺഗ്രസിന്റെ പഞ്ചായത്ത് മെമ്പർ തട്ടിക്കൊണ്ടുപോയി. പറയും നിങ്ങൾ, ഇതാണ് വികസനത്തിന്റെ കാഴ്ചപ്പാട്? ഇങ്ങനെയാണോ ഈ നാട്ടിലെ വികസനത്തിന്റെ കാഴ്ചപ്പാട്? ഇതാണ് UDFും LDFും തമ്മിലുള്ള വ്യത്യാസം. ഇത് തിരിച്ചറിയാൻ ഈ നാട്ടുകാർ തയ്യാറായിട്ടുണ്ട്. എത്രയോ കുടിവെള്ള പദ്ധതികൾ ഇരവിമംഗലം മറ്റൊരു കുടിവെള്ളക്ഷാമമുള്ള പ്രദേശമല്ലായിരുന്നോ? അവിടെ തൊട്ട് മുൻപുണ്ടായിരുന്ന പഞ്ചായത്ത് മെമ്പർ UDF അല്ലേ? ഇതിനു മുൻപ് ആ വാർഡ് മുഴുവൻ ഭരിച്ചിട്ടുള്ളത് UDF അല്ലേ? ആ നാട്ടിലെ ജനങ്ങളുടെ കുടിവെള്ള പദ്ധതിക്ക് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി 1 അണ നയ പൈസ മാറ്റിവെക്കാൻ പറ്റിയോ?
അതിനു മുൻപ് ID ദേവസ്യ പഞ്ചായത്ത് മെമ്പറായിരുന്ന സമയത്ത് അവിടെ നാട്ടുകാരുടെ കുറെ പൈസ പിരിച്ചെടുത്തു. എവിടെയാണ് ആ പൈസ? എവിടെ പോയി ആ പൈസ? ഇപ്പൊ പുതിയ കുടിവെള്ള പദ്ധതി ഔപചാരികമായി തുടങ്ങാൻ പോകുന്നു. മേമുറി കുടിവെള്ള പദ്ധതി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് 5 വർഷം മുൻപ് പഞ്ചായത്ത് മെമ്പറായിരുന്ന വാർഡാണ്. അവിടെ കുടിവെള്ള പദ്ധതി, അവിടെ കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ഒരണ പൈസ ആ നാട്ടിലെ ജനങ്ങളുടെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ മാറ്റിവെക്കാൻ പറ്റിയോ? ഇപ്പോഴത്തെ LDFന്റെ പഞ്ചായത്ത് മെമ്പർ 47 ലക്ഷം രൂപ മാറ്റിവെച്ച് അവിടുത്തെ കുടിവെള്ള പദ്ധതി ആരംഭിച്ചു. ഈ 12ാം വാർഡിലെ കുടിവെള്ള പദ്ധതി ആരാ ഒരു മനുഷ്യൻ അംഗീകരിക്കുമായിരുന്നോ? തടസ്സങ്ങളല്ലായിരുന്നോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എല്ലാ തടസ്സങ്ങളെയും മാറ്റിക്കൊണ്ട് ആ കുടിവെള്ള പദ്ധതി ആരംഭിച്ചില്ലേ? ഇവിടെ പറഞ്ഞു, ഇപ്പൊ അംഗനവാടി തുടങ്ങിയതിനെ കുറിച്ച് പറഞ്ഞു. എന്താ പ്രശ്നം? അംഗനവാടി തുടങ്ങിയില്ലേ? 2 നിലയിലായിട്ട് മഹത്തായ കെട്ടിടം പണി പൂർത്തീകരിച്ചില്ലേ? കുട്ടികളെ ഷിഫ്റ്റ് ചെയ്യേണ്ടുന്ന സമയമാകുമ്പോഴത്തേക്ക് കുട്ടികളെ അങ്ങോട്ട് മാറ്റും, അവിടെ ഇരുത്തി പഠിപ്പിക്കും. അക്കാര്യത്തിൽ UDFന് ഒരു ആശങ്കയും വേണ്ട. അത് നടപ്പിലാക്കേണ്ടുന്നവർ അന്തസ്സോടുകൂടി ആ പരിപാടി നടപ്പിലാക്കും. അങ്ങയിലേക്ക് ഇനി തിരിച്ചു വരാം. UDF പ്രതിനിധി CM ജോർജിലേക്ക് കടക്കുകയാണ്. അങ്ങ് എങ്ങനെയാണ് ഈ ഒരു 5 വർഷ കാലഘട്ടത്തിലെ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ നോക്കിക്കാണുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഇവിടെ LDF ഭരണസമിതി കഴിഞ്ഞ 5 വർഷക്കാലത്തെ വികസന നേട്ടങ്ങളുമായി ബന്ധപ്പെട്ട ഒരു പരമ്പരയുടെ അല്ലെങ്കിൽ ഒരു വിശദമായ റിപ്പോർട്ട് ഇവിടെ സമർപ്പിക്കുകയുണ്ടായി. ബഹുമാനായ LDF പ്രതിനിധിയും അതുപോലെ തന്നെ ബഹുമാനായ പഞ്ചായത്ത് പ്രസിഡന്റും ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുകയുണ്ടായി. വസ്തുതയ്ക്ക് നിരക്കാത്ത നിലയിൽ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന നിലയിലേക്കുള്ള പ്രഖ്യാപനങ്ങളും പ്രസ്താവനകളുമാണ് അവർ നടത്തിയത്. ഇവിടെ ഞാൻ ഓർക്കുന്നു, വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഏത് പഞ്ചായത്ത് സമിതി അധികാരത്തിൽ വന്നാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സംസ്ഥാന സർക്കാർ കൊടുക്കുന്ന ഫണ്ട് ലഭിക്കും, പ്ലാൻ ഫണ്ടിലൂടെ ലഭിക്കുന്ന ഫണ്ട് ലഭിക്കും. അത് വെറുതെ ഇരുന്നാലും ലഭിക്കും. അതുപോലും ചെലവഴിക്കാൻ കഴിയാത്ത ദാരുണമായ ഒരവസ്ഥയിലേക്ക് എത്തിയ ഒരു പഞ്ചായത്ത് ഭരണസമിതി ആയിരുന്നു കഴിഞ്ഞ 5 വർഷക്കാലം മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൽ ഭരണം നടത്തിയിരുന്നത്. അതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ ഓർക്കുന്നു, ഇവിടെ വികസന പ്രവർത്തനങ്ങളിൽ ഇവിടെ പ്ലാൻ ഫണ്ടുമായി ബന്ധപ്പെട്ടാണെങ്കിലും റോഡ് മെയിൻ്റനൻസ് ഗ്രാൻഡ് ഇനത്തിലാണെങ്കിലും നോൺ റോഡ് മെയിൻ്റനൻസ് ഗ്രാൻഡ് ഇനത്തിലാണെങ്കിലും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ പ്ലാൻ ഫണ്ട് ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് ഇനത്തിലാണെങ്കിലും ലഭ്യമായ തുക പൂർണ്ണമായും വിനിയോഗിക്കാൻ ഈ പഞ്ചായത്ത് സമിതിക്ക് കഴിഞ്ഞിട്ടില്ല. മറിച്ച് ഈ പഞ്ചായത്തിൽ വികസനത്തിന്റെ അരാജകത്വവും അതോടൊപ്പം തന്നെ മുരടിപ്പും സൃഷ്ടിച്ചുകൊണ്ട് മുമ്പോട്ട് പോകാനാണ് ഈ പഞ്ചായത്ത് സമിതിക്ക് കഴിഞ്ഞത്. ഏത് വിഷയം വന്നാലും രാഷ്ട്രീയത്തിൽ മാത്രം കണ്ണു നട്ടുകൊണ്ട് നോക്കി കാണുന്ന ഒരു ഭരണസമിതി എന്നുള്ള നിലയിലേക്ക് ഈ പഞ്ചായത്ത് ഭരണസമിതി അധികാരത്തിലിരുന്ന് തരം താന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഞാൻ ഓർക്കുന്നു, ഇവിടെ ഓരോ കാര്യങ്ങൾ ഇവിടെ നോൺ റോഡ് മെയിൻ്റനൻസ് ഗ്രാൻഡ് ഇനത്തിൽ ലഭ്യമായ തുകയെ സംബന്ധിച്ച് പറയുകയുണ്ടായി. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ റോഡ് മെയിൻ്റനൻസ് ഗ്രാൻഡ് ലഭിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത്. അത് വിനിയോഗിക്കാൻ കഴിയാത്തത് നിമിത്തം ഈ പഞ്ചായത്തിലെ നിരവധിയായ ഗ്രാമീണ റോഡുകൾ ഇന്ന് പൊളിഞ്ഞ് തരിപ്പണമായി കിടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയണം. ഇവിടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ LDFന് കാഴ്ചപ്പാടുണ്ട് എന്ന് പറയുകയുണ്ടായി, UDFനും കാഴ്ചപ്പാടുണ്ട്. അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ആത്മാർത്ഥമായ ഒരു പരിശ്രമവും ഈ പഞ്ചായത്ത് സമിതിക്ക് നടത്താൻ കഴിഞ്ഞിട്ടില്ല. ഇവിടെ ആരോഗ്യ പരിപാലന രംഗത്തായിക്കൊള്ളട്ടെ, വിദ്യാഭ്യാസ രംഗത്തായിക്കൊള്ളട്ടെ, ഗ്രാമീണ റോഡുകളുടെ കാര്യത്തിലായിക്കോട്ടെ, അതുപോലെ തന്നെ ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകൾ പോലും നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് MP-യുടെയും MLA-യുടെയും ജില്ലാ ത്രിതല സമിതികളുടെ ഒക്കെ ഫണ്ട് ഉപയോഗിച്ചാണ്. ഈ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ ഇടുമ്പോഴും മിനിമാസ്റ്റ് ലൈറ്റുകൾ ഇടുമ്പോഴും പഞ്ചായത്ത് എഗ്രിമെന്റ് വെക്കാറുണ്ട്. ഇത് തുടർന്ന് അതിന്റെ മെയിൻ്റനൻസും പരിപാലനവും നടത്തിക്കൊള്ളാമെന്ന്. എത്ര സ്ട്രീറ്റ് ലൈറ്റ് നന്നാക്കാൻ ഈ പഞ്ചായത്ത് സമിതി കഴിഞ്ഞു. അതുകൊണ്ട് നിരവധിയായ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇന്നും കെട്ടുകിടക്കുന്നു എന്നുള്ള ദാരുണമായ അവസ്ഥ ഇന്ന് മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ കുറുപ്പന്തറ കടവിനെ സംബന്ധിച്ച് പരാമർശിക്കുകയുണ്ടായി. സ്നേഹിതരെ, നിങ്ങളൊന്ന് ഓർക്കണം, ഇവിടുത്തെ നിരവധിയായ രാഷ്ട്രീയ പാർട്ടികൾ, ഇവിടുത്തെ സർവ്വ രാഷ്ട്രീയ പാർട്ടികളുടെയും യോഗത്തിൽ വെച്ചെടുത്ത നിലപാടിന്റെ ഭാഗമായി തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ കുറുപ്പന്തറ കടവുകുളം നവീകരണം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്തു. അതിന് 3 കോടി രൂപ അനുവദിച്ച ഒരു സാഹചര്യം MLA ഇടപെട്ട് അനുവദിച്ചതാണ്. അതിൽ 45 ലക്ഷം രൂപ മാത്രം ആ കുളം നിർമ്മാണത്തിന്. എന്നിട്ടും വസ്തുതകൾക്ക് വിരുദ്ധമായി ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുക. നിരവധിയായ ആക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ഇവിടെ വിജിലൻസിനടക്കം പരാതി കൊടുത്തു. നിങ്ങളൊന്ന് ഓർക്കണം, കുറുപ്പന്തറ കടവുകുളത്തിന് ചുറ്റുമതിൽ കെട്ടുകയും കുളം നവീകരിക്കുകയും ചെയ്തതിന് പുറമെ ഓട്ടപ്പള്ളിപ്പാലം 12 മീറ്റർ വീതിയിലുള്ള ഓട്ടപ്പള്ളിപ്പാലം പണിയാൻ സാധിച്ചു. 7 പാടശേഖരങ്ങളുടെ പമ്പ് ഹൗസും നിരവധിയായ പാടശേഖരങ്ങളുടെ പുറംബണ്ടും അതുപോലെ തന്നെ മോട്ടോർ ഷെഡും മോട്ടറും അനുവദിക്കുന്നുള്ള സാഹചര്യം ഈ 2 കോടി 50 ലക്ഷം രൂപയ്ക്ക് ബഹുമാന MLA ഇടപെട്ട് നടത്തിയതാണ്. ഇവിടുത്തെ ഷോപ്പിംഗ് കോംപ്ലക്സുമായി ബന്ധപ്പെട്ട കാര്യം പറയുന്നു. ഇവിടുത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിനെ സംബന്ധിച്ചിടത്തോളം 1 കോടി രൂപയാണ് ആദ്യം MLA അനുവദിച്ചത്. അതിനുശേഷം വീണ്ടും ഇവിടുത്തെ ആളുകളുടെ നിവേദനത്തിന്റെ ഫലമായി 20 ലക്ഷം രൂപയും വീണ്ടും 50 ലക്ഷം രൂപ അനുവദിച്ച് 1 കോടി 70 ലക്ഷം രൂപ അനുവദിക്കുകയുണ്ടായി. ഇത് പൂർത്തീകരിച്ചെടുക്കുന്ന പഞ്ചായത്തിന്റെ ആസ്തിയാണ്. പഞ്ചായത്ത് അത് ചെയ്തു കഴിഞ്ഞാൽ പഞ്ചായത്തിനാണ് റവന്യൂ ഉണ്ടാകുന്നുള്ള യാഥാർത്ഥ്യം തിരിച്ചറിയാതെ രാഷ്ട്രീയമായ കണ്ണോടുകൂടി ഇതിനെ കണ്ടു എന്നുള്ളതുകൊണ്ട് പൂർത്തിക്ക് ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, വികസനത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി ഇതിനെ സമീപിക്കാൻ കഴിയുന്നു എന്നുള്ളതിന് പകരം ഇവിടെ രാഷ്ട്രീയത്തിൻ്റെതായ കണ്ണുകൊണ്ട് മാത്രം കാണുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇവിടെ ഉള്ളത്.
ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് നിരവധിയായ പദ്ധതികൾക്ക് രൂപം കൊടുക്കാൻ ബഹുമാൻ MLA കഴിഞ്ഞിട്ടുണ്ട്. അതടക്കം നിരവധിയായ പാലങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇവിടുത്തെ ഒരു വിദ്യാഭ്യാസ ഹൈടെക്കായി ഈ പഞ്ചായത്തിനെ മാറ്റാൻ കഴിഞ്ഞു. ഒരു ഹയർ സെക്കൻഡറി സ്കൂളും ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും അടക്കം 1.5 കോടി രൂപ ഉപയോഗിച്ച് മാഞ്ഞൂർ സൗത്ത് ഗവൺമെന്റ് ഹൈസ്കൂൾ പൂർത്തീകരിച്ചത് അടക്കമുള്ള നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നിയോജകമണ്ഡലത്തിൽ നടത്താൻ MLAക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട സംവാദമാണ് എന്നുള്ളത് അതിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നു. അങ്ങയിലേക്ക് തിരിച്ചു വരാം. അടുത്തത് BJP പ്രതിനിധി മാത്യു കൊട്ടാരമുണ്ട്. ഈ രണ്ട് പാർട്ടികളും LDF UDF പ്രതിനിധികൾ ഈ ഒരു 5 വർഷ കാലഘട്ടത്തിലെ വികസനങ്ങളും നേട്ടങ്ങളും കോട്ടങ്ങളും എല്ലാം നമ്മോട് ഇപ്പോൾ ചർച്ച ചെയ്തു. അങ്ങ് എങ്ങനെയാണ് ഒരു BJP പ്രതിനിധി എന്ന നിലയിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എല്ലാവർക്കും നമസ്കാരം. 962 ഒരു വേലപ്പൻ നായർ എന്ന അദ്ദേഹമാണ് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഈ പഞ്ചായത്തിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ LDF UDF മാറി മാറി ഈ പഞ്ചായത്ത് 63 വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ 5 വർഷത്തെ കാര്യം മാത്രമേ ഇവർ പറയുന്നുള്ളൂ. ഈ 63 വർഷം കൊണ്ട് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ള പൊതുവായ വികസനത്തെക്കുറിച്ച് ഇവരാരും പറയുന്നില്ല. കാരണം പറയാനൊന്നുമില്ല. ആകപ്പാടെ ഉണ്ടായിരുന്ന ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടായി, ഒരു ഈ 65 വർഷം കൊണ്ട് ഒരു വികസനവും ഉണ്ടായില്ല ഈ ഒരു മാഞ്ഞൂർ പഞ്ചായത്ത്. പറഞ്ഞോണ്ട് വരുന്നത് ഈ പറഞ്ഞോണ്ട് വരട്ടെ, പൂർത്തീകരിച്ചോട്ടെ. പറഞ്ഞു. നമ്മുടെ കുറുപ്പന്തറ കവലയിൽ ഒരു ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കി, ഒരു നല്ല കാര്യമായിട്ട് തന്നെ കാണുക. അവിടെ തർക്കങ്ങൾ വരിക, ബസ് സ്റ്റാൻഡ് പരിഹരിക്കാൻ, അവിടെ ബസ് കയറാൻ. ഈ 10 വർഷമായിട്ട് ഇവർക്കാർക്കും ഇതൊന്നും പരിഹരിക്കാൻ പറ്റില്ല. 10 അല്ല 25 വർഷത്തിന് മുമ്പ് ആ ബസ് സ്റ്റാൻഡിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതാണ്. അവിടെ ഒരു ബസ് കയറാൻ ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്. എന്നിട്ട് പോലും ഈ ബസ് സ്റ്റോപ്പുകൾക്കും ഹൈക്കോടതി ഉത്തരവുണ്ട്. ഇതൊന്ന് സമവായത്തോടൊന്ന് പരിഹരിച്ച് പൊതുജനങ്ങൾക്ക് ഒരു ഉപകാരപ്രദമാക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? 2 കൂട്ടർക്കും കഴിഞ്ഞിട്ടില്ല. ഇതിന് ഇവരെ പല ആരോപണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. റോഡ് മെയിൻ്റനൻസിൻ്റെ ഫണ്ടുകൾ ലാപ്സാക്കിയിട്ടുണ്ട് എല്ലാവരും. ഈ ലാപ്സാക്കിയ ഫണ്ട് ലാപ്സായി കഴിഞ്ഞാൽ ഇത്ര പെർസെൻറ്റേജ് ലാപ്സാക്കിയാൽ നേരത്തെ കിട്ടിയതേ കൂട്ട് 1 രൂപ പോലും കൂട്ടിക്കിട്ടുകയില്ല. പിന്നെയും ശതമാനം കുറച്ചേ കിട്ടുള്ളൂ എന്നുള്ളത് നാട്ടിലുള്ള എല്ലാവർക്കും അറിയാം. ആ ഫണ്ട് ലാപ്സാക്കി കളഞ്ഞിരിക്കുന്നത് എല്ലാവരും കൂടി തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ പോയിന്റുകൾ തന്നെ പറയാം. ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിതിരിക്കുന്നു. ഷോപ്പിംഗ് കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറുപ്പന്തറയിലെ വ്യാപാരികൾക്കറിയാം അവരുടെ കച്ചവടത്തിൻ്റെ വിഷമവും ബുദ്ധിമുട്ടും കച്ചവടത്തിൻ്റെ നിലവാരം കുറഞ്ഞതുമല്ല. ഇതിനു മുമ്പ് ഈ കെട്ടിടം പണി ആരംഭിച്ചപ്പോൾ തന്നെ ഒരു പ്രോജക്റ്റായിട്ട് ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിൽ ഒരു തിയേറ്റർ 1-ാം നിലയിൽ പണിയുകയും 200 സീറ്റുള്ള ഒരു തിയേറ്റർ 1-ാം നിലയിൽ പണിയണമെന്നും താഴെ അതിൻ്റെ പാർക്കിംഗ് സൗകര്യങ്ങളാകാമെന്നും ഈ നാട്ടിലേക്ക് 200 സീറ്റുള്ള തിയേറ്റർ, റിലീസിംഗ് തിയേറ്റർ തന്നെ KFD ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ പണിയുന്നതാണ്. അവർ പണിതിരുന്നെങ്കിൽ ഈ നാട്ടിൽ 800 പേര് എല്ലാ ദിവസവും കുറഞ്ഞത് ഇവിടെ വന്നു പോകുമായിരുന്നു. ഈ 800 പേരും വെറുതെ സിനിമ കണ്ടിട്ട് തന്നെ പോകില്ല. ഈ പ്രദേശത്ത് എന്തെങ്കിലും പർച്ചേസോ എന്തെങ്കിലും ചിലവഴിക്കോ സമയം ചിലവഴിച്ച് കാര്യങ്ങൾ നടക്കുമോ ഈ നാടിൻ്റെ വലിയ വികസനം നടക്കണ്ട. അത് ഇവരാരും അത് ഫോളോ ചെയ്തില്ല. ഇപ്പോഴും ആ അപേക്ഷ കിടപ്പുണ്ടായിരുന്നു. ഇതുപോലെ പണി വെക്കുന്നതിന് മുമ്പ് തന്നെ പ്രോജക്റ്റ് കൊടുത്തതാണ്. ഈ പ്രോജക്റ്റ് അനുസരിച്ച് ഇവരാരെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇപ്പോൾ ഉള്ളതിന് അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടി 5 വർഷത്തെ 10 വർഷത്തെ അവരുടെ കഴിഞ്ഞ ഭരണസമിതി ഇറങ്ങിപ്പോയപ്പോഴാണ് അവിടെ കല്ലിട്ടത്. അടുത്ത 5 വർഷം കഴിഞ്ഞ് പൂർത്തിയാകാറായപ്പോൾ ഈ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തൊന്നും 1 രൂപ പോലും നേട്ടം ഉണ്ടായിട്ടില്ല. പിന്നെ ഇവിടെ ഈ കഴിഞ്ഞ കോവിഡ് കാലത്താണ് നമ്മളിതിൻ്റെ ഭീകരാവസ്ഥ മനസ്സിലായത്. 60ഓളം ആളുകൾ മരണപ്പെട്ടവരുടെ ബോഡി ഈ പഞ്ചായത്തിന് പുറത്തുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുപോയി സംസ്കരിക്കേണ്ടി വന്നു. ഈ പഞ്ചായത്തിൽ ഒരു പൊതുശ്മശാനമുണ്ടോ? ഇപ്പോഴത്തെ കാലത്ത് ഈ പൊതുശ്മശാനം എന്ന് പറയുന്നത് അത്യാവശ്യകാരിയായിട്ട് വന്നിട്ടുണ്ട്. കാരണം ഇങ്ങനെയുള്ള ചില രോഗങ്ങൾ വരാം, മാറാരോഗങ്ങൾ വരാം. ഇവരെ കൊണ്ട് സംസ്കരിക്കാനുള്ള വേദിയുണ്ടോ? സ്ഥലമില്ല എന്ന് പറയാം. സ്ഥലം എടുത്തെന്ന് പറഞ്ഞു. ഇപ്പം പറഞ്ഞു 2.5 ഏക്കർ സ്ഥലം മറ്റേ കച്ചവടം ചെയ്യാൻ വന്നു. എന്തിനത്രയും സ്ഥലം? ഇപ്പോൾ ആധുനിക കാലത്തേക്ക് മണ്ണിൽ കുഴിച്ചിടുന്ന അവസ്ഥ മാറ്റി. നിങ്ങൾ ഗ്യാസിൻ്റെയും ഇലക്ട്രിക്കിൻ്റെയും ഉള്ള ക്രിമിനേഷൻ ഗ്രൂപ്പുകൾ ഉണ്ടാക്കുക. 2 കോടി രൂപയെങ്കിലും കേരള ഒരു ഗവൺമെൻറ് കൊടുത്തേനെ. അത് മേടിച്ചെടുക്കാൻ കഴിയാതെ സ്ഥലത്തിൻ്റെ വിലയും പറഞ്ഞിട്ട് എത്ര സെൻറ്റ് വേണമായിരുന്നു? 10 സെൻറ്റ് സ്ഥലം ഭൂമി മതി പരമാവധി ഈ വസ്തു ഈ രീതിയിലേക്കുള്ള ക്രിമിനേഷൻ തുടങ്ങിയാൽ അതിന് മുമ്പോട്ട് വളർന്നു വരുന്നിടത്ത് മുഴുവനും നമ്മൾ കൊണ്ടുപോയി മറവ് ചെയ്യുന്ന രീതിയല്ല. ആ രീതിയിലേക്ക് മാറ്റാനുള്ള ഒരു ക്രമീകരണം ചെയ്തിട്ടുണ്ടോ? പൊതുശ്മശാനമില്ല എന്നാണ് പറയുന്നത്. പിന്നെ വേറെ ഒരു വിഷയം, ഇപ്പം നമ്മുടെ ഒരു പൊതുവായിട്ടുള്ളൊരു കാണപ്പെടുന്ന സംഭവമാണെന്ന് പറഞ്ഞ ഒരു ബാത്റൂം പൊതു ടോയ്ലറ്റ് അവിടെ കുറുപ്പന്തറ കവലയിൽ പണിതിട്ടുണ്ട്. 250 സ്ക്വയർ ഫീറ്റിന് 15 ലക്ഷം രൂപ. ആലോചിച്ച് നോക്കി. ഇറ്റാലിയൻ മാർബിളിട്ട് പണിതാണോ? നമ്മൾ 400 സ്ക്വയർ ഫീറ്റുള്ളതിന് 4 ലക്ഷം രൂപ 5 ലക്ഷം രൂപ പരമാവധി സർക്കാർ കൊടുക്കുന്നത്. ഈ 250 സ്ക്വയർ ഫീറ്റിലെ ഒരു ടോയ്ലറ്റിൽ അപ്പോൾ 2 ലക്ഷവും 3 ലക്ഷം രൂപയുള്ള ടോയ്ലറ്റുകൾ വേണം അതിനകത്ത് വെക്കാൻ. അങ്ങനെയാണെങ്കിൽ അതൊന്നുമില്ലാതെ 15 ലക്ഷം രൂപ ചിലവാക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര് വിശ്വസിക്കും? ഈ ഫണ്ട് എങ്ങനെ ഇത്രയും വലിയ തുകയ്ക്കാണോ അതൊക്കെ ടെൻഡർ കൊടുത്തത്? അതിൻ്റെ ആ സൗകര്യങ്ങൾ പോയി കാണട്ടെ എല്ലാവരും.
ഇത്രയേ ഉള്ളൂ. 15 ലക്ഷം രൂപ മുടക്കിയാൽ ഒരു വീട് പണിയാം നല്ല ഭേദപ്പെട്ട രീതിയിൽ. ഈ പൊതുവായ കാര്യങ്ങൾ പൊതുവായിട്ടുള്ളത് ഈ 5 വർഷത്തിനിടയിൽ ഒന്ന് കണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ അതുപോലെ പൊതുജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, മുമ്പോട്ട് ഉപകാരപ്പെടുന്ന, ഭാവിയിലേക്ക് ഉപകാരപ്പെടുന്ന എന്ത് പ്രവർത്തികളാണ് ഇവർ രണ്ടു കൂട്ടരും ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളത്? ഈ വ്യാപാര സമുച്ചയം ഇവിടെ കാണുന്ന കെട്ടിടം എന്നൊക്കെ പറഞ്ഞാൽ സ്വകാര്യ വ്യക്തികളുടെയാ, അവർ പണിത് വെച്ചിരിക്കുന്നതാ. ആശുപത്രിയിൽ ഇപ്പോൾ എന്തോ കൺസ്ട്രക്ഷൻ നടക്കുന്നു പറഞ്ഞു. ആശുപത്രിയിൽ ഞങ്ങൾ വർഷങ്ങൾക്ക് മുമ്പേ ആളുകൾ ആവശ്യപ്പെടുന്നതാണ് അവിടെ ഒരു IP യൂണിറ്റ് തുടങ്ങാൻ. IP യൂണിറ്റ് കുറവനെങ്ങാണ്ടെന്നോ എത്ര രോഗികളെ കൊണ്ടാക്കാൻ പറ്റും? മാഞ്ഞൂർ പഞ്ചായത്തിലെ രോഗികളെ കൊണ്ട് അവിടെ കിടത്താൻ പറ്റുമോ? ഇവിടെ ഒരു കെട്ടിടം, ഒരു 3 നില കെട്ടിടത്തിന് വരെ സാധ്യതയുള്ള ഒരു സ്ഥല സൗകര്യം കയ്യിലുള്ളപ്പം 3 ഡോക്ടർമാർ വരെയുള്ള കേന്ദ്രങ്ങൾ വേറെ ഉണ്ടെന്ന് പറയുന്നു. ഇവിടെ ഒരു പീഡിയാട്രിക് സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആരംഭിക്കാൻ പറ്റായിരുന്നോ? കുട്ടികളെ മാത്രം കിടത്തി ചികിത്സിക്കാൻ, ഒരു 40-50 കുട്ടികളെ കിടത്തി ചികിത്സിപ്പിക്കാം. അതിന് ആ പീഡിയാട്രിക് സ്പെഷ്യാലിസ്റ്റ് ഡോക്ടറെ ഒരു ആരംഭമാക്കി വെക്കുക, മറ്റു ഡോക്ടർ വന്നിട്ട് പോട്ടെ. ഇതെല്ലാം ചെയ്യാതെ എന്തെല്ലാം സൗകര്യങ്ങൾ ഇവിടെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാമായിരുന്നു. പിന്നെ ഈ വന്ന കാര്യങ്ങൾ മുഴുവൻ കോടിക്കണക്കിന് രൂപയുടെ കാര്യം പറഞ്ഞു. 2 കോടി 16 ലക്ഷം രൂപയോളം കേന്ദ്ര സർക്കാർ ഒരു വർഷം തന്നെ ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. ഈ തൊഴിലുറപ്പുകാർക്ക് കൊടുക്കാനും, കിണർ നിറയ്ക്കാനും, കോഴിക്കൂട് പണിയാനും, ആട്ടുംകൂട് പണിയാനും ഒക്കെ. ആ കൊടുത്തതെല്ലാം ഇവിടുത്തെ ഫണ്ടുകൾ കളക്ട് ചെയ്തിട്ടാണോ? അല്ല, അത് കേന്ദ്ര ഗവൺമെൻറ് ഇങ്ങോട്ട് കൊടുത്തിരിക്കുന്ന ഫണ്ടാണ്. എല്ലാ പഞ്ചായത്തിനും കൊടുക്കും കേട്ടോ. ആ കൊടുക്കുന്നത് ഉപയോഗിക്കുന്നത് എങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന ലിസ്റ്റ് നമ്മുടെ വിവരാവകാശത്തിൽ കിടപ്പുണ്ട്, കൊടുത്തവരുടെ പേരുമുണ്ട്. അതിനൊന്നും അവകാശം ഇവരാരും കൈപ്പറ്റണ്ട. ഈ 2 കോടി രൂപയുടെ 24 കഴിഞ്ഞ മാർച്ച് 31 വരെ വന്നിരിക്കുന്ന പൈസയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്തിരിക്കുന്ന ഫണ്ട് തന്നെയാണ്. അല്ലെന്ന് പറയട്ടെ, കാരണം കിടപ്പുണ്ട്. അപ്പൊ ഈ ഇത്രയും നാളും ലഭിച്ച ഈ ഒരു 5 വർഷം കൊണ്ട് ലഭിച്ച ഫണ്ടുകളൊന്നും കാര്യക്ഷമമായ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാൻ സാധിച്ചില്ല എന്നാണ് അങ്ങ് പറയുന്നത്. അങ്ങനെയല്ല, അതിന്റെ അവകാശം ഫണ്ട് ഉപയോഗിച്ചതിനകത്ത് വ്യക്തികൾക്കും സ്വാതന്ത്ര്യം അവരുടെ വ്യക്തികൾക്കും അങ്ങോട്ട് ഉണ്ടാകാമല്ലോ. ആ ഫണ്ടുകൾ കേന്ദ്ര ഗവൺമെന്റ് ഇങ്ങോട്ട് കൊടുത്തിരിക്കുന്ന ഫണ്ടുകളുണ്ട്. ഓക്കെ അങ്ങയിലേക്ക് തിരിച്ചു വരാം. അടുത്തതായി ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രതിനിധി നമ്മോടൊപ്പം ചേരുന്നുണ്ട്, സിജു ജോസഫ്. അങ്ങ് എങ്ങനെയാണ് ഈ ഒരു 5 വർഷ കാലഘട്ടത്തെ നോക്കിക്കാണുന്നത്? എല്ലാവർക്കും നമസ്കാരം. അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു, കാക്കുകുത്തി കടലിട്ടു. ഇപ്പോൾ ഇത്ര നേരം ഇവിടെ ഇരുന്ന് പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ ഇരുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യുമെന്റ്സ് വരുന്നുണ്ട്. നമ്മുടെ മാഞ്ഞൂർ പഞ്ചായത്തിന് ഏകദേശം 100-ലധികം വർഷത്തെ പാരമ്പര്യമുള്ള ഒരു പഞ്ചായത്ത്. ഒരുപക്ഷെ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല മാർക്കറ്റുകളുടെ നല്ല ഒരു കോർഡിനേഷനും, അതുപോലെ തന്നെ ഏറ്റവും നല്ല വികസന സാധ്യതയുള്ളതും, അതുപോലെ ഏറ്റവും നല്ല ട്രാൻസ്പോർട്ട് ഫെസിലിറ്റീസ് ഒരുക്കാവുന്നതുമായ നമ്മുടെ മാഞ്ഞൂർ പഞ്ചായത്തിനെ ഇന്ന് മാവേലിനെ പാതാളത്തിലേക്ക് ചവിട്ടി താത്തിയതുപോലെ തന്നെ മാഞ്ഞൂരിൻ്റെ വികസനത്തെ മുഴുവൻ പാതാളത്തിലേക്ക് ചവിട്ടി താത്തിയ രാഷ്ട്രീയ നേതൃത്വങ്ങൾ തന്നെയാണ് ഇവിടെയുള്ളത്. ഇപ്പോൾ ഇവിടെ തന്നെ ഓരോരുത്തരെന്ന് പറഞ്ഞു ഇത്ര അവർ നഷ്ടപ്പെടുത്തി, ഇവർ നഷ്ടപ്പെട്ടു. ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യമുണ്ട്. ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ഇത് ജനങ്ങളുടെ നികുതി പണമാണ്. ഇത് ജനങ്ങളുടെ വികസനത്തിന് അല്ലെങ്കിൽ പൊതുവികസനത്തിന് വേണ്ടി, ജനങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട ഫണ്ടാണ്. അതിനുവേണ്ടി നമ്മൾ ഇടതുപക്ഷവും വലതുപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളുടെ ഫണ്ട് നിങ്ങളുടെ ഫണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ജനങ്ങൾക്ക് എന്ത് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ഒരു ഭരണക്രമത്തിലെ അല്ലെങ്കിൽ നമ്മൾ ഒരു ഭരണ സംവിധാനത്തെ നിലനിർത്തിക്കൊണ്ട് വരുമ്പോൾ അവിടെ നിന്നും ഉണ്ടാവേണ്ടത്. അതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിയുന്നുണ്ടോ? നിങ്ങൾ വ്യക്തമായിട്ട് പറയണം. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളികളോ അല്ലെങ്കിൽ ഓരോ വിഷയത്തെ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതിൻ്റെ ലാഭനഷ്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ തോന്നില്ല, നമ്മുടെ ആരോഗ്യമേഖല തന്നെ നമുക്ക് തുടങ്ങാം. നമ്മുടെ കുറുപ്പന്തറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് 10 ബെഡുകൾ അടങ്ങുന്ന കിടത്തി ചികിത്സയ്ക്കുള്ള സൗകര്യം അനുവദിച്ചതുകൊണ്ട് നമ്മുടെ ആരോഗ്യമന്ത്രി നമുക്കിവിടെ അനുവാദം കൊടുത്തതാണ്, ഇവിടെ അനുവദിച്ചതാണ്. എന്നിട്ട് ഇന്നേ വരെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു അടിസ്ഥാന സൗകര്യം ഒരുക്കാൻ വേണ്ടി നമ്മുടെ മാറി വന്ന ഭരണ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇതല്ലേ ആദ്യമേ നിങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കേണ്ടത്? അതിന് നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? ഇപ്പോഴും നമ്മുടെ ഓരോ ഫണ്ട് നമുക്കറിയാം. ഈ അടുത്ത പ്രദേശത്തുള്ളതിൽ ഏറ്റവും നല്ല വിശാലമായ കെട്ടിടം പണിതുകൊണ്ടുള്ള ഏറ്റവും നല്ല സ്ഥല സൗകര്യമുള്ള ഒരു ആശുപത്രിയാണ് നമ്മുടെ മാഞ്ഞൂർ പഞ്ചായത്ത്. പക്ഷെ ഇപ്പോൾ അവിടെ എന്നാ ചെയ്യുന്നത്? പണ്ട് കാലത്ത് സിമിത്തേരികളിൽ കല്ലറ പണിത് വയ്ക്കുമ്പോൾ അതിലെ ഓരോ കക്കൂസായും ഓരോരോ രീതിയിലായിട്ടും പണിതുകൊണ്ടുണ്ട്. അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളെ നശിപ്പിക്കാനുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രമല്ലേ നടത്തുന്നുള്ളൂ. ഇതിന് നിങ്ങൾക്ക് 2 പേർക്ക് ഉത്തരവുണ്ടോ? പറയണം. പിന്നെ രണ്ടാമത്, ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമ്മുടെ റോഡുകൾ, ഏതെങ്കിലും ഒരു റോഡുകൾ ഒരു കാൽനട യാത്രക്കാരൻ, ഒരു കൊച്ചുകുട്ടികൾക്കൊന്ന് മനസമാധാനത്തോടു കൂടി നടക്കാൻ പറ്റുന്ന സ്റ്റേജ് ഉണ്ടോ എന്ന്? ഏതെങ്കിലും റോഡുണ്ടോ? നിങ്ങളൊന്ന് പറയണം. അപ്പോൾ ഇതിനൊന്നും നിത്യേനയുള്ള വിഷയങ്ങളിലൊന്നും നിങ്ങൾ പറയാതെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ ചെയ്തു ഇവർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ജനങ്ങളെ കബളിപ്പിക്കാനായിട്ട് ഇനി നിങ്ങൾ നോക്കരുത്. അതിനുള്ളൊരു ബദൽ സംവിധാനമാണ് ഇവിടെ ആം ആദ്മി പാർട്ടി നമുക്കിവിടെ കൊണ്ടുവന്നിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കുറുപ്പന്തറ കടവിലെ കാര്യം പറയുന്നു, കോടികൾ ചെലവാക്കുന്ന ഒരു കൂട്ടർ പറയുന്നു, ഇല്ലാന്ന് വേറൊരു കൂട്ടർ പറയുന്നു.
ആ കുളം ഉണ്ടാക്കിയത് കൊണ്ട് നവീകരിച്ചുകൊണ്ട് ഇന്ന് ഇവിടുത്തെ ജനങ്ങൾക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ വെള്ളക്കെട്ടിനോ എന്തെങ്കിലും ₹1 ഉപകാരം കിട്ടുന്ന ഒരു പദ്ധതിയായിട്ട് നിങ്ങൾക്ക് അതിന് വിശേഷിപ്പിക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ ഇവിടെ ചെലവാക്കിയ കണക്ക് മാത്രം പറഞ്ഞാൽ പോരാ, അതുകൊണ്ട് ജനങ്ങൾക്ക് മുമ്പിൽ എന്ത് ഉപകാരം കിട്ടിയെന്ന് ജനങ്ങളെ ചൂണ്ടിക്കാണിക്കാണ്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? നിങ്ങളെ വെല്ലുവിളിച്ച് ഞാൻ ചോദിക്കണോ, രണ്ട് പക്ഷത്തോടും കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? പിന്നെ നമുക്ക് അവിടെ ഉണ്ട് ജനപ്രതിനിധികളുണ്ട്, ഞാൻ അവരെ കുറ്റം പറയുകയല്ല. പക്ഷെ പഞ്ചായത്തിന്റെ കോമ്പൗണ്ട് വിട്ട് ഇറങ്ങിപ്പോകാനായിട്ട് മനസ്സിലാത്ത കുറെ ജനപ്രതിനിധികളുണ്ട്. അവർ തന്നെയാണ് ഈ നാടിന്റെ ശാവെന്ന് ഉറക്കെ പറയേണ്ടി വരും. കാരണം 5-10 വർഷം അവരുടെ ജനപ്രതിനിധിയായിട്ടിരിക്കുമ്പോൾ ഈ 10 വർഷം കൊണ്ട് അവരുടെ കാഴ്ചപ്പാടുകളും അവർക്ക് ഈ നാടിന് വേണ്ടി വികസന സങ്കല്പങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് നടപ്പാക്കാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ അവരവിടുന്ന് ഇറങ്ങിപ്പോണം. അതല്ലേ വേണ്ടത്? കാരണം നിങ്ങൾക്കില്ലാത്ത ഐഡിയകളും അല്ലെങ്കിൽ വികസന കാഴ്ചപ്പാടുകളുള്ള മറ്റു യൂത്തുകൾ കയറി വരട്ടെ നമ്മുടെ പഞ്ചായത്തിലേക്ക്. അതിന് നിങ്ങളൊന്നും കൂടെ അനുവാദം കൊടുക്കുന്നില്ല. അപ്പൊ അത്തരത്തിലേക്കുള്ള ക്രമീകരണങ്ങൾ വഹിച്ചുകൊണ്ട് അല്ലാണ്ട് സ്ഥിരമായിട്ടുള്ള കുറെ ജനപ്രതിനിധികളെ സൃഷ്ടിച്ചുകൊണ്ട് നമ്മുടെ നാടിന് ശാപമായിട്ട് മാറാതെ നിങ്ങൾ മാറിക്കൊടുക്കണം. പുതുതലമുറകളെ മുകളിലേക്ക് കൊണ്ടുവരണം. അതിന് നിങ്ങൾക്ക് കഴിയണം. അതിന് വേണ്ടിയിട്ടാണ് ബദൽ സംവിധാനങ്ങൾ ഉണ്ടായി വരുന്നത്. ഒരു UDF ഓ LDF അല്ല. നമുക്ക് വേണ്ടത് നമ്മുടെ ആവശ്യങ്ങളെ നിറവേറ്റുന്ന നമ്മുടെ നാടിന് വികസനത്തെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന, വികസനത്തിലേക്ക് നയിക്കാൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനമാണ് ഉണ്ടാവേണ്ടത്. അത് LDF ഓ അല്ല UDF ഓ അല്ല മറ്റ് സംഘടനകളല്ല. ജനത്തിന് വേണ്ടത് അതാണ്. അത് നിങ്ങൾക്ക് നൽകാനായിട്ട് കഴിയുന്നുണ്ടോ? രണ്ടാമത് കുറുപ്പന്തറ ഒരു ബസ് സ്റ്റാൻഡ് 25 വർഷത്തിലേറെയായി ആ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്തിട്ട്. ആ ബസ് സ്റ്റാൻഡിന്റെ പേര് ഇവിടെ ഇരിക്കുന്നത് വലതുപക്ഷവും ഇടതുപക്ഷവും കൊടി പിടിച്ച് എത്ര പ്രാവശ്യം പഞ്ചായത്ത് ഓഫീസിലും ബസ് സ്റ്റാൻഡ് മുമ്പിലും നടന്നു പത്രസമ്മേളനങ്ങൾ നടത്തി എത്ര പ്രാവശ്യം നടത്തിയിട്ടുണ്ട്. ഇവർ രണ്ടുപേരും ഭരണം മാറി മാറി വന്നല്ലോ. എന്നിട്ട് സ്വകാര്യ വ്യക്തികളുടെ കച്ചവടത്തിനും അവരുടെ സ്വഭാവത്തിനും മാത്രമാക്കിക്കൊണ്ട് ആ ബസ് സ്റ്റാൻഡ് ഇന്ന് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നുണ്ടോ? എത്ര കോടതി വിധികൾ, 5 ഹൈക്കോടതി വിധികളില്ലേ അവിടെ? കോടതി അലക്ഷ്യ നടപടി കേസ് ഫയലായില്ലേ? എന്നിട്ടോ കള്ള സത്യവാങ്മൂലം കൊടുത്തുകൊണ്ട് ആ കേസിനെ കൊണ്ട് ഒതുക്കിയില്ലേ? ഞങ്ങൾ വിടില്ല. കുറുപ്പന്തറ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ പണം കൊണ്ട് ഉണ്ടാക്കി കുറുപ്പന്തറ ബസ് സ്റ്റാൻഡ് ആണെങ്കിൽ അത് പ്രവർത്തിക്കുന്നത് വരെ ഞങ്ങൾ ശക്തമായിട്ട് തന്നെ മുമ്പോട്ടുണ്ടാവും. അത് നിയമപരമായിട്ടായാലും കായികപരമായിട്ടായാലും യാതൊരു പോലും. കാരണം ജനങ്ങളുടെ സ്വത്ത് ജനങ്ങൾക്കുള്ളതാണ്, സ്വകാര്യ വ്യക്തികൾക്കുള്ളതല്ല. അതുപോലെ തന്നെ നമ്മൾ ഇവിടുത്തെ അംഗൻവാടികൾ അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനങ്ങൾ പറയുന്നുണ്ട്. ഓരോ ഫണ്ടിനും വേണ്ടി ചെലവ് അവിടെ നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളുടെ എസ്റ്റിമേറ്റ് ഒന്ന് എടുത്ത് നോക്കും. നമ്മളെല്ലാവരും കെട്ടിടങ്ങളും മറ്റു കാര്യങ്ങളും ഉണ്ടാക്കുന്നതാണല്ലോ. ആ സ്ഥാനത്ത് ഇതിനു വേണ്ടി ചെലവാക്കിയ കോടികളുടെ അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ കണക്ക് പറയുമ്പോഴത്തേക്ക് അതിനുവേണ്ടി എത്ര രൂപ ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുന്നവർ പറയട്ടെ. ഫണ്ടിന്റെ കണക്ക് നിങ്ങൾ പറഞ്ഞാൽ പോരാ, ഫണ്ടിന്റെ കണക്ക് ആർക്കും പറയാം. ജനങ്ങൾക്ക് മാത്രമുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിൽ LDF ഉം UDF ഉം രണ്ടുപേരും ഒരു നാണയത്തിന്റെ ഒരേ തട്ടങ്ങളെന്ന് പറയുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പദ്ധതികൾ കൊണ്ടുവരാൻ പറയുന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഒരു മാലിന്യ സംസ്കരണ പ്ലാൻ ഉണ്ട്. വർഷങ്ങളായി. ഇന്നും ഓരോ വർഷം അല്ലെങ്കിൽ ഓരോ 2-3 വർഷം കൂടുമ്പോൾ നവീകരണത്തിന് വേണ്ടി ലക്ഷങ്ങൾ ചെലവാക്കുന്നുള്ളൂ. 1 കിലോ വേസ്റ്റ് അവിടെ സംസ്കരിച്ചിട്ടുണ്ടോ? പറയട്ടെ. ഈ കഴിഞ്ഞതിന് മുമ്പിലത്തെ വർഷം അവിടെ ചെലവാക്കി നവീകരണത്തിന് വേണ്ടി 1 കിലോ വേസ്റ്റ് അവിടെ സംസ്കരിച്ചിട്ട് പറയട്ടെ. അപ്പൊ ഇത്തരമുള്ള തട്ടിക്കൂട്ട് പ്രോജക്റ്റുകളാണ് നമ്മുടെ നാടിന്. അങ്ങയിലേക്ക് തിരിച്ചു വരാം. ഇപ്പൊ ഇവിടെ കൂടിയിരിക്കുന്ന പൊതുജനങ്ങൾക്കും ചോദിക്കാനുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവസരമാണ്. ആരോടാണ് ചോദിക്കുന്നത്? എനിക്ക് ചോദിക്കാനുള്ളത് UDF-ന്റെയും BJP-യുടെയും പ്രതിനിധികളോടാണ്. ആദ്യം UDF-ന്റെ പ്രതിനിധിയോട്, ഇവിടെ 18-ാം വാർഡിൽ ഒരു അംഗനവാടി വന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ തന്നെ ഈ 5 വർഷത്തെ വികസന നേട്ടങ്ങളായി തന്നെ അത് ഉയർത്തിപ്പിടിക്കുന്നുമുണ്ട്. 2-ാം വാർഡിൽ ഒരു പഞ്ചായത്ത് മെമ്പറുണ്ട്. 18-ാം വാർഡിൽ അംഗനവാടി കൊണ്ടുവന്നതിന്റെ ക്രെഡിറ്റ് 18-ാം വാർഡ് മെമ്പറിനാ. 2-ാം വാർഡിൽ അംഗനവാടിക്ക് സ്ഥലം ഏറ്റെടുത്തു എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ചയാളാണ്. 2-ാം വാർഡിൽ അംഗനവാടി കൊണ്ടാട്ടത്തിന്റെ ഗതികേട് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറിന്റെ ഗതികേടാണ്. 9-ാം വാർഡും കൈപ്പത്തി ചിഹ്നത്തിൽ വന്നയാളാണ്. 9-ാം വാർഡിലും അംഗനവാടി വന്നിട്ടില്ല എന്നത് അവിടുത്തെ പഞ്ചായത്ത് മെമ്പറിന്റെ കുറവാണ്. എങ്കിൽ പഞ്ചായത്ത് മെമ്പർമാർ വേണ്ടല്ലോ. അതെല്ലാം പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും പ്രശ്നമാണെങ്കിൽ ആ വാർഡുകളിൽ പഞ്ചായത്ത് മെമ്പർമാർ വേണ്ടല്ലോ. പിന്നെ CM ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യം പറഞ്ഞ് എൻ്റെ വാർഡാണ്, എൻ്റെ പ്രദേശമാണ്, അപ്പൊ എനിക്ക് അറിയാവുന്നത് കൊണ്ട് പറയാം. അദ്ദേഹത്തിന്റെ വീടിന്റെ മുൻപിലാണ് സ്ട്രീറ്റ് ലൈറ്റ് ഇത്തവണ ഇട്ടുകൊടുത്തത്. അവിടെയാണ് അത് തെളിയുന്നതും. അത് തെളിയുന്നുമുണ്ട്. ഊരിമാറ്റരുത്, തെളിയുന്നുമുണ്ട്. പിന്നെ അല്ല, അടുത്തത് കടവ് കുളത്തിന്റെ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉത്തരം പറയാൻ അവസരത്തിൽ പറയണം എന്ന് പറയണോ. കടവ് കുളത്തിന്റെ ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ പറഞ്ഞു. അവിടെ പാടശേഖരങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറഞ്ഞു. ആ കടവ് കുളം കഴിഞ്ഞാൽ അതിർത്തി പങ്കിടുന്നത് 16-ാം വാർഡിന്റെ പാടശേഖരങ്ങളുമായിട്ടാ. കണിയാമ്പേലി, നൂറോക്കരി, വള്ളൂക്കണ്ടങ്കരി. അവിടെ 3ഇടത്തും ബണ്ട് പൊക്കാൻ കഴിയാത്തതിന്റെ പേരിൽ കൃഷി അവതാളത്തിലാ. 2.5 കോടി രൂപ ബണ്ട് പൊക്കി എന്നാ ഇപ്പൊ ഇവിടെ പറഞ്ഞ. കുളത്തിന്റെ ബാക്കി പൈസ, ആ പൈസ അവിടെ ഉപയോഗപ്പെടുത്തിയിട്ടില്ല. 2.5 കോടിയുടെ
വലിയ അഴിമതിയാണ് UDF ആ സമയത്ത് കാട്ടിയതെന്ന് ഈ നാട്ടിലെ പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് വരെ അറിയാം. അതിനെ പിന്നെ വെള്ള ചാർത്താൻ വേണ്ടിയുള്ള ശ്രമവും നടത്തണ്ട. പിന്നെ വിദ്യാഭ്യാസ മേഖലയിൽ MLA ഇവിടെ ഇദ്ദേഹം പറഞ്ഞതുകൊണ്ട് പറയാം, വിദ്യാഭ്യാസ ചോദ്യങ്ങളെല്ലാം ചോദിച്ചോണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ MLA ഏതാണ്ട് കൊണ്ടുവന്ന് പറഞ്ഞു. വിദ്യാഭ്യാസ മേഖലയിൽ ഈ സ്കൂളുകളൊക്കെ വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്, എയ്ഡഡ് സ്കൂളുകളാണ്. അതിൻ്റെ ഒന്നും ക്രെഡിറ്റ് ആരും അടിക്കണ്ട. ജോസ് പുത്തങ്കാലയാണ് ഇപ്പോൾ മാഞ്ഞൂർ സൗത്തിലെ ഹൈസ്കൂളിൽ വികസന പ്രവർത്തനങ്ങളും അവിടുത്തെ ഗേറ്റും മറ്റ് സംവിധാനങ്ങളും ചുറ്റുമതിലും എല്ലാം സംഘടിപ്പിച്ചിരിക്കുന്നത് LDF-ന്റെ പ്രതിനിധിയാണ്. പിന്നെ BJP-യുടെ പ്രതിനിധിയോടൊന്ന് സൂചിപ്പിച്ചു പോകാനുള്ളത്, കാലാകാലങ്ങളായിട്ടുള്ള ഇതോടൊന്ന് പറയട്ടെ, കാലാകാലങ്ങളായിട്ടുള്ള UDF-നെയും LDF-നെയും ഒക്കെ കുറ്റം പറഞ്ഞ BJP-യുടെ പ്രതിനിധി ഇന്നാ BJP ആയത്. ഇത്രയും നാളെ UDF-ലും LDF-ലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയായിരുന്നു, ഇന്നാ BJP ആയത്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ കുറ്റം പറച്ചിൽ അംഗീകരിക്കും. ഓക്കെ, അങ്ങ് മറുപടി പറയാം. ബഹുമാനരെ, ഇവിടെ ഇപ്പം LDF-ന്റെ ഒരു പ്രതിനിധി യുവജന നേതാക്കളിൽ ഒരാളാണ് LDF-ന്റെ. അദ്ദേഹം ചോദിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനകത്ത് ഈ കുറുപ്പത്ര കടവിക്കുളം കുറേ നാളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കുന്നത് 2017-18 കാലഘട്ടത്തിൽ ഇവിടുത്തെ മുഖ്യമന്ത്രി ആരാ? സഖാവ് പിണറായി വിജയനാണ്. നിങ്ങൾ മൈനർ ഇറിഗേഷൻ്റെ ഓഫീസ് ഇവിടെ അടുത്താണ്, കുറുപ്പത്ര കവലയിൽ. അവിടുത്തെ എയുടെ ഓഫീസിൽ എൻ്റെ ഫയലുണ്ട്. ആ കുറുപ്പത്ര കടവ് വികസന ഫണ്ടിൻ്റെ നബാർഡിൻ്റെ സ്കീമാണത്. ഇത് പഞ്ചായത്തിൻ്റെ സ്കീം ആയിരുന്നില്ല, നബാർഡിൻ്റെ സ്കീമാണ്. 3 കോടി രൂപ അനുവദിച്ച ആ പ്രോജക്റ്റിൽ കുറുപ്പന്തറ കടവ് വികസനം ഉൾപ്പെടെ 6 മോട്ടോർ ഷെഡുകൾ പണിതു. അതുപോലെ തന്നെ തറയത്താഴെ പാലത്തിൻ്റെ എസ്റ്റിമേറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ അതിന് കുഴപ്പമില്ലാത്തതുകൊണ്ട് അത് പണിതില്ല. ഓട്ടപ്പള്ളി പാലവും പണിതു. കുറുപ്പന്തറ കടവിലെ ഇപ്പം ചെയ്തിരിക്കുന്ന കാര്യം നമുക്കറിയാം. കുറുപ്പന്തറ കടവ് ഇവരെല്ലാം പറയുമ്പോൾ ഈ കുറുപ്പന്തറ കടവ് പണ്ട് ഭയങ്കര നല്ല വൃത്തിയും വെടിപ്പിലും ഒക്കെ കഴിയായിരുന്നു, എന്തോ ആൾക്കാർ വന്ന് കുഴപ്പമുണ്ടാക്കിയെന്നാവും ഉള്ള രീതിയിലാണ് പറയുന്നത്. ഈ ഇറിഗേഷൻ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന നമ്മുടെ LDF-ന്റെ പ്രതിനിധികളാണ്. 2017-18 LDF-ന്റെ മന്ത്രിയാണ് അത് ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. മൈനർ ഇറിഗേഷൻ്റെ ആണ് അതിൻ്റെ നിർവ്വഹണോദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. 3 കോടി രൂപ ആകെ അടങ്കൽ തുക ഉണ്ടായിരുന്നിട്ടും 2 കോടി 1 ലക്ഷം രൂപയാണ് ആകെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അത് നിങ്ങൾ വിവരാവകാശം വെച്ച് നമുക്ക് ആർക്കും ഇവിടെ പരിശോധിക്കാമല്ലോ. ഇതിപ്പം ഇവിടെ കിടന്ന് തർക്കിക്കേണ്ട കാര്യമില്ല. അപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് ചെയ്ത ആ പദ്ധതിക്കും പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയിരുന്ന എന്നെയോ അല്ലെ പഞ്ചായത്തിന്റെ UDF ഭരണസമിതിയെയോ ഇവിടുത്തെ MLA ആയ മോൻസിനെ ആക്ഷേപിച്ച് വർത്താൻ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പൊ അതിന്റെ നിർവഹണം നടത്തിയ ഉദ്യോഗസ്ഥന്മാരെ നിലയ്ക്ക് നിർത്തേണ്ടത് ആ ഇറിഗേഷൻ വകുപ്പാണ്. ആ വകുപ്പ് കൈകാര്യം ചെയ്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആളുകളാണ്. അപ്പൊ അതിനെക്കുറിച്ച് ഇനി വെറുതെ ആളുകളോട് പറഞ്ഞത് പല പ്രാവശ്യം നമ്മൾ മറുപടി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് അതേക്കുറിച്ച് പറഞ്ഞ് സമയം കളയുന്നില്ല. പിന്നെ ഇവിടെ പകൽ വീടിന്റെ കാര്യം സൂചിപ്പിച്ചു. ഈ പകൽ വീട് എന്ന് പറയുന്നത് വെറുതെ ഉണ്ടാവുമോ? അവിടെ 45 സെന്റോളം സ്ഥലം അന്യാധീനപ്പെട്ട് കിടന്നിരുന്ന, ആരാലും ഉപയോഗിക്കാതെ മറ്റുള്ള ആളുകളെല്ലാം കൈയേറി നിന്ന് അവിടെ വളരെ അലങ്കോലമായി കിടന്നിരുന്നൊരു കുളം ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അത് താലൂക്ക് സർവേയറെ കൊണ്ടുവന്ന് അളന്ന് തിട്ടപ്പെടുത്തി അന്യാധീനപ്പെടുത്തി ആളുകളുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിച്ച് പഞ്ചായത്തിന്റെ അധീനതയിലാക്കി പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്റർ ഉൾപ്പെടുത്തിയത് UDF ഭരണസമിതിയുടെ കാലത്താണ്. ഞങ്ങൾ ചെയ്തിട്ടാണോ? UDF ഭരണസമിതിയുടെ കാലത്താ. അതിനുശേഷം പകൽ വീട് അവിടെ പഞ്ചായത്ത് നേതൃത്വത്തിൽ പണിതു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി മേരി സബാസിന്റെ വലിയ പിന്തുണയോടെ വയോജന വിശ്രമ കേന്ദ്രവും അവിടെ പണിതു. അവിടെ പകൽ വീട് എന്തിനാ? പ്രായമായ ആളുകൾക്ക് പകൽ സമയം ഒരുമിച്ച് കൂടാൻ. വയോജന വിശ്രമ കേന്ദ്രം എന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ആളുകളെ പുനരധിവസിപ്പിക്കാൻ, അവർക്ക് എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ ഒരു ആയമാരെ ഉൾപ്പെടെ ഇരുത്തി, നല്ല നേഴ്സിനെ ഡോക്ടറെയൊക്കെ ഇരുത്തി അവർക്ക് ആഴ്ചയിൽ 1-2 പ്രാവശ്യമൊക്കെ മെഡിക്കൽ സൗകര്യങ്ങൾ കൊടുത്ത് അതിനാവശ്യമുള്ള ക്രമീകരണം ചെയ്യാൻ ഒരു വയോജന വിശ്രമ കേന്ദ്രം അവിടെ സ്ഥാപിച്ചു. അവിടെ വെറുതെ കിടന്ന സ്ഥലത്ത് അങ്ങനെ ഒരു സ്ഥാപനം സ്ഥാപിച്ചതാണോ UDF ചെയ്തിട്ട്? അതിന്റെ പരിപാലനം ചെയ്യേണ്ടത് ആരാ? പിന്നെ അധികാരത്തിൽ വന്ന LDF-ന്റെ പഞ്ചായത്ത് ഭരണസമിതിയല്ലേ? അത് ചെയ്യാതെ അത് വെറുതെ ഞങ്ങളുടെ തലയിൽ കെട്ടിവെക്കുന്നത് എന്തിനാ? ഇവിടെ ഇപ്പം ഈ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ കാര്യം പറഞ്ഞു. ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇപ്പോൾ പണി പൂർത്തീകരിക്കാൻ പോകുന്നത് UDF പഞ്ചായത്ത് മെമ്പർമാർ UDF-ന്റെ നേതൃത്വം ഇടപെട്ട് കൃത്യമായി ചെയ്യുന്നതുകൊണ്ടാണ്. ഇവിടെ കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ കാര്യം പറഞ്ഞു. കേരള ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന് കൈമാറണമെങ്കിൽ അത് നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതിയെ മുൻകൈ എടുക്കണം. മുൻകൈ എടുത്തിരുന്നെങ്കിൽ അത് നടക്കുമായിരുന്നു. അതുപോലെ 2-ാം വാർഡിലെ 9-ാം വാർഡിന്റെ അംഗൻവാടിയെ കുറിച്ച് പറഞ്ഞു. 18-ാം വാർഡിലെ അംഗൻവാടി സ്ഥലം വിട്ടുകൊടുത്തത് ബഹുമാനപ്പെട്ട മണ്ണാറപ്പാറ പള്ളി വികാരിയച്ഛനും കൈക്കാരന്മാരോട് പള്ളി കമ്മിറ്റി എടുത്ത തീരുമാനമാണ്. അത് നടപ്പിലാക്കണമെങ്കിൽ വലിയ സമയമൊന്നും വേണ്ട. പള്ളി കമ്മിറ്റി തീരുമാനം കൊടുത്തു കഴിഞ്ഞാൽ അത് എത്രയും പെട്ടെന്ന് ആധാരം ചെയ്ത് ആ കാര്യങ്ങൾ നടക്കുക. ഈ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ആരാ ഭരിക്കുന്നത്? സംസ്ഥാന ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കഴിഞ്ഞ 9.5 വർഷമായി കേരളത്തിൽ ഭരണം നടത്തുന്നത്.
ഇവിടുത്തെ 2ാം വാർഡ് മെമ്പർ ശ്രീ ടോമി കാറുകളോ 9ാം വാർഡ് മെമ്പർ UDFന്റെ പ്രതിനിധി അടക്കം എത്രയോ പ്രാവശ്യമായി ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ മൂവാറ്റുപുഴയിലെ ഓഫീസിലും പിറവത്തെ ഓഫീസിലുമായി കയറി ഇറങ്ങി നിങ്ങൾ മനസ്സിലാക്കണം. എത്ര പ്രാവശ്യം കയറി ഇറങ്ങി, ഫയൽ നീങ്ങുന്നില്ല. അതല്ലേ കേരളത്തിലെ പൊതു അവസ്ഥ ഇന്നതല്ലേ? ഏതെങ്കിലും ഫയലുകൾ നീങ്ങുന്നുണ്ടോ കേരളത്തിൽ? കോടാനുകോടി ഫയലുകൾ കെട്ടിക്കിടക്കുക നമ്മുടെ പഞ്ചായത്ത് ഓഫീസിലടക്കം. കേരളത്തിലെ പൊതു സംവിധാനത്തിലെല്ലാം മുഴുവൻ ഫയലുകളും കെട്ടിക്കിടക്കുക. ഒന്നിനും ഒരു പരിഹാരം ഉണ്ടാക്കാൻ പിണറായി വിജയന്റെ ഭരണത്തിന് കീഴിൽ കഴിയുന്നില്ല. അപ്പൊ ആ ഫയൽ നീങ്ങാത്തതും UDFന്റെ കുഴപ്പമാണ്. അതുകൊണ്ട് ദയവായി എനിക്ക് LDFന്റെ പ്രതികളോട് പറയാനുള്ളത്, നിങ്ങളുടെ കുഴപ്പങ്ങൾ ഞങ്ങളെ കൊണ്ട് തന്നെ പറയിപ്പിക്കരുത്. നിങ്ങളുടെ കുഴപ്പങ്ങൾ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. അടുത്ത ആളിലേക്ക് ചോദ്യം പോകാം. പറയാനുണ്ട്. അവസരം തരാം. അടുത്ത ആളിലേക്ക് ചോദ്യം പറഞ്ഞോളൂ. BJP പ്രതിനിധിയോട് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോളൂ. ഏതായാലും ജിത്തു ആ ചോദ്യം ചോദിച്ചുകൊണ്ട് എനിക്ക് കാര്യങ്ങൾ പറയാൻ അവസരം കിട്ടിയത് നന്ദി. ഈ അഴിമതികൾ കണ്ടുമടുത്താൽ നല്ലത് ശരിയുടെ ഭാഗം തിരിച്ചറിയാൻ വൈകിപ്പോയെന്നുള്ളതാണ് എൻ്റെ തെറ്റ്. ആ ഭാഗത്തേക്ക് വന്നിട്ട് അത് പറയാനുള്ള ഒരു അവസരം കിട്ടിയത് നന്നായി. 10 വർഷമായിട്ട് കേന്ദ്രം നല്ല ഒന്നാന്തരമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോദിയെ അഭിമാനത്തോടുകൂടി ഏറ്റെടുക്കുവാനും അദ്ദേഹത്തിൻ്റെ പാർട്ടി ചേരാനും എനിക്ക് അവസരം കിട്ടിയത് ഞാൻ നന്ദി പറയും. പിന്നെ തിരിച്ചറിവുണ്ടാകാൻ പാലം വരും, കാരണം ഇവരുടെ കൂടുതലാണ് കഴിഞ്ഞു പോയത്, അതുകൊണ്ട് പറ്റിപ്പോയതാ. ഇന്ന് വരെ 65 വർഷമായിട്ട് തിരിച്ചറിയത് കാര്യമില്ല. ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരാം. വളരെ പ്രധാനമായി എല്ലാവരുടെയും കൂട്ടത്തിലുണ്ട്, അത് വേണ്ട. അപ്പൊ പ്രായം കുറഞ്ഞതിന്റെ കുഴപ്പമാണ്. ഇല്ല പറഞ്ഞോളൂ. ഉത്തരം പറഞ്ഞോളൂ. ഇദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞോളൂ. മറുപടി പറഞ്ഞല്ലോ. ഒരു മിനിറ്റ്. ശരി, ഒരു നിമിഷം അദ്ദേഹം പറഞ്ഞോളൂ. ശരിയായ ഭരണരീതിയും അഴിമതിരഹിതവും വികസിത കേരളവും സൃഷ്ടിക്കുവാൻ BJPയോടൊപ്പം ചേരണമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വരുന്നത്. അതാണ് തിരിച്ചറിവ്. നല്ല ഭരണം കാഴ്ചവെക്കാനും ഒരു അഴിമതി ആരോപിക്കപ്പെടാത്ത ഒരു പ്രധാനമന്ത്രിയുടെ അഭിമാനത്തോടുകൂടി ഇന്ത്യയിൽ പറഞ്ഞെടുക്കാൻ, വിദേശത്തും നടക്കാവുന്നല്ല പറഞ്ഞുകൊണ്ട് ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്ന ഒരു ഭരണകൂടത്തോട് ചേർന്ന്, ഒരു പാർട്ടിയോട് ചേർന്നിരിക്കാൻ വളരെ അഭിമാനത്തോട് ഞാൻ അത് ചേർന്നിരിക്കുന്നു. അടുത്ത ആളിലേക്ക് ചോദ്യം പോകാം. ചോദിച്ചോളൂ. ഏത് പ്രതിനിധിയോടാണ് ചോദിക്കാനുള്ളത്? LDF പ്രതിനിധിയോട് ചോദിച്ചോളൂ. കഴിഞ്ഞ 2020 തെരഞ്ഞെടുപ്പിൽ LDF ഒരു പ്രകടന പത്രിക ഇറക്കിയായിരുന്നു. LDF ഇറക്കിയതാണ്. അതിൽ 41 കാര്യങ്ങൾ LDF നടപ്പിലാക്കുമെന്ന് പറയുകയുണ്ടായി. 41 കാര്യങ്ങൾ. ഇത് ഒരൊറ്റ കാര്യം നടപ്പിലാക്കിയില്ലെന്നുള്ള കാര്യമാണ് സത്യത. സത്യസന്ധമായി പറയുകയാണ്. എല്ലാം 41 വായിക്കണോ? ചോദിച്ചോളൂ. നടപ്പിലാക്കാത്തത് എന്താണെന്നുള്ളത് ചോദിച്ചോളൂ. സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി, എല്ലാവർക്കും കുടിവെള്ളം, തരിശുരഹിത പഞ്ചായത്ത് നടപ്പിലാക്കാത്തതാണ് അദ്ദേഹം പറയുന്നത്. ഒരു നിമിഷം അദ്ദേഹം ചോദിക്കട്ടെ. അല്ല, അദ്ദേഹം ചോദിക്കട്ടെ. അപ്പോൾ നടപ്പിലാക്കാത്തത് നിങ്ങൾക്ക് അതിനുള്ള മറുപടി പറയാം. അല്ല, അദ്ദേഹം ചോദിക്കട്ടെ. ഒരു നിമിഷം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects.
Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care. God cures. Introducing South India's largest sanitary ware showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ പ്രൊഡക്റ്റുകളിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹന വാഗ്ദാനങ്ങളിൽ ആകൃഷ്ടരാകാതെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരവും വിൽപ്പനാനന്തര സേവനവും ഈ കാലഘട്ടത്തിൽ ഒരു ഉപഭോക്താവ് കരുതലോടുകൂടി ഉറപ്പുവരുത്തേണ്ടതാണ്. വിവിധതര ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരത്തിൽ 30 വർഷത്തിന് മേൽ പ്രവർത്തന പാരമ്പര്യമുള്ള മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഈ ഫീൽഡിലെ എക്സ്പേർട്സിൽ നിന്ന് തന്നെ നിങ്ങൾ സ്വന്തമാക്കും. ഓൺ ഗ്രിഡ് അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റുകൾ, രാത്രി കാലങ്ങളിൽ വീടിന്റെ പരിസരവും ഗാർഡനുകളും അതിമനോഹരമാക്കുവാനുള്ള സോളാർ ഗാർഡൻ ലൈറ്റുകൾ, ബാറ്ററിലെസ് സോളാർ പവർ പ്ലാന്റുകൾ, ഹൈ വോൾട്ടേജ് ആൻഡ് ലോ വോൾട്ടേജിൽ നിന്ന് നമ്മുടെ ഗൃഹോപകരണങ്ങളെ സംരക്ഷിക്കുന്ന ഇലക്ട്രിക് പ്രൊട്ടക്ടറുകൾ, MG ബ്രാൻഡഡ് സോളാർ വാട്ടർ ഹീറ്ററുകൾ, കോൺസ്റ്റന്റ് വോൾട്ടേജ് ഔട്ട്പുട്ട് നൽകുന്ന MG സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസറുകൾ, ഭക്ഷണപാനീയങ്ങളും മറ്റും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഡീപ് ഫ്രീസറുകൾ, ഹോസ്പിറ്റൽ മോർച്ചറി ചേംബറുകൾ, മൊബൈൽ മോർച്ചറികൾ എന്നിവ ഞങ്ങളുടെ വിശാലമായ ശ്രേണിയിൽപ്പെടുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിയുന്നതിനായി സന്ദർശിക്കൂ murikans.com അല്ലെങ്കിൽ solarkerala.com. ഇന്നാട്ടിലെ ജനങ്ങളോട് വോട്ട് ചോദിച്ച് അഭ്യർത്ഥിച്ചപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ 41 കാര്യവും നടപ്പിലാക്കുമെന്ന് പറഞ്ഞു. ഇതിൽ ഒന്നും നടപ്പിലാക്കിയിട്ടുള്ള UDFന്റെ പ്രതിനിധികൾ ഞാൻ പറയുന്നു. നിങ്ങൾ പറയട്ടെ, നിങ്ങൾ ഇത് സംബന്ധിച്ച് പഞ്ചായത്തിൽ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? പിന്നെ ടേക്ക് എ ബ്രേക്കിന്റെ കാര്യം പറയുന്നു. എന്ന് പണി പൂർത്തിയാക്കിയതാ? 2023 ബഹുമാന്യനായ ബിജു കൊണ്ടൂക്കാല 2024 ജനുവരി മാസം കേരള കൗമുദിക്ക് കൊടുത്തു. കേരളത്തിൽ 2024 ജനുവരിയിൽ പൂർത്തീകരിക്കുമെന്ന് ബിജു കൊണ്ടൂക്കാല പറഞ്ഞു. എത്ര നാളായി? ഇപ്പം തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് അത് ഉദ്ഘാടനം ചെയ്തു. മറ്റൊരു കാര്യം കൂടെ പറയാനുണ്ട്. കേരളത്തിൽ ഒരു പ്രവാസി വ്യവസായം തുടങ്ങി നമ്മുടെ മാഞ്ഞൂര്. അദ്ദേഹത്തിന് മാഞ്ഞൂർ പഞ്ചായത്ത് ഓഫീസിന്റെ വഴിയിൽ സത്യാഗ്രഹം ഇരിക്കേണ്ടി വന്നു ലൈസൻസ് കിട്ടുവാൻ വേണ്ടി. അതുപോലെ മറ്റൊരു കാര്യമുണ്ട്. അവിടെ അഴിമതി നടത്തിയതിന്റെ പേരിൽ ഈ ഭരണസമിതി ഇരിക്കുമ്പോൾ അവിടെ വിജിലൻസ് പിടിക്കുകയുണ്ടായി. ഇതൊക്കെയാണോ LDFന്റെ കാഴ്ചപ്പാട്, വികസന കാഴ്ചപ്പാട്? നിങ്ങൾ അടിച്ചതല്ലേ? നിങ്ങൾ ഇത് സംബന്ധിച്ച് LDFന്റെ പ്രതിനിധിക്ക് പറയാനുള്ളത് ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. ഓക്കെ, പ്രകടന പത്രികയിൽ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ പൂർത്തിയാക്കാൻ സാധിച്ചില്ല എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ അതിനുള്ള മറുപടി LDF പ്രതിനിധികൾക്ക് പറയാം. പ്രകടന പത്രികയിൽ ഞങ്ങൾ വളരെ വിശദമായ രീതിയിൽ കാര്യങ്ങൾ പഠിച്ചാണ് പ്രകടന പത്രിക തയ്യാറാക്കുന്നത്. ഇടതുപക്ഷം ഇവിടെ മാഞ്ഞൂർ പഞ്ചായത്തിൽ മാത്രമല്ല കേരളത്തിലെമ്പാടും അതാ. ആ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അക്കവിട്ട് നിരത്തിയാണ് കേരള സംസ്ഥാന ഗവൺമെന്റ് അടക്കം ഇടതുപക്ഷം ഭരിക്കുന്ന ഓരോ പഞ്ചായത്തുകളിലും നടപ്പിലാക്കിയത്. അതിൽ 2 കാര്യമാണ് മാഞ്ഞൂർ മോഹൻകുമാർ വായിച്ചത്. സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി. സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടില്ലാത്തവർക്ക് വീട് എന്നുള്ളതാണ്. കേരള ഗവൺമെന്റിന്റെ ലൈഫ് ഭവന പദ്ധതിയിൽ പെടുത്തി ഈ മാഞ്ഞൂർ പഞ്ചായത്തിൽ അപേക്ഷ വരികയും അർഹതയുള്ളത് നിയമപരമായി അർഹതപ്പെട്ട മുഴുവൻ ആൾക്കാർക്കും വീട് വെച്ചു കൊടുത്തു എന്ന ആത്മാഭിമാനത്തോടെയാണ് LDF ഇവിടെ നിൽക്കുന്നത്.
ഇനി കുടിവെള്ള പദ്ധതി പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി പറയേണ്ട ഒരു മാഞ്ഞൂർ സൗത്തിലടക്കം ഞാൻ പറഞ്ഞു. ഇനി മാഞ്ഞൂർ പഞ്ചായത്തിൽ കുടിവെള്ള പദ്ധതി ഇല്ലാത്ത ഏതെങ്കിലും പ്രദേശം ഉണ്ടെങ്കിൽ 40 വർഷമായി തുടർച്ചയായി UDF ഭരിക്കുന്ന വാർഡുകളിൽ മാത്രമാണ്. ഇല്ലാത്തത് ചൂണ്ടിക്കാണിക്ക്. നമ്പ്യാകുളത്ത് 8ാം വാർഡിൽ ബിനോ സക്കറിയയുടെ വാർഡിൽ 8 വർഷങ്ങൾക്ക് മുൻപ് ഒരു കുടിവെള്ള പദ്ധതിക്ക് വേണ്ടി ഫണ്ട് പിരിച്ചോണ്ട് പോയി. എവിടെയാണെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറല്ലേ? അവിടെ പറയണ്ടേ? ബിനോ സക്കറിയയുടെ കാര്യം പറഞ്ഞേ. ബിനോ സക്കറിയയുടെ പറഞ്ഞേ അവിടെ ആ വാർഡിൽ ഒരു കുടിവെള്ള പദ്ധതി ഉണ്ടാക്കിയെന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ഇനി കുടിവെള്ള പദ്ധതി എന്ന് പറയുന്ന പരിപാടി ഉണ്ടാക്കാനുണ്ടെങ്കിൽ അത് UDF ഭരിക്കുന്ന വാർഡുകളിൽ മാത്രമാണ്. ഇനി നിങ്ങൾ ഓരോന്ന് വായിക്കുക, അതിനകത്ത് നടപ്പിലാക്കാത്ത ഓരോന്ന് വായിക്ക്. 1ാം വാർഡ് ടോമി കാറുകളല്ലായിരുന്നോ? UDFന്റെ ടോമി കാറുകളല്ലായിരുന്നോ 5 വർഷം മുമ്പ് വരെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പർ? ഇപ്പൊ പ്രത്യുഷ എന്ന് പറയുന്ന LDF പഞ്ചായത്ത് മെമ്പർ വരേണ്ടി വന്നില്ലേ അവിടെ ഒരു കുടിവെള്ള പദ്ധതി സാധ്യമാക്കാൻ? നിങ്ങൾ എന്ത് വർത്തമാനാണ് ഈ പറയുന്നത്? നിങ്ങൾ ഈ നാട്ടിൽ കാട്ടിക്കൂട്ടിയതിനെ കുറിച്ച് വളരെ കൃത്യമായ രീതിയിൽ ഈ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. ഇല്ലെങ്കിൽ തിരിച്ചു പറയട്ടെ അവര്. ഇനി ലൈഫിന്റെ പറയാം, സമ്പൂർണ്ണ ഭവന പദ്ധതി പറയാം. കരാറിൽ ഏർപ്പെട്ട ഗുണഭോക്താക്കൾ 160, പൂർത്തീകരിച്ച ഭവനങ്ങൾ 130, നിർമ്മാണം പുരോഗമിക്കുന്നത് 32, സ്ഥലം ലഭ്യമാക്കിയ കുടുംബങ്ങൾ 26. ആകെ ചെലവഴിച്ചത് 5 കോടി. ആകെ ചെലവഴിച്ചത് 5,87,00,000 രൂപ. 5 വർഷം കൊണ്ട് 130 വീട്. ഈ 5 വർഷം കൊണ്ട് ഇവിടെ ജനങ്ങളുടെ മുമ്പിലാണ് ഞങ്ങൾ പറയുന്നത്. നാട് മുഴുവൻ കാണുന്ന ആധികാരികമായിട്ടാ പറയുന്നത്. 130 വീടുകൾ പൂർത്തീകരിച്ചു മാഞ്ഞൂർ പഞ്ചായത്തിൽ. ഇത് UDFന്റെ പഞ്ചായത്ത് മെമ്പർമാരുടെ വാർഡിലുമുണ്ട്. ഇനി ദൃശ്യമാധ്യമത്തോട് ഒരൊറ്റ കാര്യമേ പറയാനുള്ളത്. ഏതെങ്കിലും ഒരു വീട് ഈ ഭവന പദ്ധതിയുടെ ഭാഗമായി UDF മെമ്പർമാരിരിക്കുന്ന വാർഡിൽ നടത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിന്ന് പറയട്ടെ. ധൈര്യമുള്ള പഞ്ചായത്ത് മെമ്പർ പറയട്ടെ. 9 ചോദിച്ചത്. ഒരു UDF മെമ്പറെ കൊണ്ട് പറയിപ്പിക്കാവോ എന്റെ വാർഡിൽ വീട് പണി? അപ്പൊ അടുത്ത ചോദ്യം ആരോടാണ് ചോദിക്കാനുള്ളത്? ഇല്ല, എനിക്ക് എല്ലാ പാർട്ടിക്കാരും ചോദിക്കേണ്ടത്. കാരണം വെച്ചാല് നമ്മുടെ മാഞ്ഞൂർ പഞ്ചായത്തില് ഇഷ്ടംപോലെ വികസനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷെ നമുക്ക് ഇവിടെ ദൃഷ്ടിയിൽ നമുക്കൊന്നും കാണുന്നില്ല. കാരണം പല പ്രോജക്റ്റുകളും ഇവിടെ രണ്ടുപേരും ഒരു UDFും LDFും ഭരിക്കുന്നുണ്ട്. രണ്ടുപേരും ഈ പ്രോജക്റ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കയറി അത് നാമശേഷമായി മറ്റേ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒന്ന് ബസ് സ്റ്റാൻഡ് 25 വർഷമായി കാണുന്ന ബസ് സ്റ്റാൻഡ്, അത് 3, 4, 5 കോടതി വിധി ഉണ്ടായിട്ട് പോലും അത് നടപ്പാക്കുന്നില്ല. അതിന്റെ കാരണം എന്നാ അറിയത്തില്ല. അതൊരു രാഷ്ട്രീയക്കാർ കളിക്കാണ്. പക്ഷെ അതല്ല, അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഉള്ള ഒരു ബസ് സ്റ്റാൻഡാണ്. ആ ബസ് സ്റ്റാൻഡ് നടപ്പാക്കണം. അതുപോലെ നമ്മുടെ ജംഗ്ഷൻ വികസനം, ഈ ജംഗ്ഷൻ വികസനത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം സ്കീമുകളുണ്ട്, പക്ഷെ അത് നടപ്പാക്കുന്നില്ല. കാരണം അവിടെ 20 ലക്ഷം രൂപ സിഗ്നൽ കൊണ്ട് വെച്ചു. എന്തെങ്കിലും പറയാനുണ്ടോ? ഇത് 6.5 പൈസ ഇത്. അതുപോലെ ജംഗ്ഷനിൽ മറ്റേ പള്ള പിടിച്ച് ഹോട്ടലിലെ വേസ്റ്റ് വെള്ളം നാടിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. നമ്മളിതാണ് ചെയ്യേണ്ടത്. അത് UDF ആയാലും LDF ആയാലും ആരായിരുന്നാലും നാടിനെ വികസിപ്പിക്കാൻ വേണ്ടി രണ്ടുപേരും പരസ്പരം നമ്മൾ കണ്ടിന്യൂഷൻ ഉണ്ടാകണം. കാരണം ഇത് കണ്ടിന്യൂഷൻ ഇല്ല, ഇത് പരസ്പരം അങ്ങോട്ടും മറ്റേ ചെലവാറിക്കൊണ്ടിരിക്കുകയാണ്. അതല്ല വേണ്ടിയത്. നമുക്ക് എല്ലാവർക്കും നാടിനെ വികസിപ്പിക്കാൻ സംവിധാനം ചെയ്യണം. അതുപോലെ നമ്മുടെ കടവ്, ഈ കടവ് 2,93 ലക്ഷം രൂപ മുടക്കി. എന്ത് പ്രയോജനം? ആർക്ക് വേണ്ടിയിട്ട്? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അത് പ്രയോജനമുണ്ടായി. അതായത് അത് പണിതവർക്കും അതിന്റെ കോൺട്രാക്ടർമാർ മറ്റേ പ്രയോജനമുണ്ടായി. അല്ല ഒരാൾക്ക് പ്രയോജനമുണ്ടായത്. പിന്നെ അവിടെ അവിടെ സിമെന്റോട് കെട്ടി. ആ കെട്ടിയതുകൊണ്ട് അതിന്റെ മേളിലേക്ക് അവിടെയുള്ള ആൾക്കാർക്ക്, കാരണം ആ വെള്ളം എല്ലാവരും, അതായത് ആ വെള്ളത്തിന് ഒഴുക്ക് നിന്നു. കാരണം ആ വെള്ളത്തിന് ഒഴുക്ക് നിന്നുകൊണ്ട് അവിടെ മുഴുവൻ പുല്ല് പിടിച്ച് കിടക്കുക. അവിടെ മുഴുവൻ ഈ വേസ്റ്റ് വെള്ളം അവിടെ മീൻ ചത്തുകൊണ്ടിരിക്കുക. ആരും ഉത്തരവാദിത്തം? ഇതൊക്കെ നമ്മളെല്ലാവരും ഇതിന് ഉത്തരവാദിത്തമാകണം. കാരണം അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ട് പരസ്പരം വന്നിട്ട് കാര്യമില്ല. അതുപോലെ ഇവിടെ ഒരു മറ്റേ പോലീസ് സ്റ്റേഷൻ വന്നു. ഈ പോലീസ് സ്റ്റേഷൻ അവിടെ പോയി. ഈ പോലീസ് സ്റ്റേഷൻ നമ്മുടെ വസ്തു ആരും കണ്ടുപിടിച്ചോ? ആ പോലീസ് സ്റ്റേഷൻ അങ്ങോട്ട് പോയിരിക്കുക. അങ്ങോട്ടാ ഇതേ കളറയ്ക്ക് പോയിരിക്കുക. എന്നിട്ട് അവിടെ ഇട്ടിരിക്കുന്ന മാഞ്ഞൂർ പോലീസ് സ്റ്റേഷൻ കല്ലറ. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ഇവിടെ മേൽപ്പാലം വന്നു. ഈ മേൽപ്പാലത്തിന് വേണ്ടി ആരും ഇറങ്ങുന്നുണ്ടോ? ഇവിടെ ജനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഈ ജനത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. അത് രാഷ്ട്രീയക്കാർ ഇറങ്ങണത്, അത് പഞ്ചായത്ത് ഇറങ്ങണം. അതുപോലെ നമ്മുടെ ഇവിടെ സ്റ്റേറ്റ് ബാങ്ക് മേൽപ്പാലം വന്ന അവിടെ സ്റ്റേറ്റ് ബാങ്ക് ഇവിടെ താഴെ പോവുക. ആ സ്റ്റേറ്റ് ബാങ്ക് അവിടെ മാറ്റണം. കാരണം ജനത്തിന് നമ്മളൊക്കെ ചെയ്യേണ്ടത്.
അല്ലാതെ നമ്മുടെ രാഷ്ട്രീയക്കാർ അതുപോലെ തന്നെ ഒരെണ്ണം നമ്മുടെ പുളിന്തറ വളവ്, ഈ പുളിന്തറ വളവ് എന്തൊരു അവാർഡ് വന്ന്, ഈ അവാർഡ് നമുക്ക് നാളെ ഉണ്ടാകാം. സുനുവിന്റെ അളിയും മരിച്ചുപോയി. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ടത് അല്ലാതെ രാഷ്ട്രീയമല്ല ചെയ്യണം. നമ്മുടെ നാടിന്റെ വികസനം നമ്മൾ കാണേണ്ടത്. അതിന് രാഷ്ട്രീയ ഭേദം തന്നെ എല്ലാവരും ഒറ്റക്കെട്ടാണ് നിന്ന് മാഞ്ഞ പഞ്ചായത്ത്. കാരണം ഇവിടെ നമുക്കെല്ലാം ഒരു നല്ല അവസരമുണ്ട്. ഒരെണ്ണം പറയാം, നമ്മുടെ പൂഞ്ഞാറ് ചേർത്തല ഒരു മിനി ഹൈവേ ഉണ്ടായിരുന്നു. ആ മിനി ഹൈവേ എന്നാന്ന് വെച്ചാലോ, ഇത് സ്ട്രേറ്റ് പോകേണ്ട വഴിയായിരുന്നു. അത് തന്നെ അത് പെരുവ വഴി പിന്നെ തോട്ട് നേരെ അങ്ങോട്ട് കൊണ്ടുപോയി നേരെ കടുത്തുരുത്തി ആപ്പാഞ്ചിറക്കി കൊണ്ടുപോയി. ആപ്പാഞ്ചിറ നേരെ നമ്മുടെ ഇതുണ്ട് നമ്മുടെ പോളിടെക്നിക്ക്, ആ പോളിടെക്നിക്കിന് പുറകെ കൊണ്ടുപോയി കൊണ്ടുവച്ചു. അവിടെ നമ്മുടെ നമ്മുടെ ഈ പുത്തമ്പള്ളിയില് അവിടെ കൊണ്ടുവച്ചു. ഇതാണ് ചെയ്യേണ്ടത്. നേരെ പോകുന്നതിന് പകരം വളച്ചു വിട്ടി. എന്തുകൊണ്ടാ ഈ നാടിന് വികസനം വരുന്നില്ല? ആരാക്കിയത്? പ്രസിഡന്റിന് എന്താണ് ബസ് സ്റ്റാൻഡിന്റെ കാര്യത്തിൽ പറയാനുള്ളത്? പറഞ്ഞോളൂ. ബസ് സ്റ്റാൻഡുമായിട്ട് ബസ് സ്റ്റാൻഡ് നിരവധി പരാതികളൊക്കെ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ബസ് സ്റ്റാൻഡിൽ കയറ്റാനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കി കഴിഞ്ഞ് വണ്ടി കയറി ആ ബസ് സ്റ്റാൻഡിൻ്റെ ടാറിങ് മോശമായതിന് ശേഷം നമ്മൾ ഫണ്ട് വെച്ചു. ആ ഫണ്ട് വീണ്ടും ടാർ ചെയ്താൽ ആ റോഡ് ഗുണപ്രദമാകത്തില്ല. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഏതാണ്ട് 20 ലക്ഷം രൂപയോളവും വേണമെന്ന് പറഞ്ഞു. അവിടെ ഇൻ്റർലോക്ക് കട്ട 100 mm ഇൻ്റർലോക്ക് കട്ടയിട്ട് അത് ശരിയാക്കിയെങ്കിൽ മാത്രമേ അവിടെ ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. ഇപ്പം നമ്മൾ ഈ റിവിഷനിലാണേലും നമ്മൾ പൈസ വെച്ച് അത് നടപ്പിലാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ്. പിന്നെ തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ വിശദമായിട്ടുള്ള കണക്കുണ്ട് തൊഴിലുറപ്പിൻ്റെ. ഓരോ വർഷവും നമ്മൾ ചിലവാക്കിയേക്കുന്നതിൻ്റെ വിശദമായിട്ടുള്ള. ഇപ്പോഴും ഉഴവൂർ ബ്ലോക്കിൽ മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്താണ് തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട് 1ാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നത്. അതിന് യാതൊരു സംശയമില്ല. അത് നിങ്ങൾക്ക് അന്വേഷിക്കാമല്ലോ. കണക്ക് വേണ്ടേ? കണക്ക് എന്തെങ്കിലുണ്ട്? ഒരു നിമിഷം പറയട്ടെ. അവസരം തരാം. പറയട്ടെ, പറഞ്ഞോളൂ. ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ കാര്യം പറഞ്ഞു. നിരവധി തവണ ഞങ്ങൾ MLA-യുടെ വീട്ടിൽ ഞങ്ങൾ മെമ്പർമാരെല്ലാവരും പോവുകയും പഞ്ചായത്ത് റെസൊല്യൂഷൻ വരെ എടുത്തു. അദ്ദേഹം അത് തരാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ വിട്ടു തന്നിട്ടില്ല. ഞങ്ങൾ മിനിസ്റ്റർക്ക് കൊടുത്തിട്ട് ഞങ്ങൾ വിട്ടുകിട്ടിയിട്ട് ഞങ്ങൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കി അതിൻ്റെ പണി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടെ ആവശ്യക്കാർക്ക് വിട്ടുകൊടുക്കാൻ വേണ്ടി നിരവധി ആൾക്കാരാണ് ഈ കെട്ടിടം വാടകയ്ക്കെടുക്കാൻ നമ്മുടെ പഞ്ചായത്തിൽ വരുന്നത്. ഇപ്പം ഈ 28-ാം തീയതി ഞാനും കൂടിയാണ് കോൺട്രാക്ടറെ കൊണ്ട് ആ പണി വേഗം തന്നെ ചെയ്യിക്കുന്നതും ഇതിൻ്റെ TS കിട്ടാനും ഒക്കെ ഞാൻ നിരവധി തവണ കോട്ടയത്ത് പോയാണ് ഇത്രയും വേഗം ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾക്ക് മുന്നേ നിന്നത്. ഇപ്പം 28-ാം തീയതി ഇത് ഉദ്ഘാടനം ചെയ്ത് തരാമെന്ന് അവരുടെ MLA-യുടെ ഒരു മെമ്പറായ സാലമ്മ ജോളിയോട് പറഞ്ഞു, എന്നോട് പറഞ്ഞു. അതിനുശേഷം ഈ ബിജു കൊണ്ടുക്കാലായോട് പറഞ്ഞു 30-ാം തീയതി അത് നമുക്ക് പഞ്ചായത്തിന് വിട്ടുതരാമെന്ന് പറഞ്ഞു. ഇതുവരെ അതിന് യാതൊരു നടപടി ഉണ്ടായിട്ടില്ല. ആ നടപടി ഉണ്ടാകാത്തത് ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചത് ഈ അടുത്ത ഭരണസമിതി വരുമ്പോൾ മാത്രം അത് ഉദ്ഘാടനം ചെയ്താൽ മതി. അതിൻ്റെ അകത്ത് ഇന്നയാൾ വൈസ് പ്രസിഡന്റ് ആകും, ഇന്നയാൾ പ്രസിഡന്റ് ആകും, അന്നേരം ഇത് ഉദ്ഘാടനം ചെയ്താൽ മതി എന്നുള്ള ഭാഗമായിട്ട് ഇവിടുത്തെ പ്രതിപക്ഷം MLA-യോട് പറഞ്ഞിട്ടാണ് ഇത് വിട്ടുതരാത്തത്. അത് ഈ പഞ്ചായത്തിന്റെ തലയിൽ ഒരു കാരണവശാലും കെട്ടിവെക്കേണ്ട കാര്യമില്ല. ഇത് പ്രതിപക്ഷത്തിന്റെ ക്രൂര പരിപാടിയാണിത്. ഇത് വിട്ടുതരാത്തത് അവർ MLA-യോട് പറഞ്ഞു ഇതിപ്പോ വിട്ടുകൊടുക്കണ്ട, അടുത്ത ഭരണസമിതി വരുമ്പോ മതി. ഇപ്പൊ മറ്റൊരു ചോദ്യം ചോദിച്ചിരുന്നു, ഇവിടെ ഒരു കവലയുടെ കാര്യം. അതിലെന്താണ് ഇവിടെ ഒരു കവലയുടെ കാര്യം അദ്ദേഹം ചോദിച്ചു. കവലയുടെ കാര്യം പഞ്ചായത്തല്ല, അത് MLA-ക്ക് സർക്കാരിലോട്ട് സ്ഥലം വിട്ടുകൊടുത്തിരിക്കുന്നത്. അത് MLA ആണ് അത് ചെയ്യേണ്ടത്, അല്ലാണ്ട് പഞ്ചായത്തല്ല അത് ചെയ്യേണ്ടത്. വാർഡ് വഴിയുടെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് അത് UDF പ്രതിനിധിക്ക് എന്താണ് ആ കാര്യത്തിൽ പറയാനുള്ളത്? അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്താണ് അങ്ങേക്ക് മറുപടി പറയാനുള്ളത്? അദ്ദേഹം ചോദിച്ച ചോദ്യം ഉൾപ്പെടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ ഇവിടുത്തെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. കഴിഞ്ഞ 4.25 വർഷം ഒരു കാര്യം ചെയ്യാതെ ഇപ്പൊ ഈ കെട്ടിടത്തിലെ ഷോപ്പിംഗ് ഞാൻ പോയി തിരുവനന്തപുരത്ത് പോയി TS ആക്കിക്കൊണ്ടു. ഇത് ആരെങ്കിലും വിശ്വസിക്കുമോ? വല്ല കാര്യങ്ങളും ചെയ്യും. ഇത് ആരെങ്കിലും വിശ്വസിച്ച് തമാശ പറയണോ? പ്രതിപക്ഷത്തിന്റെ ക്രൂരതയാണെന്നാ പറയുന്നത്. കേരളം ഭരിക്കുന്ന സർക്കാർ പിണറായി വിജയൻ അതെങ്ങനെ ഞങ്ങളുടെ ക്രൂരതയാകുന്നത്?
അപ്പൊ അതുകൊണ്ട് ആവക നാടകങ്ങൾ അവസാനിപ്പിക്കണം. പിന്നെ ഇവിടെ കുടിവെള്ള പദ്ധതിയുടെ എനിക്ക് പറയാനുണ്ട്, എന്റെ സമയമാണ് ആ കുടിവെള്ള പദ്ധതിയുടെ കാര്യം തടസ്സപ്പെടുത്താൻ ശ്രമിക്കരുത്. പോകത്തില്ല ഉള്ള ഞാൻ പറയാം. കുടിവെള്ള പദ്ധതി അങ്ങനെയൊന്നും ഭീഷണിയൊന്നും വേണ്ട, അതൊന്നും വേണ്ട. അങ്ങനെയൊന്നും ഭീഷണി എല്ലാം കണ്ടുള്ള അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് വന്നവരെ നമ്മളൊക്കെ അതൊന്നും ഭീഷണിയൊന്നും വേണ്ട. ഒരു കാര്യം പറയട്ടെ, കുടിവെള്ള പദ്ധതിയെ കുറിച്ച് പറഞ്ഞു. കുടിവെള്ള പദ്ധതി UDF-ന്റെ കാലത്ത് നിരവധി കുടിവെള്ള പദ്ധതികൾ മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. തെളിവ് സത്യം പറയാലോ, മാഞ്ഞൂർ ഓമല്ലൂർ കുടിവെള്ള പദ്ധതി, ഐക്കരക്കുന്ന് കോളേജ്. എന്താ നിങ്ങൾ നടത്തപ്പെടുക? ഊന്നുകല്ലെ കുടിവെള്ള പദ്ധതി, നമ്മുടെ കുടിവെള്ള പദ്ധതി. അതുപോലെ അല്ല പറയട്ടെ സഹോദര, ഞങ്ങളുടെ അന്തരിച്ച ID ദേവസ്യായെ അന്തരിച്ചുപോയ ബഹുമാനായ ID ദേവസ്യയെ അദ്ദേഹത്തെ മോശക്കാരനാകാനുള്ള ശ്രമം ഇവിടെ LDF-ന്റെ പ്രതിനിധി നടത്തി. ആ മരിച്ചുപോയ ആളെ ഇവിടെ ആക്ഷേപിക്കാൻ അവസരം ഉണ്ടാക്കി. എന്ത് മോശമായി കാണിക്കുന്നത്? അങ്ങനെ ആ കുടിവെള്ള പദ്ധതി എവിടെയാ? ഒന്നാം വാർഡിൽ എവിടെയാ പൂർത്തീകരിച്ചത്? ആ ഒന്നാം വാർഡിൽ ആ കുടിവെള്ള പദ്ധതി ഒന്നാം വാർഡിലെ കുടിവെള്ള പദ്ധതി അടക്കം ഒന്നാം വാർഡിലെ മരിച്ചുപോയ ഒന്നാം വാർഡിലെ 16-ാം വാർഡിലെ ഒക്കെ കുടിവെള്ള പദ്ധതി എവിടെയാ ജനങ്ങൾക്ക് സമർപ്പിച്ചേ? ആർക്ക് എത്ര പേർക്ക് വെള്ളം കൊടുത്തു? അത് പറയാം. ഇപ്പൊ ഒരു ടാങ്കിന്റെ നോക്കൂത്തി കമ്പി തെളിഞ്ഞു നിൽക്കുക, കമ്പി. അതാണ് നിങ്ങളുടെ വികസനം, അതാണ് നിങ്ങളുടെ കുടിവെള്ള പദ്ധതി. ആളുകൾക്ക് വെള്ളം കൊടുത്തിട്ട് പറയാം, അതാണ് കുടിവെള്ള പദ്ധതി. നിങ്ങളുടെ മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിലെ എത്ര കുടിവെള്ള പദ്ധതിയിലൂടെ നിങ്ങൾ എത്ര പേർക്ക് വെള്ളം കൊടുത്തു? നിങ്ങൾ മാഞ്ഞൂർ സൗത്തിലെ കാര്യം പറയുന്നുണ്ടല്ലോ. മാഞ്ഞൂർ സൗത്തിൽ എന്താ സംഭവിച്ചത്? 6 ലക്ഷം രൂപ ഒരു കമ്മിറ്റി തീരുമാനം എടുത്താവോ? അവിടെ കുളത്തിലുള്ള സ്ഥലം കണ്ടെത്തണ്ടേ? എന്നിട്ട് വിനോദ സക്രിയ അടിച്ചോണ്ട് പോയെന്ന്. അവിടെ ഒരു കഴിവേടുമില്ല. അവിടെ ജനങ്ങൾക്ക് ആവശ്യമുള്ള പദ്ധതികൾ അവിടുത്തെ മെമ്പർ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലാതെ നിങ്ങള് ഇതിനകത്ത് വെറുതെ ഈ നോക്കൂത്തി പോലെ ടാങ്ക് പണിയാനായിട്ട് കമ്പി തെളിച്ച് വെച്ച അതല്ല പദ്ധതി. നിങ്ങൾ ആളുകൾക്ക് വെള്ളം കൊടുക്കണം. ഇദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾക്ക് എന്താണ് മറുപടി പറയാനുള്ളത്? ഇദ്ദേഹത്തിന്റെ മറുപടി അത് പറയൂ. അദ്ദേഹം ചോദിച്ചിട്ടുള്ളത് നിലവിലുള്ള പഞ്ചായത്ത് ഭരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റിനോടാണ്. അദ്ദേഹം എല്ലാ രാഷ്ട്രീയ പാർട്ടികളോടുമാണ് ചോദിച്ചത്. ചോദിക്കുന്ന കാര്യത്തിൽ മറുപടിയില്ല. നിങ്ങളുടെ അഭിപ്രായം പറയൂ. അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളോട് നിങ്ങളുടെ അഭിപ്രായം പറയുക. അദ്ദേഹം ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് കുറുപ്പന്തറ കവല ജംഗ്ഷൻ വികസനമാണ്. ആ ജംഗ്ഷൻ വികസനം സാധ്യമാക്കാനുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് LDF-ന്റെ സർക്കാരാ. MLA കൃത്യമായി ഉടമകൾക്ക് പൈസ കൊടുക്കേണ്ട സർക്കാരല്ലേ? സ്ഥലം കണ്ടെത്തിയ ആളുകൾക്ക് പൈസ കൊടുക്കേണ്ട സർക്കാരല്ലേ? ഈ സർക്കാർ 6 ലക്ഷം കോടി രൂപയാ കേരളത്തിൽ ആഭ്യന്തര കടം. എവിടെ നേരത്തെ കൊടുക്കും? ധൂർത്തും അഴിമതിയല്ലേ ഈ സർക്കാരുള്ളത്? ധൂർത്തും അഴിമതിയും. ഒരു മിനിറ്റ്, പൈസ കൊടുക്കും, സ്ഥലം ഏറ്റെടുത്ത് പൈസ കൊടുക്കേണ്ട സർക്കാരല്ലേ? അതായത് വർഷങ്ങൾക്ക് മുമ്പ് 35 ലക്ഷം രൂപ ഈ ജംഗ്ഷൻ വികസനത്തിന് വേണ്ടി ഇവിടെ ഫണ്ട് വന്നതാണ്. ഈ ഫണ്ട് ആർക്കും വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഈ 35 ലക്ഷം രൂപ നേരെ കൊള്ളയാണ്ട് കൊണ്ടുപോയി. 6 ശതമാനം പറയണ്ടേ? അവിടെ 4 ജംഗ്ഷനിലും ഈ 4 ബസ് സ്റ്റോപ്പുകൾ വേണമെന്ന് പറഞ്ഞതാണ്. അത് ഇവിടെ ഫണ്ട് വന്നതാണ്. ആ ഫണ്ടാണ് ഇവിടെ കൊണ്ടുപോയത്. അതാണ് കൊള്ളയാണ്ട് കൊണ്ടുപോയത്. ഈ കുറുപ്പത്തിൽ എന്തുകൊണ്ട് വളർന്നില്ലെന്ന് ഇതിപ്പോ ഇന്നങ്ങല്ല, 15 വർഷം മുന്നെയാണ്. അവിടെ പോയി സർക്കാരിന്റെ പ്രതികളാണ്. ആ ഫണ്ട് അവിടെ പോയി. മറുപടി പറയും. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? അദ്ദേഹം ഒന്ന് മറുപടി പറഞ്ഞു. ഒരു ചെറിയ കാര്യം പറയാനുണ്ട്. ഇവിടെ ഈ 1-2 കാര്യങ്ങൾക്ക് ഇവിടെ ആകെ കൂടി വന്ന കാര്യങ്ങൾക്ക് ഞാൻ മറുപടി പറയാൻ പോകും. ഒന്ന്, ഈ വിൻസെന്റ് ഉന്നയിച്ച ഒരു കാര്യമുണ്ട്. വിൻസെന്റ് ആണാണെങ്കിൽ ആരാ ഇത് ലാപ്സാക്കിയെന്ന് പേരെടുത്ത് പറയണം. എന്തിനാ ഈ പേടിക്കുന്നത്? നിങ്ങൾക്ക് ആരെയാ ഭയം? ആരെയാ? നിങ്ങൾ എല്ലാ കാര്യവും അങ്ങനെയാ. നിങ്ങൾ ഇന്നലെ വരെ BJP ആയിരുന്നു, അന്ന് നിങ്ങൾ UDF-ന്റെ പക്ഷത്താ. ഇപ്പൊ നിങ്ങൾ UDF ആ. അതുകൊണ്ട് നിങ്ങൾ ആരുടെ പേരെടുത്ത് പറയുന്നില്ല. സാമാന്യവൽക്കരിക്കരുത്. തെറ്റ് ചെയ്തവനെ തെറ്റുകാരനാണെന്ന് പറയണം. അതുപോട്ടെ, ഇവിടെ ശ്രീ UDF-ന്റെ പ്രതിനിധി CM ജോർജ് ഒരു കാര്യം പറഞ്ഞു. ഈ ഏറ്റവും മോശം റോഡ് ഇവിടെയാ.
പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡ് ഇവിടെയാ. ഏറ്റവും മോശം റോഡും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത് ഇവിടെയാണ് എന്ന് കൃത്യമായിട്ട് അറിയാം. കാരണം എന്താ? ഇതിന് ഉത്തരവാദിയായിട്ടുള്ള MLA ഒരു അണാനയ പൈസ ഈ നാട്ടിലെ വികസനത്തിന് വേണ്ടി മാറ്റിവെക്കാത്തല്ലേ കാരണം. ഇത് കടുത്തുരുത്തി ഈ കേരള സംസ്ഥാനത്ത് ഏറ്റവും മോശം റോഡുള്ള കടുത്തുരുത്തി നിയോജക മണ്ഡലത്തിലാ. തൊട്ടപ്പുറത്തേക്ക് പോയ പിറവം നിയോജക മണ്ഡലം UDFന്റെ മോശം റോഡില്ല. പാലായിലേക്ക് എന്നാൽ UDFന്റെ പ്രതിനിധിയാ, മോശം റോഡില്ല. എന്തേ ഈ കടുത്തുരുത്തിയിൽ മാത്രം ഇത്ര നെറുകേട്? ഇത് മനസ്സിലാക്കണ്ടേ? ഇത് MLAയുടെ കുഴപ്പമാണ് എന്ന് അംഗീകരിക്കണം. അതാണ് ഈ നാട് ആഗ്രഹിക്കുന്ന കാര്യം. ഞാൻ പഞ്ചായത്ത് ഡിബേറ്റാ, വെറുതെ MLAക്കെതിരെ പ്രതിനിധി ഉന്നയിച്ച ഒരു കാര്യമുണ്ട്. 60 പേർ കോവിഡ് ബാധിച്ച് മാഞ്ഞൂർ പഞ്ചായത്തിൽ മരിച്ചെന്നാ പറഞ്ഞ. എന്റെ മാത്യു, നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ കണക്ക് കിട്ടിയത്? നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ കണക്ക് കിട്ടിയത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ അങ്ങനെയാണ് പീഡിയാട്രിക് ഹോസ്പിറ്റൽ ആരംഭിക്കാൻ മേലെ പുള്ളിയുടെ ചോദ്യമാണ്. 42 വർഷം ഗുജറാത്ത് ഭരിച്ചത് BJP-യാ. ഒരു താലൂക്കിൽ ഒരു സർക്കാർ ആശുപത്രി ഇല്ല. ഇവിടെ വന്നിട്ട് മാഞ്ഞൂർ പഞ്ചായത്തിന് പീഡിയാട്രിക് ഞാൻ പറഞ്ഞത് ഇത് മനസ്സിലാക്കണ്ടേ? ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വേണം പോവാൻ. BJP ആയാലും ഗുജറാത്തിലെ അതന്നെ പറഞ്ഞു വരുന്നത്. ഗുജറാത്തിൽ പോയി മാഞ്ഞൂർ അല്ല ഞാൻ പറഞ്ഞു. ഒരു നിമിഷം അല്ല ഞാൻ പറഞ്ഞത് അല്ല ഞാൻ പറയട്ടെ. അല്ല പറയാൻ നിങ്ങൾ അനുവദിക്ക്. ഇത് ഒരു നിമിഷം ചർച്ച മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളൊന്ന് സമാധാനമായിട്ട് ഇരിക്കുക. നിങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം നിങ്ങൾ ഒച്ച വെക്കും. കാരണം സത്യം പറഞ്ഞു അവസരം തരാം. ഇവിടെ ഇരിക്കൂ. അതായത് നിങ്ങൾ ഒച്ച വെക്കും, നിങ്ങൾ പ്രകോപിക്കും, നിങ്ങൾ ഒച്ച വെക്കും. ഒരു നിമിഷം ചോദ്യം ഞാൻ പറയാം പറയാൻ അനുവദിക്ക്. ഒരു നിമിഷം ഇരിക്കൂ പ്ലീസ്. ഹലോ, അതായത് ഞാൻ ചോദിക്കാനും പറ്റില്ല. നിങ്ങൾക്കുള്ള മറുപടി സത്യം പറയുമ്പോ കോൺഗ്രസിന് മാത്രമല്ല BJP-ക്ക് പോലും അതായത് അത് കോൺഗ്രസിന് മാത്രമല്ല. അടുത്ത ചോദ്യം ഒരു നിമിഷം അടുത്ത ചോദ്യം വരുന്നു. ചോദിച്ചോളൂ. ആരോടാണ് ചോദ്യം? പ്രതിപക്ഷത്തോടാണ് ചോദ്യം. ചോദിച്ചോളൂ. ഈ കുറുപ്പന്തറ കടവിലെ കുളത്തിന്റെ കാര്യമാണ് പറയുന്നത്. കുറുപ്പന്തറ കടവിലെ കുളം 3.25 കോടി രൂപ മൊത്തം മുടക്ക്. അതിൽ 5 കണ്ടത്തിന്റെ പ്രശ്നമുണ്ട്. അതിൽ 3 അതിന്റെ താഴം താന്നുപോയി. അത് ആര് പരിഹരിക്കും? മോട്ടോർ പറയ ഉണ്ടാക്കിയതാ. 5 3 താന്നുപോയി. പരിഹരിക്കുന്നേ 1 നിങ്ങൾ കണ്ടുപിടിക്കൂ. നിങ്ങളല്ലേ പറഞ്ഞേ. ഞാൻ 3.25 കോടി എന്നുള്ള കണക്ക് എവിടെ കിട്ടി? ആകെ 3 കോടിയാണ്. 1 കോടി 2 കോടി ടെൻഡർ പിടിച്ചത്. ഒരു നിമിഷം ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ 3 സ്ഥലം ഇടിഞ്ഞു കിടക്കുകയാണെന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് ഏതാണെന്നും കൂടെ പറയണം. ചോദ്യം ചോദിക്കുന്ന ആള് കൃത്യമായിട്ട് ഏതാണെന്ന് ഞാൻ ആ 100 കോടി പാടത്ത് താമസിക്കുന്നതല്ല. ആ താമസിക്കുന്നവരോടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ആളാണ് MLA. ചത്തുപോയി. ആരുടെ കുഴപ്പം കൂടെ സംഭവിച്ചേ? ഞങ്ങളുടെ ആളെ കുഴപ്പമുണ്ടാണോ? അതെ, അങ്ങ് ചോദിക്കുന്ന ചോദ്യത്തിന് വ്യക്തത വേണം. ഒരു നിമിഷം, എവിടെയാണ് ഇടിഞ്ഞു കിടക്കുന്നതെന്നും കൂടെ വ്യക്തമായിട്ട് പറയൂ. ഞാൻ പോയി കണ്ടുപിടിക്കണോ? ഇപ്പൊ ഞാൻ പോയി കണ്ടുപിടിക്കണോ? ഒരു നിമിഷം, ഇവിടെ അറിയാത്ത ആളുകളോട് പറയൂ. അറിയാത്ത ആളുകളോട് പറയട്ടെ. ഇത് കാണാത്ത ആളുകളുണ്ട്. ഇടിഞ്ഞു കിടക്കുന്നത് എവിടെയാണെന്ന് കാണാത്ത ആളുകളുണ്ട്. അറിയാത്ത ആളുകളുണ്ട്. പാടത്തിന്റെ
ഉണ്ടെന്നേ. പാടത്തിന്റെ സെക്രട്ടറി തന്നെ പറയട്ടെ. ഈ ഒരു ആരോപണത്തോട് പാടത്തിന്റെ സെക്രട്ടറി എവിടെയാ? ഞാൻ 100 ഏക്കർ പാടത്തിന്റെ അവിടെ കിടക്കണത് എവിടെയാ? ഞാൻ കണ്ടിട്ടില്ല. വേഗം ചോദ്യം. ആരോടാണ് ചോദ്യം? നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനോടാണ് ചോദ്യം. ചോദിച്ചോളൂ. ആധികാരികമായിട്ട് ഉത്തരവ് പറയാനായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റിനും പഞ്ചായത്ത് അംഗങ്ങൾക്കും പ്രതിപക്ഷ നേതാവിനെ സാധിക്കത്തുള്ളൂ. 2020 വരെ നോൺ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോൺ റോഡല്ല, റോഡ് മെയിൻ്റനൻസ് ഗ്രാന്റ്. അന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അവിടുത്തെ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു, പഞ്ചായത്ത് മെമ്പറായിരുന്നു. 23-24 ലക്ഷം രൂപ ഒരു വാർഡിലേക്ക് കൊടുത്ത സ്ഥാനത്ത് ഈ വർഷം എത്രയാ കൊടുത്തിരിക്കുന്നത്? വെറും 6 ലക്ഷം രൂപ. എങ്ങനെ നഷ്ടപ്പെട്ടു പൈസ? വികസനം ഉണ്ടായിരിക്കുന്നത് 2019-2020 കാലഘട്ടങ്ങളിൽ 22 ലക്ഷം 23 ലക്ഷം രൂപയുള്ള ഒരു വാർഡിലേക്ക് ഷെയർ തുല്യമായിട്ട് വീതിച്ചു കൊടുത്തിരുന്ന കാലഘട്ടത്തിൽ അന്ന് നമ്മൾ ത്രിതല പഞ്ചായത്ത് പറഞ്ഞിരിക്കുന്നത് എന്താ? 10% കൂട്ടി കൊടുക്കുകയാണെങ്കിൽ 22 ലക്ഷം കൊടുത്തെങ്കിൽ ഇന്ന് 30 ലക്ഷത്തിന് മുകളിൽ പോകേണ്ടത് വെറും 6 ലക്ഷം രൂപ മാത്രം ഒരു വാർഡിലേക്ക്. റോഡ് മുഴുവൻ പൊട്ടിക്കുളഞ്ഞ് നടക്കുന്നത് പറഞ്ഞല്ലോ. ആ റോഡുകൾ എങ്ങനെ നന്നാക്കും? ഈ പഞ്ചായത്തിലെ റോഡ് മെയിൻ്റനൻസ് ഗ്രാന്റ് കൊണ്ട് നന്നാക്കേണ്ടത് വെറും 6 ലക്ഷം രൂപ ഒരു റോഡിന് പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അതപ്പതിച്ച് അത് ഈ ഫണ്ട് മുഴുവൻ ലാപ്സാക്കിയത് ഈ ഇപ്പോഴത്തെ ഭരണസമിതിയാണെന്ന് ഞാൻ പറയുള്ളൂ. അതിനുള്ള മറുപടി. ഈ വർഷം നമുക്ക് കിട്ടിയ ഫണ്ട് 10 ലക്ഷം രൂപയാണ്. കാരണം എന്നാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു, ആ ട്രാക്കുമായിട്ട് ബന്ധപ്പെട്ട് റോഡിന്റെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാ ഈ പഞ്ചായത്തിൽ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ പഞ്ചായത്തുകളും ഈ സർവേയുടെ ഭാഗമായിട്ട് ഫണ്ട് കുറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ സ്ഥലത്തും ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ടായിട്ടുണ്ട്. ഒരു നിമിഷം പ്രസിഡന്റ് പറഞ്ഞോളൂ. ഫണ്ട് ഈ ഫണ്ട് ഒരു നിമിഷം മറുപടി പറയട്ടെ. ചോദിച്ച ചോദ്യങ്ങൾക്ക് അവർക്ക് മറുപടി പറയാനുള്ള അവസരം കൊടുക്കുക. പറഞ്ഞോളൂ, പ്രസിഡന്റ് പറഞ്ഞോളൂ. അല്ല, ഈ ആട്രാക്കുമായിട്ട് ബന്ധപ്പെട്ട് റോഡിന്റെ ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടായതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഫണ്ട് കുറഞ്ഞത്. അത് നമ്മുടെ മാഞ്ഞൂർ പഞ്ചായത്തിൽ മാത്രമല്ല കേരളത്തിലെ സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും ഫണ്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ കുറഞ്ഞ ഫണ്ട് സർക്കാർ തരും എന്നും പറഞ്ഞിട്ടുണ്ട്. അതിന് മറുപടിയല്ല. ദയവായിട്ട് ഇത് സംഭവിച്ചത് കോടിക്കണക്കിന് രൂപ ലാപ്സാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് 6 ലക്ഷമായിട്ട് ഓരോ വാർഡിൽ വിഹിതം കുറഞ്ഞിട്ടുള്ളത്. കോടിക്കണക്കിന് രൂപ റോഡ് മെയിൻ്റനൻസ് ലാപ്സാക്കിയത്. എന്റെ പേര് ഉച്ചരിച്ച് ഒരു കാര്യം പറഞ്ഞു, എനിക്ക് മറുപടി പറയണ്ടേ? അദ്ദേഹത്തോട് ഞാൻ പറയാനുള്ളത്, ഇപ്പൊ അദ്ദേഹത്തിന്റെ നേതാവ്, അദ്ദേഹം കേരള കോൺഗ്രസ് ജോസ് കമാൻഡ് ആളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അദ്ദേഹത്തിന്റെ മന്ത്രിയാണ്, അദ്ദേഹത്തിന്റെ നേതാവിന്റെ മന്ത്രിയാണ് റോഷി അഗസ്റ്റ്. അദ്ദേഹമാണ് ഇറിഗേഷൻ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് വേറെ എങ്ങും പോകണ്ട. ഇറിഗേഷന്റെ AE ഓഫീസർ കൃത്യമായി കണക്കുണ്ട്. കുറുപ്പന്തറ കടവിന്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഇറിഗേഷൻ AEയുടെ കയ്യിൽ കൃത്യമായ കണക്കുണ്ട്. 3 കോടി രൂപ അടങ്കൽ തുകയായിരുന്നെങ്കിൽ 2 കോടി 1 ലക്ഷം രൂപയാണ് അവിടെ ചെലവാക്കപ്പെട്ടിട്ടുള്ളത്. അതിനകത്ത് ഓട്ടപ്പള്ളി പാലം പണിതത് ഉൾപ്പെടെ കുറുപ്പന്തറ കടവും അതുമായി മറ്റ് 6 മോട്ടോർ ഷെഡുകളും പണിത് ഉൾപ്പെടെയുള്ള ചെലവാണ് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു. പിന്നെ ഇവിടുത്തെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കരുത്. അതാ ഞാൻ പറഞ്ഞത്. റോഷി അഗസ്റ്റ് അവിടേക്ക് നിങ്ങളുടെ നേതാവ് റോഷി അഗസ്റ്റ് ആണ് ഇപ്പൊ അതിന്റെ മന്ത്രി. നിങ്ങൾക്ക് രേഖകൾ പരിശോധിക്കാം, അത് പരസ്യപ്പെടുത്താം. നിങ്ങളെ ഞാൻ വെല്ലുവിളിക്കുന്നു. കേരള കോൺഗ്രസ് എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഒരു LDF പ്രതിനിധി ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി, മാഞ്ഞൂർ സൗത്ത് ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ കെട്ടിടം 1.5 കോടി രൂപ മോൻസ് ജോസഫ് MLA ആസ്തി വികസന ഫണ്ടിൽ പണം വിനിയോഗിച്ചാൽ അത് വസ്തുതയ്ക്ക് വിരുദ്ധമായ രീതിയിൽ സംസാരിക്കുക. നിരവധിയായ പാലങ്ങൾ ഈ പഞ്ചായത്തിൽ തീർത്തു. സൂസന്ന പാലം, പൂവാശ്ശേരി പാലം, കുറുപ്പന്തറ കടവ് പാലം, ശീവേലി പാലം, ഓട്ടപ്പള്ളി പാലം, MEIPയുടെ ആഫീസ് അടക്കം, PHCയുടെ അപ്ഗ്രേഡേഷൻ അടക്കം, അതുപോലെ തന്നെ ഏറ്റുമാൻ റോഡ്, ഇതുപോലെ തന്നെ തോട്ടുവായിൽ നിന്ന് ആരംഭിക്കുന്ന പുത്തമ്പള്ളിയിൽ എത്തിക്കുന്ന റോഡ് 5 കോടി 80 ലക്ഷം രൂപ കടുത്തുരുത്ത് നിയോജകമണ്ഡലത്തിന് എങ്ങനെ അവഗണിക്കാമെന്നുള്ളതിന് വേണ്ടിയിട്ട് നിങ്ങൾ കണക്കെടുത്തോണ്ടിരിക്കുക. കടുത്തുരുത്ത് നിയോജകമണ്ഡലം അവഗണിക്കാൻ വേണ്ടിയിട്ടാണ്.
ഇല്ല. ഒരു നിമിഷം. നിങ്ങളുടെ സ്ഥിരം പരിപാടി അതിവിടെ നടപ്പില്ല. ഒരു നിമിഷം. ഓക്കെ ഓക്കെ. ബിജെപി ഒരു നിമിഷം. ബിജെപി പ്രതിനിധിക്ക് എന്താണ് പറയാനുള്ളത്? അതാ സ്വർണ്ണപ്പാളി വിഷയം മറയ്ക്കാൻ വേണ്ടി പറയുന്നതാ. ഒരു നിമിഷം അദ്ദേഹം ഒന്ന് പറയട്ടെ. ബിജെപി പ്രതിനിധിക്ക് ഒന്ന് പറയാനുണ്ട്. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞോട്ടെ. ഗുജറാത്ത് ഭരിച്ചതിനെ കുറിച്ച് പറഞ്ഞു. 15 വർഷം നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രിയും അതിനുശേഷം 10 കൊല്ലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുന്നതാണ്. നമ്മുടെ പഞ്ചായത്തിന്റെ കാര്യം പഞ്ചായത്തിന് ചോദിച്ചോണ്ട് പറഞ്ഞു. പഞ്ചായത്തിന്റെ കാര്യം പറയാം. പഞ്ചായത്തിന്റെ കാര്യം പറയാം. ഇപ്പൊ ഒരു ഓഫീസ് പണിതിനെ കുറിച്ച് പറഞ്ഞു. പറഞ്ഞ UDF-ന്റെ പ്രതിനിധി പറഞ്ഞ UDF-ന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അവിടെ ഓഫീസ് ഗംഭീരമായി പണിതെന്ന്. ഒരു വാഹനം കഴിഞ്ഞ ആഴ്ച വരെ UDF അല്ലേ, നിങ്ങൾ UDF അല്ലേ, നിങ്ങൾക്ക് ഇപ്പൊ എന്താ അർഹത ഇരിക്കുന്നത് ബിജെപിയുടെ പ്രതിനിധിയായിട്ടുള്ള മറുപടി പറയാനുള്ള അവസരം ഒരേ പാർട്ടി ജനിക്കുകയാണെങ്കിൽ ഭരണം അങ്ങനെയാണ് ആളുകൾ പോകുന്നത്. ആഭാവം പറഞ്ഞാൽ അത് വ്യക്തിപരമായ അധിക്ഷേപം കിട്ടേര്. നിങ്ങൾ പാർട്ടിപരമായി പറയുമ്പോൾ പാർട്ടിപരമായി പറഞ്ഞാൽ മതി. അത് ഇവിടെ ഓഫീസ് സമുച്ചയം പണിതെന്ന് പറഞ്ഞ് ഓഫീസ് സമുച്ചയത്തിലെ വാതിക്കൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു സ്കൂട്ടർ പാർക്ക് ചെയ്താൽ ആ റോഡ് ബ്ലോക്ക് ആവും. എന്ത് സംവിധാനം ഉണ്ടാക്കിയിരിക്കുന്നത്? കാറുകൾ കമ്മിറ്റിയുള്ള ദിവസമാണ് പറയേണ്ടത്. ഇവിടെ എല്ലാം വാഹനങ്ങൾ വന്നു കഴിഞ്ഞാൽ അതുപോലെ കിടന്ന് മൊത്തം ബ്ലോക്ക് ആവും. ഈ നമ്മളൊരു സാധാരണ ഒരു കെട്ടിടം പണിയാൻ ചെന്നാൽ, ഒരു മുറി പണിയാൻ ചെന്നാൽ അതിന് പാർക്കിംഗ് സൗകര്യം ഉണ്ടോ എന്ന് ആദ്യമായി പ്ലാനിനകത്ത് ചോദിക്കുന്നത്. ഇത് ഈ പ്ലാൻ ഒന്നും നോക്കാതെയാണ് ആ നിന്നതിനകത്തേക്ക് കയറ്റിയാൽ പണിതാൻ നിയമം ഉണ്ടല്ലോ. ഓക്കെ ഓക്കെ, അങ്ങയിലേക്ക് തിരിച്ചു വരാം. ഒരു അവസരം കൂടെ തരാം. അടുത്ത ചോദ്യം. ഇദ്ദേഹം ഒത്തിരി നേരമായി. ഒരു നിമിഷം. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദങ്ങൾ ഒത്തിരി നടത്തി. എനിക്ക് പറയുവാനുള്ളത് ഈ നാടിന്റെ സമഗ്രമായ പുരോഗതിക്ക് ഉതകുന്ന കാര്യങ്ങളാണ്. അതിനകത്ത് BJP-യോടുമുണ്ട്, പ്രതിപക്ഷത്തോടും ഉണ്ട്. നമുക്കറിയാം ഈ പഞ്ചായത്തിന്റെ ഈ 5 വർഷത്തെ പ്രവർത്തന ഫലമായി ഒട്ടനവധി നല്ല കാര്യങ്ങൾ ചെയ്തു. ഇനിയും ആ പദ്ധതികൾ ആവിഷ്കരിച്ച് ചെയ്യുന്നുമുണ്ട്. ഒരു നാടിന്റെ സമഗ്ര പുരോഗതിക്ക് ഉതകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ? 1, കുറുപ്പന്തറ ജംഗ്ഷന്റെ വികസനം. 2, കുറുപ്പന്തറയുടെ മേൽപ്പാലം. 3, ഇവിടുത്തെ ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം. 4-മതായിട്ട് ഈ കടവിലെ കടവിലെ കുളം എന്നേക്കുമായി നശിപ്പിച്ച് ആ പെട്ടിയിൽ ആണി അടിച്ച് തീർത്തു. അത് പോട്ടെ, ഇനി പറയാം. 20 വർഷങ്ങൾക്ക് മുമ്പ് കവല വികസനത്തിന് സർക്കാർ അനുമതി നൽകിയതാ. ഈ MLA-യുടെ ഒരു കെടുകാര്യസ്ഥത കൊണ്ട് മാത്രം ഇന്ന് വരെ ആ പദ്ധതി അവിടെ ആരംഭിക്കുവാൻ സാധിക്കുന്നില്ല. വീണ്ടും പറയാനുള്ള ഏറ്റവും ഗൗരവമായ എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് ഈ മാസം ഉദ്ഘാടനം ചെയ്യുമായിരുന്നെങ്കിൽ ഇവിടെ പ്രവർത്തിക്കുന്ന ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ബ്രാഞ്ച് ഇവിടെ നടത്താമെന്നും അതിന്റെ അടിനില മുഴുവനും ഞങ്ങൾ എടുത്തുകൊള്ളാമെന്നും അവ 3 പ്രാവശ്യം MLA-യുടെ അടുത്ത് ഇരുന്നു. അവർ സമ്മതിക്കുകയില്ല. എന്തുകൊണ്ടാ? MLA പറയുന്നത് ഈ ഗവൺമെന്റ് പോയതിനു ശേഷം മാത്രമേ അതിനെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു SBI-യുടെ ബ്രാഞ്ച്, ഒരു SBI-യുടെ ബ്രാഞ്ച് ഈ നാട്ടിൽ നിന്ന് എന്നേക്കുമായി നഷ്ടപ്പെടുന്നതായ ഒരു സമീപനമാണ് MLA സ്വീകരിച്ചിരിക്കുന്നത്. വീണ്ടും ഞാൻ പറയാം, ഇവിടുത്തെ BJP-യുടെ പ്രതിനിധിയുടെ ഇവിടെ ഒത്തിരി കോലാഹലങ്ങൾ ഉണ്ടായില്ല ഈ ഓവർ ബ്രിഡ്ജിന്റെ കാര്യത്തിൽ. ഓവർ ബ്രിഡ്ജിന്റെ 2 സൈഡിലുള്ള അപ്രോച്ച് റോഡിന്റെ സ്ഥലം ഗവൺമെന്റ് പൈസ കൊടുത്തു. ഇവിടെ പാലം പണിയേണ്ട ആരാണ്? BJP ഗവൺമെന്റ് പാലം പണിയേണ്ട. ഈ കവല വികസനം, ഈ ഓവർ ബ്രിഡ്ജ്, ഇവിടുത്തെ ഷോപ്പിംഗ് കോംപ്ലക്സ്, കടവിലെ കുളം, ഇത്രയും കാര്യങ്ങൾ ചെയ്യേണ്ടത് ഈ UDF-ന്റെ കാലത്തും ഈ MLA-യുടെ ഭാഗത്തുമുള്ള അശ്രദ്ധ കൊണ്ടും അജാഗ്രത കൊണ്ടും അസഹിഷ്ണുത കൊണ്ടും ഈ പഞ്ചായത്തിന്റെ കാലഘട്ടത്തിൽ ഇത് വരരുതെന്നുള്ള തീരുമാനത്തിന്റെ ഭാഗത്താണ്. ഇതിന് ഇവര് മറുപടി ഈ ഓഫീസ് സമുച്ചയം എന്ന് പറയുന്നത് 75% കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് പണി പൂർത്തീകരിച്ചതാണ്. ഈ അല്ല ദയവാട്ടെ, ഇവിടെ 5 വർഷം ഉണ്ടായിരുന്നിട്ടും ഇന്ന് ഒക്ടോബർ മാസം 30-ാം തീയതിയാണോ ഇപ്പൊ ഈ SB-യുടെ കാര്യം പറയാനുള്ളത്? ഒരു കാര്യവും ചെയ്യാതെ അവിടെ മാറാല പിടിച്ച് അവിടെ പട്ടിയും പൂച്ചയെല്ലാം പ്രസവിച്ച് കിടക്കുന്ന ആ കാഴ്ചയാണ് ഞങ്ങൾ ഇവിടെ ജനങ്ങൾ കണ്ടുകൊണ്ടിരുന്നത്. ആ സ്ഥാനത്ത് ഞങ്ങളുടെ MLA മാന്യമായിട്ട് നിന്നുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 70 ലക്ഷം രൂപ അനുവദിച്ച് ഇപ്പൊ അതിന് നിർമ്മാണം പൂർത്തീകരിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ഞാൻ ചോദിക്കട്ടെ, സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരല്ലേ MLA സംസ്ഥാനം ഭരിക്കുന്ന കേരള സർക്കാർ ആരെ? LDF-ന്റെ. മാഞ്ഞൂർ പഞ്ചായത്ത് ഭരിക്കുന്ന ആരെ? LDF. അപ്പൊ ഈ MLA വിട്ടുകൊടുക്കാത്തന്ന് പറഞ്ഞ് വെറുതെ വസ്തുതാവിരുദ്ധമായ ആരോപണം ഉന്നയിക്കരുത്. അത് ശരിയായ കാര്യമല്ല. MLA ഇതിനകത്ത് ജനവിരുദ്ധ നിലപാടുമായിട്ടാണ് ഈ പഞ്ചായത്ത് പ്രസവി മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോ എങ്ങനെയും കാട്ടിക്കൂട്ടാന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ജനങ്ങൾ അനുവദിക്കില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ പഞ്ചായത്ത് ഭരണ പ്രതിപക്ഷമില്ലാതെയാണ് നമ്മൾ ഇങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് നിൽക്കേണ്ടത്.
ഈ ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ നിലപാട് എന്താണ്? ഈ ഷോപ്പിംഗ് കോംപ്ലക്സ് പഞ്ചായത്തിന് വിട്ടുകൊടുക്കാൻ ഇവിടുത്തെ പ്രതിപക്ഷം നിയമിച്ചാൽ സാധിക്കുകയല്ലേ? അവരെന്തുകൊണ്ട് ഇത് വിട്ടുകൊടുക്കാനായിട്ട് തയ്യാറാകുന്നില്ല? MLA പറയുന്നില്ല. അപ്പൊ അത് ബോധപൂർവമായിട്ട് തന്നെ നടത്താതിരിക്കാൻ വേണ്ടി ഒരു കാര്യം കൂടെ, വേഗം പറഞ്ഞോളൂ. സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യം ഇവിടെ CM ജോർജ് സൂചിപ്പിച്ചു. വല്ലപ്പോഴും വല്ല MLA നമുക്കറിയാം, MLA-യും MP ഒക്കെ വെക്കുന്ന ലൈറ്റുകളത്തെ നിൽക്കുന്ന ഇതാണ് ഹൈമാസ്റ്റ് ലൈറ്റാണ്. ഇവിടെ മാഞ്ഞൂർ പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷം, അതിനു മുന്നേ വർഷത്തിൽ ഒരു പ്രാവശ്യം ഇവിടെ ലൈറ്റ് ഇട്ടിരുന്നത്. അതായത് ഉത്സവവും പെരുന്നാളും വരുമ്പോഴാണ് ഇവിടെ ലൈറ്റ് ഇട്ടുകൊണ്ടിരുന്നത്. ആ സ്ഥാനത്ത് ഈ ഭരണസമിതി, ഇവിടെ അനുഭവസ്ഥരാണ് ഇവിടെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ പറയട്ടെ, ഈ ഭരണസമിതി അധികാരത്തിൽ കയറിയതിനു ശേഷം വർഷത്തിൽ 4 പ്രാവശ്യം മെയിൻ്റനൻസ് നടത്തുകയും അതിന് വേണ്ട തുക വെക്കുകയും ഇന്ന് ഈ പഞ്ചായത്ത് മുഴുവൻ വാർഡുകളിലും ലൈറ്റ് നന്നായിട്ട് കത്തുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ ജനങ്ങൾക്ക് പേടിയില്ലാതെ പോകാനുള്ള ഒരു അവസരം ഇവിടെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അത് ശരിയല്ല. അല്ല, എന്നെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് എനിക്ക് മറുപടി ആരോടാണ് ചോദിക്കാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കൾ 2 പേരുണ്ട്. ബഹുമാനപ്പെട്ട സുനി ജോർജ്, CM ജോർജ്. നമ്മൾക്ക് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിനെ കുറിച്ച് വലിയ തർക്കം നിൽക്കുക. നമ്മളിപ്പം ഈ പോരാട്ട ഭൂമിയിൽ വെച്ച് ഈ UDF-ന്റെ പ്രതിനിധി, MLA-മാരുടെ പ്രതിനിധി പറയാ, നാളെ ഇത് പഞ്ചായത്തിന് വിട്ടുകൊടുക്കാമെന്ന് പറയാൻ പറ്റുമോ? എങ്കിൽ നാളത്തെ നമ്മുടെ 2 കാര്യമാണ് ഞാൻ പറയുന്നുള്ളൂ. നമ്മളിപ്പോ CM ജോർജ് പറഞ്ഞു, ബഹുമാനപ്പെട്ട CM ജോർജ് പറഞ്ഞു, ഇവിടെ 5 കോടി രൂപ ഈ ഇതിന് അനുവദിച്ച്, റോഡിന് അനുവദിച്ചു പറഞ്ഞു. 5,80,00,000. കഴിഞ്ഞ നവകേരള പദ്ധതിയിൽ UDF പങ്കെടുത്തായിരുന്നോ? കൊറലങ്ങാട് വെച്ച നവകേരള പദ്ധതി ചോദ്യം പൂർണ്ണമായിട്ടും ചോദ്യം എന്താണെന്ന് പെട്ടെന്ന് ചോദിക്കും. നമ്മുടെ ഹോസ്പിറ്റലിന്റെ കാര്യം പറഞ്ഞു. 9.5 വർഷം മുമ്പ് ഈ ഹോസ്പിറ്റൽ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് ഡോക്ടർ ഉണ്ടായിരുന്നോ? മരുന്നുണ്ടായിരുന്നോ? അവിടെ മരുന്നില്ലായിരുന്നു. ആ സാധനത്തിൽ 3 ഡോക്ടർ വന്നത് അറിയോ? മരുന്നായി പഞ്ചായത്ത് വിട്ടുകൊടുക്കുന്ന കാര്യമാണ് ഇപ്പം നമ്മുടെ കുട്ടേട്ടന് പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിച്ചത്. എനിക്ക് ഒറ്റ ഉദാഹരണമുള്ളൂ. വിളംബരം കുട്ടൻ ചേട്ടന്റെ വീടിന്റെ ഗേറ്റ് അയലോക്കം കാരണം വാസു ചേട്ടൻ പൂട്ടിയിട്ടു. കുട്ടൻ ചേട്ടൻ വീട്ടിലേക്ക് കയറാതിരിക്കുവോ? ഒറ്റ ചോദ്യമുള്ളൂ. പഞ്ചായത്തിന്റെ ആസ്തിയിലുള്ള ഈ മുതൽ MLA വിട്ടതാണ്. നിങ്ങൾ ബാലിശമാണ്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാണ്. നിങ്ങൾക്ക് ഏറ്റെടുക്കാനുള്ള ആർജവമില്ല. ധൈര്യമായി പരാജയപ്പെട്ടു. ഞാൻ സമ്മതിച്ചു. ഒറ്റ കാര്യം പറഞ്ഞു. അല്ല, വികസന കാര്യം പറഞ്ഞു. ദയവായി പറയുന്നു, ഈ വികസന സദസ് എന്തിനു വേണ്ടിയായിരുന്നു? നവകേരള സദസ് എന്തിനു വേണ്ടിയായിരുന്നു? കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ട്. നവകേരള സദസ് എന്തിനു വേണ്ടിയായിരുന്നു? കോടാനു കോടി രൂപ ഇവിടുത്തെ സാധാരണക്കാർ ജനങ്ങളുടെ ദൂർത്തടിക്കാനായിരുന്നോ നവകേരള സദസ് നടത്തിയത്? 5,80,00,000 രൂപ MLA-യുടെ സമപരമായിട്ടാണ് റോഡിന് അനുവദിച്ചത്. അത് കണക്കുകളുണ്ട്. ഒരു സംശയം വേണ്ടത്. നവകേരള സദസ് കൊണ്ടൊന്നും അല്ല, ജനങ്ങളുടെ പൈസ ദൂർത്തടിക്കാൻ, കൊള്ളയടിക്കാനാണ് നവകേരള സദസ്. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അധികാരത്തെ കുറിച്ച് അറിയാൻ പാടാത്തവരാണ്. സ്വന്തം അധികാരം എന്താണെന്ന് അറിയാത്തോണ്ടാണ് പറയുന്നത്. പ്രസിഡന്റ് ആയിരുന്നല്ലോ. ആര് വനിതകൾ കയറിയാലും അതിന്റെ പ്രസിഡന്റ് സുനു ജോർജ് ആയിരുന്നല്ലോ. എന്നിട്ട് എന്ത് ഈ കാര്യങ്ങൾ ചെയ്യാഞ്ഞേ? ഇപ്പൊ നമ്മളിവിടെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധിയോടാണ് എന്റെ ചോദ്യം. എനിക്ക് അവരോട് യാതൊരു പടക്കമല്ലോ. എന്നെ പറ്റി എനിക്ക് മറുപടിയില്ല. ഒരു നിമിഷം, അടുത്ത ചോദ്യം ഇതൊന്ന് കേൾക്കുക. ഒരു നിമിഷം. ആം ആദ്മി പാർട്ടിയോടാണ് എന്റെ ചോദ്യം. നിങ്ങൾ ഇനി ഒരു തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വരികയാണ്. നിങ്ങൾ അധികാരത്തിലെത്തിയാൽ ഈ പഞ്ചായത്തിന്റെ വികസനങ്ങൾക്കായി എന്തെല്ലാം ചെയ്യാൻ സാധിക്കും? ആം ആദ്മി പാർട്ടി മാഞ്ഞൂരിൽ വികസനത്തിന്
ഭരണത്തിൽ വരികയാണെങ്കിൽ മാഞ്ഞൂർ പഞ്ചായത്തിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി മുൻഗണന ആദ്യം നൽകുന്നതാണ്. അതുപോലെ തന്നെ കുടിവെള്ളം ഇവിടെ പല പദ്ധതികൾ നടപ്പാക്കിയിട്ട് കുടിവെള്ളം എത്തിച്ചേരാത്ത നാടുകളിൽ കുടിവെള്ളത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ഓരോ വാർഡിൻ്റെയും അവിടുത്തെ പ്രാദേശിക അടിസ്ഥാനത്തിൽ അവിടെ നടപ്പാക്കേണ്ട വികസന പദ്ധതികൾ എന്താണെന്ന് ചോദിച്ചറിഞ്ഞുകൊണ്ട് അതിനുവേണ്ടി ക്രിയാത്മക നടപടികളുമായിട്ട് മുമ്പോട്ട് പോകാനാണ് ആം ആദ്മി പാർട്ടി കൃത്യമായി ഞങ്ങൾ അജണ്ട ഇടുന്നത്. ഒരു കാര്യം കൂടെ ചോദിക്കാനുണ്ട്. ഇപ്പൊ ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിച്ചുകൊണ്ട് ഈ നാടിന്റെ വികസനം മുടക്കാൻ വേണ്ടി തന്നെയാണോ നിങ്ങൾ രണ്ടുപേരും ഇവിടെ തയ്യാറാവുന്നതാണ് എന്റെ ചോദ്യം. കാരണം ഒരു കൂട്ടർ ഒരു ആർഗ്യൂ വെച്ച് അടുത്ത കൂട്ടർ ആർഗ്യുന്നു. പക്ഷെ ജനങ്ങളുടെ പ്രശ്നത്തിന് നിങ്ങളൊരു പരിഹാരം പറയൂ. അധികാരത്തിലെത്തിയാൽ നമുക്ക് ആ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് BJP പ്രതിനിധിയോടാണ് എന്റെ ചോദ്യം. നിങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലെത്തിയാൽ നാടിന്റെ വികസനത്തിനായി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? ഞങ്ങൾ ആദ്യം മുൻഗണന കൊടുക്കുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് തന്നെയായിരിക്കും. ജനങ്ങൾ വ്യക്തിപരമായി ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ, കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ, വ്യക്തിപരമായി ലഭിക്കുന്ന നിരവധി ആനുകൂല്യങ്ങളുണ്ട്. എന്തോ വയനാട്ടിൽ മാഞ്ഞൂർ പഞ്ചായത്തിൽ പറയുമ്പോൾ വയനാടിന്റെ കഥ പറഞ്ഞിട്ട് പഞ്ചായത്ത് വരുമ്പോൾ വയനാടിന്റെ കഥ എന്തിനാ പറയുന്നത്? ഇവിടെ ഇപ്പൊ ചെയ്യാൻ പറ്റുന്നത് എന്നാണെന്നറിയോ? നമ്മുടെ ഇപ്പൊ റെയിൽവേയുടെ കാര്യം ചോദിച്ചു. റെയിൽവേയില് ഈ 10 കൊല്ലം കൊണ്ട് ഈ നരേന്ദ്രമോദി വന്നതിന് ശേഷം ഉണ്ടായ റെയിൽവേ അല്ലല്ലോ, ഇവിടെ റെയിൽവേ പാലല്ലോ, പാലത്തിന്റെ പ്രശ്നം. ഇവിടെ UPA സർക്കാരിന്റെ കാലത്തും എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട്, ഇതിനു മുമ്പ് എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ട്. ഈ കാലത്തൊന്നും ഇല്ലാതെ ഓരോരുത്തരും ഓരോ കേസുമായിട്ട് വന്നു കഴിഞ്ഞാൽ കോടതിയെ ലംഘിച്ചുകൊണ്ട് നിയമം നടത്താൻ പറ്റുമോ? നടപടി എടുക്കാൻ പറ്റിയല്ല. കോടതി നിലപാടി ഉള്ളതുകൊണ്ട് മാത്രമാണ് നീണ്ടുപോയത്. അല്ലാതെ ഗവൺമെന്റിന് വേഗത്തിൽ പറയാമോ? ഈ നമ്മുടെ ഹോസ്പിറ്റലിന്റെ കാര്യം, ആരോഗ്യ മേഖലയിൽ കൃത്യമായ പരിഗണന നടക്കുന്നതായിരിക്കും. പാലത്തിന്റെ കാര്യം പറയാം. പാലം നടപ്പിലാക്കാനായിട്ട് കേന്ദ്ര ഗവൺമെന്റ് നിരവധിയായ പാലങ്ങളുടെ ലിസ്റ്റിൽപ്പെടുത്തിയിരിക്കുകയും ഏറ്റവും ഫണ്ട് അനുവദിക്കുകയും ചെയ്തിരിക്കുന്ന പാലമാണ്. അതിന്റെ എസ്റ്റിമേറ്റ് എടുക്കുന്നതിൽ അന്നത്തെ 10 കൊല്ലം മുമ്പുള്ള വിലയല്ല ഇപ്പൊ കമ്പിക്കും സിമെന്റിനും. അതിന്റെ എസ്റ്റിമേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഉടൻ തന്നെ നടത്തുമെന്ന് പറഞ്ഞു. സ്ഥലം ഏറ്റെടുക്കാന്ന് പറഞ്ഞു. സ്ഥലം ഏറ്റെടുത്ത് നാട്ടിലുള്ളവർ ഒരു കേസ് കൊടുത്തപ്പം അവരെ ഒന്ന് നേരിട്ട് പോയി കണ്ട് ഈ കാര്യങ്ങൾ തീർപ്പാക്കാൻ ഇവിടുത്തെ പഞ്ചായത്തിൽ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടോ? അവരെ കൊണ്ട് കേസ് പിൻവലിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അല്ലാതെ കേസ് നടന്നിട്ട് ആയിട്ടൊരു കാര്യമുണ്ടോ? കൊടുക്കുന്നതാണ്. സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കണം. കാരണം അവിടുത്തെ നാട്ടുകാർക്ക് വില കിട്ടണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ല. നമ്മുടെ പഞ്ചായത്തിലേക്ക് തിരിച്ചു വരും. പഞ്ചായത്തിന്റെ കാര്യങ്ങൾ പറയാം. എന്തൊക്കെ വികസനങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും? ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ഈ തോടും കുളങ്ങളും പഞ്ചായത്ത് വകയാ. ഈ കടവിലെ വലിയ ആക്ഷേപം വന്നിരിക്കുന്ന കുളം പഞ്ചായത്ത് ഇപ്പൊ തന്നെ ഏറ്റെടുക്കണം. കുളങ്ങൾ ഏറ്റെടുക്കുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ആ ഫണ്ടുകൾ നേരെ കൊണ്ടുവന്ന് ഇവിടുന്ന് ശുദ്ധജലം ഇവിടെയുള്ള വേസ്റ്റ് വെള്ളം മുഴുവനാണ് ആ കുളത്തിലോട് ചെന്ന് കാണുന്നത്. അവിടെ രോഗത്തിന്റെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുക. അത് മാറ്റം വരുത്താൻ ആദ്യ ശ്രമം അത് തന്നെയായിരിക്കും. കാരണം അത് ഏറ്റെടുക്കാനായിട്ട് പഞ്ചായത്തിന്റെ ബുദ്ധിമുട്ട്. കുളങ്ങളും തോടുകളും പഞ്ചായത്ത് വകയല്ലേ, അത് ഏറ്റെടുക്കാം. മാലിന്യ പ്രശ്നം, അതുപോലെ തന്നെ കുളത്തിന്റെ പ്രശ്നങ്ങൾ, ഇതെല്ലാം തന്നെ ആദ്യം ഏറ്റെടുക്കും. ഇപ്പൊ ഏറ്റെടുത്തിരിക്കുന്നത് ഇവിടെ കിട്ടിയിരിക്കുന്ന പ്ലാസ്റ്റിക് കൊണ്ട് തള്ളിയിരിക്കുന്നത് ഒരു തീപിടുത്തം ഉണ്ടായ മാലിന്യ സംസ്കരണമല്ല, ഈ പ്ലാസ്റ്റിക് കൊണ്ട് തള്ളിയിരിക്കുന്ന ഒരു മുറിയുണ്ട് വലിയ, അവിടെ ഒരു തീപിടുത്തം ഇങ്ങനെ ഇട്ടിരിക്കുന്നതിനെ നിങ്ങൾ സംസാരിക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യും? തീർച്ചയായും അത് അവിടുന്ന് മാറ്റി കൊടുക്കണം, നിർബന്ധമായി മാറ്റിയിട്ട് സുരക്ഷിതമാക്കണം. ഓക്കെ, അടുത്തത് അങ്ങയോടാണ് ചോദ്യം. നിങ്ങളുടെ അടുത്ത ഇലക്ഷനിൽ നിങ്ങൾ അധികാരത്തിലെത്തിയാൽ എന്തൊക്കെ ചെയ്യും? എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും? UDF അധികാരത്തിൽ വന്നാൽ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ, അത് വിദ്യാഭ്യാസ മേഖലയിലായാലും തൊഴിൽ മേഖലയിലായാലും അതുപോലെ തന്നെ ആരോഗ്യ പരിപാലന രംഗത്തായാലും ഒക്കെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിച്ച് പെർ ക്യാപിറ്റ ഇൻകത്തുള്ള വർധനവിന് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളായിരിക്കും UDF നടപ്പിലാക്കുക. ഇവിടെ വസ്തുതയ്ക്ക് വിരുദ്ധമായി കള്ളക്കണക്കുകൾ അവതരിപ്പിച്ച് ജനത്തെ സമീപിക്കുന്ന ആളുകളെ തിരിച്ചറിയാനുള്ള ഉത്തരവാദിത്തത്തോടുകൂടി ഇവിടെയുള്ള ആളുകൾ നിൽക്കണമെന്നാണ് വിനയപരസ്പരം ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഞാൻ ഓർക്കുന്നു, ഇവിടെ റീബിൽഡ് കേരളയിൽ എല്ലാ MLA-മാർക്കും 10 കോടി രൂപ അനുവദിച്ചതിൽ 5 കോടി രൂപ 80 ലക്ഷം രൂപയാണ് അത് വികസന സദസ്സിന്റെ ആണെന്ന് പറയുന്നത് എന്ത് മാന്യം. അതുപോലെ തന്നെ റെയിൽവേ പാലം 2005 49 കോടി രൂപ കിഫ്ബിയിൽ അനുവദിച്ച ഫണ്ട് മോൻ ജോസഫ് MLA പാലത്ത് വെച്ചതാ. എന്തുകൊണ്ട് നടപ്പിലാക്കുന്നത്? 2 കൊല്ലമായിട്ട് ഇവിടെ വിസ്താരം കഴിഞ്ഞിട്ട് കേസ് പെൻഡിങ് വെച്ച ഗവൺമെന്റ് ഇവിടെ ഇരിക്കുന്നത്. അടിസ്ഥാന പ്രശ്നങ്ങൾ എന്നുള്ള നിലയിൽ പഞ്ചായത്തിൽ പരിഹരിക്കപ്പെടേണ്ട എല്ലാ വിഷയങ്ങളും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഒരു സ്വയം സംരംഭകര് കട്ടിലിട്ട് ലൈസൻസിന് പഞ്ചായത്തിൽ അത് കിടക്കേണ്ടി വരികയില്ല. ഞങ്ങൾ കേസ് മാറ്റിലുള്ള അപേക്ഷ കൊടുത്താൽ യഥാസമയം നടപടി സ്വീകരിച്ച് അവർക്ക് ലൈസൻസ് കൊടുക്കും. അല്ലാതെ കട്ടിലെ സംരംഭകർ കട്ടിലെ പഞ്ചായത്തിൽ വാതകം കിടക്കുന്ന സംരംഭം ഞങ്ങൾക്ക് ഉണ്ടാകില്ല. അതുപോലെ തന്നെ
തന്നെ ഇവിടുത്തെ കുടിവെള്ള പ്രശ്നമായാലും വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രശ്നമായാലും തൊഴിൽ മേഖല നേരിടുന്ന പ്രശ്നമായാലും സമസ്ത മേഖലകളിലും ഇവിടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആത്മാർത്ഥമായ പരിശ്രമം, മാലിന്യ നിർമ്മാർജ്ജനം അടക്കമുള്ള കാര്യങ്ങളിൽ സജീവമായ ഇടപെടൽ ഉണ്ടാക്കി അത് പരിഹരിക്കുന്ന ആത്മാർത്ഥ പരിശ്രമം ഞങ്ങൾ നടത്തുന്നതായി. അതെ, അടുത്തതായി അങ്ങേക്ക് എന്താണ് പറയുന്നത്? അടുത്ത വർഷം നിങ്ങൾ അധികാരത്തിൽ വീണ്ടും എത്തിക്കഴിഞ്ഞാൽ അതിനുള്ള മറുപടി പറയൂ. ഒറ്റ കാര്യം ഞാൻ അതിലേക്ക് വരുവാ. അതിനു മുൻപ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു കാര്യത്തിന് മറുപടി പറയണം. ഇവിടെ ഒരു വിദേശ മലയാളി ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങുന്നതിന്റെ ഭാഗമായി പഞ്ചായത്തിന് മുന്നിൽ കട്ടിലിട്ട് സമരം നടത്തിയതിന്റെ പേരിൽ ഇപ്പം മുതലക്കണ്ണീർ ഒഴുക്കുന്ന ഒരൊറ്റ UDF-കാരന് അയാളുടെ ഓരത്തൊന്ന് പോയി ഇരിക്കാൻ കഴിഞ്ഞില്ലല്ലോ. ഒറ്റ പോയിരുന്നോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും ഈ പഞ്ചായത്തിൽ അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യത്തിൽ ആദ്യമായി സൃഷ്ടിക്കാൻ പോകുന്നത്, ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു തൊഴിൽ ബാങ്ക്, ലേബർ ബാങ്ക് മാഞ്ഞൂർ പഞ്ചായത്തിൽ ഞങ്ങൾ ഉണ്ടാക്കും. മറുപടി പറയട്ടെ. ലേബർ ബാങ്ക് എന്ന് പറഞ്ഞപ്പോഴത്തേന് ഇവര് മാഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കാര്യം ഓർത്ത അതല്ല, ആ പണി ഞങ്ങൾക്കില്ല. രണ്ടാമത്തെ കാര്യം കാർഷിക മേഖലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ മാഞ്ഞൂർ പഞ്ചായത്തിൽ രണ്ടാമത് നടപ്പിലാക്കാൻ പോകുന്നത് കാർഷിക മേഖലയുടെ സമഗ്രമായ വികസനമാണ്. നാണ്യവിള കൃഷി ഉൾപ്പെടെ കേരളത്തിന്റെ നെൽകൃഷി ഉൾപ്പെടെ സമഗ്രമായ പദ്ധതി നടപ്പിലാക്കും. മൂന്നാമത്തെ, നിങ്ങളിത് നോട്ട് ചെയ്യുന്നുണ്ടോ? ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നുണ്ടോ? മൂന്നാമതായി ഞങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത് 10 പേർക്ക് തൊഴിൽ കിട്ടുന്ന ഒരു സ്ഥാപനം സർക്കാർ ഉടമസ്ഥതയിൽ മാഞ്ഞൂർ പഞ്ചായത്തിൽ ഞങ്ങൾ കൊണ്ടുവന്നിരിക്കും. ടൂറിസം നിങ്ങൾ പോകേണ്ട കാര്യമില്ലെന്നേ ഞങ്ങൾ നാലാമത്തെ കാര്യം ടൂറിസം സർക്യൂട്ടിൽ ഉൾപ്പെടുത്തി ഞങ്ങൾ ഈ കുറുപ്പന്തറക്കടവിലെ 2.5 കോടി രൂപ പാഴാക്കിയ കുളം ടൂറിസം സർക്യൂട്ടിൽ ഉൾപ്പെടുത്തി 1ാം തരം സ്വിമ്മിംഗ് പൂളായി പരിവർത്തനപ്പെടുത്തും. ഇത് ഒരു പ്രോജക്ട് റിപ്പോർട്ട് ഉണ്ടല്ലോ, അതേക്കുറിച്ച് തന്നെ പറയാതെ. അഞ്ചാമത്തെ കാര്യം കുറുപ്പന്തറ കവലയുടെ സമഗ്രമായ വികസനത്തിന് വേണ്ടി സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ സഹായത്തോടു കൂടി വലിയ പ്രോജക്ട് തയ്യാറാക്കും. 5 ഞാൻ പറഞ്ഞു കഴിഞ്ഞ് പറയാം. പിന്നെ 6 രാഷ്ട്രീയ വൈരാഗ്യത്തിന്റെ പേരിൽ മാഞ്ഞൂർ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ MLA മാറ്റിവെച്ച പദ്ധതികൾ കൃത്യമായി ഞങ്ങൾ നടപ്പിലാക്കിയിരിക്കും. 8ാമത്തെ പദ്ധതി സമ്പൂർണമായ മാലിന്യ നിർമ്മാർജ്ജനം. മാഞ്ഞൂർ പഞ്ചായത്തിൽ അവശേഷിക്കുന്ന അവസാനത്തെ പ്ലാസ്റ്റിക് വേസ്റ്റും പെറുക്കി ഈ നാടിനെ സംശുദ്ധമാക്കി ഞങ്ങൾ മാറ്റിയിരിക്കും. 9ാമത്തെ പദ്ധതി സാറേ ക്ഷമിക്കും സാറേ, 9ാമത്തെ പദ്ധതി ഈ മാഞ്ഞൂർ പഞ്ചായത്തിന്റെ അങ്ങേ അതിർത്തിയിൽ ആള് കയറാത്ത കാട്ടിൽ കൊണ്ടുവച്ചിരിക്കുന്ന പകൽ വീട് ഞങ്ങൾ പറിച്ച് ടൗണിൽ 10 വൃദ്ധൻ വയോജനങ്ങളെ കൂവാതെ ചേട്ടൻ അല്ല, ഈ ചേട്ടൻ മറ്റേ മൃഗത്തിന്റെ സ്വഭാവം കാണിക്കരുത്, കരഞ്ഞു തീർക്കരുത്. സമഗ്രമായ ആരോഗ്യ പരിപാലനത്തിന്റെ ഭാഗമായിട്ട് നമ്മളൊരു ആരോഗ്യപരമായ ഒരു ചർച്ചയാണ്. കയ്യാങ്കളിയിലേക്ക് പോകാനായിട്ട് നമ്മൾ അനുവദിക്കില്ല. അവിടെ ഇരിക്കൂ. കഴിഞ്ഞോ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ വന്നാൽ 10ാമതായിട്ട് ഞങ്ങൾ നടപ്പിലാക്കുമെന്ന് ധൈര്യത്തോടുകൂടി ചങ്ക് വിരിച്ചു പിടിച്ച് ഈ നാടിന്റെ മുന്നിൽ പറയാണ്. സമഗ്ര ആരോഗ്യ പദ്ധതിയുടെ ഭാഗമായി കിടപ്പ് രോഗികളുള്ള മുഴുവൻ വീട്ടിലും ഡോക്ടർമാരുടെ സേവനം ഞങ്ങൾ ലഭ്യമാക്കും. ഓക്കെ. അടുത്തത് പ്രതിപക്ഷത്തിലേക്ക് എത്താം. അങ്ങേക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഒരു 5 വർഷം ഇനി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും? ഞങ്ങൾ അധികാരത്തിലെത്തുമെന്ന് ഇപ്പൊ നിലവിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ അതിനെക്കുറിച്ച് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. കാരണം ഇത് റെക്കോർഡിംഗ് ആണ്.
ഇത് അടുത്ത 5 വർഷം കഴിയുമ്പോൾ ഞങ്ങളോട് ചോദിക്കുന്ന കാര്യമായതുകൊണ്ട് നടപ്പിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുകയാണ്. അല്ലെങ്കിൽ നടപ്പിലാക്കാൻ പറ്റുമോ എന്നുള്ള എന്റെ സഹോദരന് ഷിബുവിന് അറിയാം. അതുകൊണ്ട് ഇത് നിലവിൽ മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ ആദ്യമേ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ആ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ ജനസൗഹൃദമാക്കും. ഇവിടെ ഓരോ ആഴ്ചയിലും ഫയൽ അദാലത്തുകൾ നടത്തും. നിരവധി നൂറുകണക്കിന് ആയിരക്കണക്കിന് ഫയലുകൾ കെട്ടിക്കിടക്കുകയാണ് മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ. പാവപ്പെട്ടവരായ ആളുകൾ ഓരോ ദിവസവും കയറി ഇറങ്ങുക പഞ്ചായത്ത് ഓഫീസിലേക്ക്. അതുകൊണ്ട് എല്ലാ ആഴ്ചയിലും എല്ലാ ആഴ്ചയിലും ഫയൽ അദാലത്തുകൾ ഞങ്ങൾ നടപ്പിലാക്കാൻ ചങ്കൂറ്റത്തോടെ പറയുന്നു. ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഫയൽ അദാലത്തുകൾ, എല്ലാ മാസവും 2 പ്രാവശ്യം അവലോകന മീറ്റിങ്ങുകൾ, 100% പദ്ധതി നിർവഹണം മാത്രമല്ല, ഇവിടെ കേന്ദ്ര സംസ്ഥാന ആവിഷ്കൃത ഫണ്ടുകൾ കൊണ്ടുവരാൻ ആത്മാർത്ഥപരമായി പരിശ്രമിക്കും. MP-യുടെയും MLA-യുടെയും ജില്ലാ പഞ്ചായത്ത് സംവിധാനങ്ങളും ബ്ലോക്ക് പഞ്ചായത്ത് സംവിധാനങ്ങളെല്ലാം പരമാവധി ശുചിത്വ മിഷന്റെ ഫണ്ട് ഉപയോഗിച്ച് പരമാവധി ഫണ്ടുകൾ കൊണ്ടുവന്ന് സമഗ്രമായ ഒരു മാറ്റമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നിലവിലുള്ള പഞ്ചായത്ത് ഭരണസമിതി നമ്മൾ മനസ്സിലാക്കണം, പഞ്ചായത്ത് ഭരിക്കുന്നത് LDF, സംസ്ഥാനം ഭരിക്കുന്നത് LDF. ഇവിടെ ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിയാതിരുന്ന ആളുകൾ പറയുന്ന പോലെയല്ല. കുറുപ്പന്തറ കടവില് മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ അപാകതകളുണ്ടായ ആ കുറുപ്പന്തറ കടവിന്റെ ആ നിർമ്മാണ പ്രവർത്തികളുടെ അപാകത പരിഹരിച്ച് അത് ജനസൗഹൃദമാക്കി അത് അവിടെ അവിടെ ഒരു ജനസൗഹൃദ പാർക്ക് ഉണ്ടാക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യും. ഒരു സംശയം വേണ്ട. അതുപോലെ LDF-ന്റെ പ്രതി പറഞ്ഞ പോലെയല്ല, സ്ഥലമുള്ളിടത്തെ പകൽ വീട് പണിയാൻ പറ്റുള്ളൂ, അല്ലാതെ പകൽ വീട് എടുത്ത് പറിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്നുള്ള അവകാശവാദമൊന്നും ഇല്ല. നിലവിലുള്ള പകൽ വീടും വയോജന വിശ്രമ കേന്ദ്രവും ജനസൗഹൃദമായി പ്രവർത്തിക്കാൻ ആവശ്യമായ മുഴുവൻ സമയം ജനങ്ങൾക്ക് പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ഞങ്ങൾ ചെയ്യും. അതുപോലെ കുടിവെള്ളം കിട്ടാത്ത മേഖലകളിൽ അതിന്റെ ഒരു സർവേ നടത്തി എവിടെയാണോ ആളുകൾക്ക് കുടിവെള്ളം കിട്ടാത്തത് അത് വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പദ്ധതിക്ക് അപ്പുറത്ത് പുതിയ കുടിവെള്ള പദ്ധതികൾ ആരംഭിക്കാൻ ഇപ്പോൾ ഫിനാൻസ് കമ്മീഷൻ ഗ്രാന്റിന്റെ ടൈഡ് ഫണ്ട് ഈ കാര്യത്തിൽ പ്രയോജനപ്പെടുത്തും. ആ സർവേ നടപടികൾ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 6 മാസത്തിനുള്ളിൽ പൂർത്തീകരിച്ച് വരുന്ന 5 വർഷത്തിനകം ഈ മാഞ്ഞൂർ പഞ്ചായത്തിലെ കുടിവെള്ളമില്ലാത്ത മുഴുവൻ വീടുകളിലും കുടിവെള്ളം എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ ചെയ്യും. അതുപോലെ പട്ടികജാതിക്കാർക്ക്, പാവപ്പെട്ട പട്ടികജാതിക്കാർക്കുള്ള ലൈഫ് ഭവന പദ്ധതിയുടെ വിഹിതം എന്ന് പറയുന്നത് 4 ലക്ഷം രൂപ തുലവും കുറവാണ്. സാധാരണക്കാർക്ക് കൊടുക്കുന്ന ഫണ്ടിനേക്കാൾ അപ്പുറത്ത് ഇവിടെ ലൈഫ് ഭവന പദ്ധതിയുടെ ഫണ്ടിന്റെ വിഹിതം കൂട്ടാൻ ഗവൺമെന്റ് തലത്തിൽ ഞങ്ങൾ സമ്മർദ്ദം ശക്തമാക്കും. അതുപോലെ പട്ടികവർഗക്കാർ, ഇന്നിവിടെ സാധാരണഗതിയിൽ 9-12 കുടുംബങ്ങൾ ഉണ്ടായിരുന്ന മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൽ പാവപ്പെട്ടവരായ പട്ടികവർഗക്കാർ 32-ലധികം കുടുംബങ്ങളുണ്ട്. അവർക്ക് എന്താണോ ആവശ്യം കൃത്യമായ സർവേ നടത്തി അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ എന്താണോ അത് ചെയ്യാൻ ഗവൺമെന്റ് തലത്തിൽ ആവശ്യമായ ഫണ്ടുകൾ വകയിരുത്താനുള്ള സമ്മർദ്ദം ശക്തമാക്കും. ഇപ്പോൾ നിലവിലുള്ള പഞ്ചായത്തിന്റെ പട്ടികവർഗക്കാരുടെ ഫണ്ട് എന്ന് പറയുന്നത് വളരെ അപര്യാപ്തമാണ്. പട്ടികവർഗക്കാരെ സഹായിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് വരും. അതുപോലെ ഇവിടുത്തെ സ്ത്രീകളെ സഹായിക്കാൻ നമുക്കറിയാം, സ്ത്രീ ശാക്തീകരണ രംഗത്ത് കുടുംബശ്രീയുടെ പങ്ക് വളരെ വലുതാണ്. ആ കുടുംബശ്രീയെ സഹായിക്കാൻ കുടുംബശ്രീ നമ്മുടെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സ്വയം സംരംഭകരെ കൂടുതലായി പരിപോഷിപ്പിക്കാൻ, അവർക്ക് ആവശ്യമായ ബാങ്കിന്റെ ലോണുകൾ ലഭ്യമാക്കാൻ, കൃത്യമായിട്ട് തിരിച്ചടവ് ലഭ്യമാകത്തക്ക രീതിയിൽ അവർക്ക് ആ സംരംഭം വിജയിപ്പിക്കാനുള്ള ഒരു സംരംഭക സൗഹൃദ പഞ്ചായത്താക്കി മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിനെ ഞങ്ങൾ മാറ്റും. അതുപോലെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു ആവശ്യം എന്ന് പറയുന്നത് കളിക്കളമാണ്. ഇവിടെ പല പഞ്ചായത്തുകളും പല മേഖലകളിലും കളിക്കളം ഉണ്ടായിട്ട് പോലും മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൽ നിലവിലൊരു കളിക്കളമില്ല, ഒരു പൊതു ശ്മശാനമില്ല. ഞങ്ങളുടെ കുറവ് ഞങ്ങൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഇവിടെ ഞങ്ങൾ അടിവരയിട്ട് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, UDF അധികാരത്തിൽ വന്നാൽ ഇവിടുത്തെ യുവാക്കളെ സഹായിക്കുന്നതിന് വേണ്ടി കളിക്കളം മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. പൊതു ശ്മശാനം സ്ഥാപിക്കാൻ പ്രതിജ്ഞാബദ്ധമായി ഞങ്ങൾ മുന്നോട്ട് വരും. ഇവിടെ ആധുനിക ഇവിടെ സംഭരണ കേന്ദ്രം, നമ്മുടെ വേസ്റ്റ് സംഭരണ കേന്ദ്രം, ഇവിടെ ഇപ്പോൾ മത്സ്യ മാർക്കറ്റിലെ വേസ്റ്റ് സംഭരിക്കുന്ന ആ രീതിയല്ല. ഇവിടെ ആധുനിക രീതിയിൽ കൃത്യമായ രീതിയിൽ വേസ്റ്റ് സംഭരിച്ച് അത് സെഗ്രിഗേറ്റ് ചെയ്ത് ജൈവ മാലിന്യങ്ങൾ കൃത്യമായി അത് ജൈവ വളമാക്കി മാറ്റുന്ന ഉൾപ്പെടെ, അതുപോലെ അജൈവ മാലിന്യങ്ങൾ പ്ലാസ്റ്റിക് കൃത്യമായി തരംതിരിച്ച് അത് ശുദ്ധീകരിച്ച് അത് റീസൈക്ലിംഗ് പ്ലാന്റുകളിലേക്ക് ഇട്ട് കൃത്യമായ രീതിയിലുള്ള ഒരു മാലിന്യ സംസ്കരണ സംവിധാനം വഴി ശുചിത്വ മാഞ്ഞൂർ, സുന്ദര മാഞ്ഞൂർ എന്നുള്ള സ്വപ്നം അതിവിടെ സാക്ഷാത്കരിക്കുക തന്നെ ചെയ്യുമെന്ന് അടുത്ത പ്രാവശ്യം ഭരണത്തിലേറി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഈ 5 വർഷം LDF ഭരിച്ചു.
ഇതിന്റെ മുൻകാലങ്ങളിൽ ആരാ ഭരിച്ചിരുന്നത്? അന്ന് ഈ സുന്ദര വാഗ്ദാനങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇനി അടുത്ത വർഷം അധികാരത്തിലെത്തിയാൽ ഈ ഭരണവർഷം എത്തിയാൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും? അത് പറഞ്ഞോളൂ. ഞങ്ങളിവിടെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി ഇന്നും നിൽക്കുന്നത്. അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യും. എസ് സി കുടുംബങ്ങളുടെ എസ് സി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഏറ്റവും ഇവിടെ തേണ്ട കൃത്യമായിട്ട് തേണ്ട ഇവിടെ കണക്കുണ്ട്. നമ്മള് ഈ പട്ടികജാതി വിവാഹക്കാർക്ക് അടിസ്ഥാന സൗകര്യ വികസനം നടത്തും. ഇവിടെ LDF പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ ഈ പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി ഈ പുതിയ ഭരണസമിതി ഈ LDF അധികാരത്തിൽ വന്നാൽ ചെയ്യുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും വാഗ്ദാനങ്ങളും അതുപോലെ തന്നെ ഈ 5 വർഷത്തെ ചർച്ചയും എല്ലാം നമ്മൾ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പൊ ഇനിയും എന്നും ഒരു നാടിന് ആവശ്യം എന്ന് പറയുന്നത് വികസനമാണ്. ഇനി അടുത്തൊരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏത് പാർട്ടി അധികാരത്തിലെത്തിയാലും ജനങ്ങൾക്ക് നന്മയുള്ള ഇല്ലെങ്കിൽ കൂടുതൽ വികസനങ്ങൾ ഇനിയും നാടിന് കൈവരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 അടുത്ത പഞ്ചായത്തിലെ ചിത്രീകരണവുമായി ഉടൻ എത്തുന്നതാണ്. നമസ്കാരം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. കോ സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി.